ورحمة الله وبركاته. الحمد لله رب العالمين. الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. الحمد لله حمدا يوافي نعمه ويكافئ مزيده. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا وحبيبنا محمد صلى الله عليه وسلم وعلى آله وأصحابه وأهل بيته وذريته أجمعين. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي سيدنا محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. شهر رمضان الذي أنزل فيه القرآن هدى للناس وبينات من الهدى والفرقان. صدق الله العلي العظيم. വളരെയേറെ ആദരവും സ്നേഹവും ബഹുമാനവുമുള്ള പണ്ഡിതന്മാരെ ജിദ്ദ ഇസ്ലാമിക് സെൻ്ററിൻ്റെയും SVSൻ്റെയും കർമ്മധീരരായ പ്രവർത്തകരെ, ഇന്ന് രാവിലെ മുതൽ അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ ഒരു സ്വർഗീയ ആരാമത്തിൽ വളരെ ഫലവത്തായ ധാരാളം കായ്ക്കനികൾ അനുഭവിച്ചുകൊണ്ട് കഴിഞ്ഞുകൂടാൻ സാധിച്ചു. അൽഹംദുലില്ലാ. നിങ്ങളിൽ ഒരാളായി ഇവിടെ തന്നെ ഇരിക്കണമെന്നായിരുന്നു എൻ്റെയും താല്പര്യം. തുടങ്ങുമ്പോൾ ഒന്നിരുന്നെങ്കിലും പിന്നെ പോകേണ്ടി വന്നു. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ അമൂല്യങ്ങളായ, ഞാൻ വളരെയേറെ ആഗ്രഹിച്ച പരിപാടികളിൽ ചിലതിലൊന്നും പങ്കെടുക്കാൻ പറ്റിയില്ല. എന്തൊക്കെയാണ് ഇവിടെ പറയപ്പെട്ടത് എന്നതിനെപ്പറ്റി കൃത്യമായൊരു ചിത്രമൊന്നും അതുകൊണ്ട് തന്നെ എനിക്കില്ല. വയനാട് മുസ്ലിം എത്തിഖാനയുടെ ഒരു പരിപാടി ഇവിടെ ടേസ്റ്റിൽ നടക്കുന്നത് കൊണ്ട് നിർബന്ധിതനായതുകൊണ്ടാണ് പോകേണ്ടി വന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ വരുമ്പോൾ മുസ്തഫ ഹുദവി വളരെ സരസമായി അദ്ദേഹത്തിൻ്റെ സംസാരം അവസാനിപ്പിക്കുകയായിരുന്നു. ഏതാനും വാക്കുകൾ മാത്രം കേട്ടപ്പോഴും അത് തുടരണമെന്ന് ആഗ്രഹിച്ചു. പക്ഷേ അദ്ദേഹം നിർത്തുകയും ചെയ്തു. ഞാൻ പോകുമ്പോൾ വളരെ കാര്യഗൗരവത്തോടെ സക്കാത്തിനെ പറ്റിയുള്ള വളരെ പഠനാർഹമായ ഒരു പ്രഭാഷണം നമ്മുടെ ഹുദവി സാഹിബ് എടുത്തുകൊണ്ട് ഇരിക്കുമ്പോഴാണ് ഞാൻ പോയത്. പറഞ്ഞു വരുന്നത് എന്താന്ന് വെച്ചാൽ, അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ നമ്മുടെ ഈ വേദികളുടെ പതിവ് കാഴ്ചകൾക്കപ്പുറം ഹുദവിമാർ ആദ്യാന്തം വിഷയങ്ങൾ ഏറ്റെടുത്തു തുടങ്ങിയിരിക്കുന്നു എന്ന ഒരു സന്തോഷം. ഈ കണ്ടുമടുത്ത മുഖങ്ങളെ മാറ്റിവെച്ച് കർമ്മഗോതയിൽ പുതിയ ആവേശവും പുതിയ പ്രതീക്ഷകളുമായി നമ്മുടെ ഹുദവിമാർ കടന്നു വരുമ്പോൾ ഒരു നിയോഗമെന്ന പോലെ, നിമിത്തമെന്ന പോലെ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തന്നെയാണ് എന്നും നമ്മുടെ ശക്തിയും സ്രോതസ്സും ആവേശവുമൊക്കെ. അവിടുത്തെ ദാത്തു ഷരീഫിനെ പറ്റിയുള്ള ചില വാഗ്വാദങ്ങളും വിവാദങ്ങളും ഒക്കെ ഉണ്ടായപ്പോൾ, അല്ലെങ്കിൽ ഉണ്ടാക്കപ്പെട്ടപ്പോൾ, ഒരു പാർശ്വഫലമെന്നോണം ചിലരൊക്കെ എപ്പോഴും ചോദിക്കാറുണ്ട്, എവിടെയാണ് ഹുദവികൾ? തീർച്ചയായും ഹുദവികൾ അവരുടെ ദൗത്യം മൗനമായി നിർവഹിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അത് പലർക്കും അറിയില്ലായിരുന്നു. ആളുകൾക്ക് ബഹളമുണ്ടാകുമ്പോൾ മാത്രമേ ആളുകളെ ശബ്ദങ്ങളിൽ നിന്നേ തിരിച്ചറിയാൻ സാധിക്കൂ. ഒച്ചകളേക്കാൾ കൂടുതൽ മൗനങ്ങൾക്ക് അർത്ഥങ്ങളുണ്ടാകും എന്ന് പലർക്കും തിരിച്ചറിയാൻ സാധിക്കാതെ പോവാറുണ്ട്. ആവശ്യം വരുമ്പോൾ ഇതാ ഞങ്ങൾ ഇവിടെയുണ്ട് എന്ന് ബഷീർ മുസ്ലിയാരുടെയും ഹൈദ്രോസ് ഉസ്താദിൻ്റെയും ബാപ്പുട്ടി ഹാജിയുടെയും ഒക്കെ മക്കള് ഉണർന്നെഴുന്നേറ്റ് വന്ന ഒരു ചിത്രമാണ് കേരളത്തിലും പുറത്തുമൊക്കെ നമ്മൾ കാണുന്നത്. അൽഹംദുലില്ലാ,
എല്ലാ ദുരന്തങ്ങൾക്കും ചില പാർശ്വഫലങ്ങൾ ഗുണങ്ങളായി ഭവിക്കാറുണ്ട്. ഇന്ന് എല്ലായിടത്തും നിറഞ്ഞു നിന്നുകൊണ്ട് ഉമ്മത്തിന്റെ ധീരമായ നേതൃത്വത്തിന് സജ്ജരായിക്കൊണ്ട് തന്നെ അവരുണ്ട്. ജിദ്ദ ഇസ്ലാമിക് സെന്ററും ആ ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് രണ്ടാമത് ഒരു പുതുജന്മം പോലെ, ഒരു പുതുനാമ്പ് കിളിർത്തു വരുന്നത് പോലെ ഇവിടെ വീണ്ടും ഒരുമിച്ച് കൂടുമ്പോൾ ഇതാ ഈ പുതു പ്രതീക്ഷകൾ. അഷ്റഫ് ഐസിയും ബായും ഞാനും ഒക്കെ ചിലപ്പോ പിൻവലിഞ്ഞിടത്ത് ജിദ്ദ ഇസ്ലാമിക് സെന്റർ അവസാനിക്കുന്നില്ല എന്ന ശക്തമായ ഒരു സന്ദേശം അതുകൂടിയാണ് ഈ ക്യാമ്പും ഈ ക്യാമ്പിന്റെ ഓരോ ക്ലാസ്സുകളും നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. അതുകൊണ്ട് ഇതിനെ ഉപയോഗപ്പെടുത്താൻ നമ്മളെല്ലാവരും തയ്യാറാവണം. മുഖം വെച്ച് തളർന്നുപോയ ആളുകളെ തന്നെ വലിച്ചു പൂട്ടാതെ ഈ പുതിയ തലമുറകൾക്ക് അവരുടെ കർമ്മകുശലതക്കും അവരുടെ ആവേശത്തിനുമൊക്കെ വേദിയാവാൻ ദാറുസ്സലാം പോലെ അൽനൂർ മെഡിക്കൽ സെന്റർ ആണെങ്കിലും അതുപോലുള്ള ഏത് വേദികളാണെങ്കിലും നമുക്ക് അൽഹംദുലില്ലാ പ്രതീക്ഷകൾ നൽകുന്ന ഈ നിമിഷങ്ങളെ ഞാൻ മനസ്സുകൊണ്ട് അഭിനന്ദിച്ചുകൊണ്ട് ഈ പറഞ്ഞതിലൊക്കെ തന്നെ എനിക്ക് പറയാനുള്ളതൊക്കെ ഉണ്ട് എന്ന് പറയാൻ കുറേയൊന്നും പറയേണ്ടതില്ല. ഇവിടെ പറഞ്ഞു എല്ലാ കാര്യങ്ങളും. നിങ്ങൾ എന്താണോ ഒരു റമദാനിന് ആമുഖമായി കേൾക്കേണ്ടത് അതൊക്കെ ഇവിടെ പറഞ്ഞു കഴിഞ്ഞു എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. വർഷം തോറും ഒരു ആചാരം പോലെ നടത്തി വരാനുള്ളതല്ല ഇത്തരം പരിപാടികൾ. ഒരു കടപ്പാടിന് വേണ്ടി നാം നിർവഹിക്കുന്നതുമല്ല ഇത്. കാരണം നമ്മുടെ ജീവിതം ഒരു കടപ്പാട് തീർക്കലല്ല, അതൊരു ലക്ഷ്യബോധത്തിന്റെ സാക്ഷാത്കാരമാണ്. നമുക്ക് കടന്നു പോകാനുള്ള ഒരു വഴിയെ നാം സജ്ജമാക്കുകയാണ്. തീർച്ചയായും കടന്നുപോയേ തീരൂ. അതുകൊണ്ട് ആ വഴികൾ സുഗമമാക്കാനുള്ള ആത്മാർത്ഥമായ ഫലവത്തായ ഒരു ശ്രമമായിരിക്കണം ഇതൊക്കെ. ആണ്ടർദികൾ വരുമ്പോൾ അനുസ്മരണ പ്രഭാഷണങ്ങൾ നടത്തുന്നത് പോലെ ചടങ്ങുകളൊക്കെ നിർവഹിക്കപ്പെടുന്നത് പോലെയല്ല ഇത്. തീർച്ചയായും നമ്മുടെ ഭാവി ജീവിതത്തിന്റെ അടിത്തറ പാകുന്ന ഒരു വേദിയാണ് എന്ന തിരിച്ചറിവോടെ തന്നെയായിരിക്കണം ഇത്തരം വേദിയിൽ നാം ഇരിക്കേണ്ടത്. എന്താണ് പലതും ആണ്ടർദികളായി മാറുന്നത്, അല്ലെങ്കിൽ ആവർത്തന വിരസങ്ങളോ അവിരസങ്ങളോ ആയ കേവലം ചടങ്ങുകളായി മാറുന്നത്? ഇനിയും ഉണ്ടാകുമെന്ന പ്രതീക്ഷ തന്നെയാണ്. ഏതൊന്നും അവസാനത്തേതാണ് എന്ന് ചിന്തിച്ചാൽ അവിടെ നമുക്ക് ആലസ്യമുണ്ടാവില്ല. ഏതോ മഹാനായ ഒരു സൂഫി വര്യനും പണ്ഡിതനും നിസ്കരിക്കാൻ ഇമാമത്ത് നിൽക്കാൻ തർക്കിക്കുമ്പോഴുണ്ടായ രംഗം ഓർക്കാണ്. എവിടെയോ വായിച്ചത്. സ്വാഭാവികമാണല്ലോ, നിങ്ങൾ നിക്കി എന്ന് പറഞ്ഞ് മറ്റേയാളെ ഇമാമത്തിന് നിർത്തുമ്പോൾ ആ പണ്ഡിതൻ പറഞ്ഞു അത്രേ, തൽക്കാലങ്ങളിലേക്ക് ഞാൻ വേണമെങ്കിൽ അടുത്തേന് നിന്നോളാം. അപ്പൊ ആ സൂഫി വര്യനായ അദ്ദേഹം പണ്ഡിതൻ തന്നെയാണ്. അദ്ദേഹം പറഞ്ഞു അത്രേ, എന്നാ ഞാൻ തന്നെ നിൽക്കാം. കാരണം നിങ്ങൾ അടുത്തതിന് നിൽക്കാമെന്നൊരു പ്രതീക്ഷയോടെയാണല്ലോ നിൽക്കുന്നത്. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇന്നോളം ഒരു നിസ്കാരവും ഇതെന്റെ അവസാനത്തെ നമസ്കാരമാണെന്ന് വിചാരിക്കാതെ നമസ്കരിച്ചിട്ടില്ല. ഇവിടെ ഒരു യാഥാർത്ഥ്യമില്ലേ? നമ്മൾ ആലോചിക്കണം. നമ്മുടെ ഏതെങ്കിലും ഒരു നിസ്കാരം തീർച്ചയായും അവസാനത്തെ നിസ്കാരമായിരിക്കും. അത് ഉറപ്പാണല്ലോ. ഇനിയും നമുക്കൊരു നിസ്കാരത്തിന് സമയമുണ്ടാവാം എന്നത് ഒരു സാധ്യതയാണ്. എപ്പോഴും സാധ്യതകളാണ് നമ്മെ നയിക്കുന്നത്, ഉറപ്പുകൾ നമ്മെ അലോസരപ്പെടുത്തുന്നില്ല. ഒരു നിസ്കാരം നമ്മുടെ അവസാനത്തെ നമസ്കാരമായിരിക്കുമെന്ന ബോധ്യം ഇനിയും ഒരു നിസ്കാരം ഉണ്ടാവാമെന്ന സാധ്യതയ്ക്ക് വഴിമാറി കൊടുക്കുകയാണ്. ഈ ഒരു റമദാൻ കടന്നു വരുമ്പോഴും നമ്മുടെ മനസ്സിൽ ഇനിയും ഒരുപാട് റമദാൻ കടന്നു വരുമെന്ന ഒരു സങ്കല്പമാണ്, ഒരു സാധ്യതയാണ്. നമ്മുടെ പ്രാർത്ഥനകളും അങ്ങനെ തന്നെയാണ്. പടച്ചവനെ ഒരുപാട് റമദാനുകൾ, കിട്ടിയ റമദാൻ എന്തു ചെയ്യണമെന്നല്ല, ഇനിയും ഒരുപാട് റമദാൻ തരണം. നല്ലതാണ്. പക്ഷേ
ഒരു കാര്യം ഉറപ്പാണല്ലോ, ഏതെങ്കിലും ഒരു റമദാൻ നമ്മുടെ അവസാനത്തെ റമദാൻ ആയിരിക്കും. പിന്നെ ഒരു റമദാൻ ഉണ്ടാവാനുള്ളതൊക്കെയും സാധ്യതകൾ മാത്രമാണ്. ഈ ഒരു ഉറപ്പ്, ഈ ഒരു റമദാൻ ചിലപ്പോൾ എന്റെ അവസാനത്തെ റമദാൻ ആയിക്കൂടായികയില്ലല്ലോ എന്ന ഒരു ഉറപ്പിൽ നിന്ന് തന്നെ വേണം നമ്മൾ എപ്പോഴും ചിന്തിക്കാൻ. ആർക്കറിയാം ഇനിയും റമദാനുകൾ ഉണ്ടാവുമെന്ന്, ഇനിയും റമദാനുകൾ കടന്നു വരുമെന്ന് നമുക്ക് എന്താ ബോധ്യം? അതുകൊണ്ട് ഈ റമദാൻ തന്നെ കൈപ്പിടിയിലെത്തുമോ എന്നറിയാതെ പരിങ്ങി നിൽക്കുകയാണ് നമ്മളൊക്കെ എല്ലാവരും. ആർക്കും അറിയില്ല. വമാ തദ്രി നഫ്സും ബിഅയ്യി അർദിൻ തമൂത്ത്, മാ തദ്രി നഫ്സും മാദാ തക്സിബു ഗദാ വമാ തദ്രി നഫ്സും ബിഅയ്യി അർദിൻ തമൂത്ത്. നാളെ എന്താണ് ചെയ്യുക, ഏത് ഭൂമിയിലാണ് മരിക്കുക എന്നറിയാത്ത ആളുകളാണ്, ജീവികളാണ് സകലരും. അതുകൊണ്ട് തന്നെ കം കുന്ത തഅരിഫു മിമ്മൻ സാമ ഫീ സലഫി, കം കുന്ത തഅരിഫു മിമ്മൻ സാമ ഫീ സലഫി മിൻ ബൈനി അഹ്ലിൻ വജീറാനിൻ വഇഖ്വാനി. കം കുന്ത തഅരിഫു, നിനക്കറിയാവുന്ന എത്ര പേരുണ്ടായിരുന്നു, മിമ്മൻ സാമ ഫീ സലഫി, കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നോമ്പ് നോറ്റവർ. മിൻ ബൈനി അഹ്ലിൻ വജീറാനിൻ വഇഖ്വാനി, കൂട്ടുകാരായി, സഹോദരങ്ങളായി, അയൽക്കാരായി കഴിഞ്ഞ വർഷം നോമ്പ് നോറ്റ, നിന്റെ കൂടെ നോമ്പ് നോൽക്കാനുണ്ടായിരുന്നു എത്ര പേരുണ്ടായിരുന്നു? മിൻ ബൈനി അഹ്ലിൻ വജീറാനിൻ വഇഖ്വാനി എന്ന് പറയുമ്പോൾ ഓരോന്നും എൻ്റെ മനസ്സിൽ തറച്ചു കയറുകയാണ്. എന്നോടൊപ്പം കഴിഞ്ഞ വർഷം നോമ്പ് നോറ്റ എൻ്റെ സഹോദരനുണ്ടായിരുന്നു, എൻ്റെ അയൽക്കാരനുണ്ടായിരുന്നു, കുടുംബക്കാരുണ്ടായിരുന്നു. ഇതിൽ ഓരോരുത്തരും കടന്നുപോയവരാ. നിങ്ങൾക്കൊക്കെ ഉണ്ടാവില്ലേ അനുഭവങ്ങൾ, ഒന്നല്ലെങ്കിൽ ഒന്ന്. അഫ്നാഹുമുൽ മൗതു വസ്തബ്ഖാക ബഅദഹുമു ഹയ്യം ഫമാ അഖറബൽ ഖാസി മിനദ്ദാനി. അഫ്നാഹുമുൽ മൗതു, അവരെയൊക്കെ മരണം കൊണ്ടുപോയി. വസ്തബ്ഖാക ബഅദഹുമു, അവർക്കൊക്കെ ശേഷം നിന്നെ ഇവിടെ ബാക്കി വെച്ചു. ഹയ്യൻ, ജീവനുള്ളവനായി. നിന്റെ കൂട്ടുകാര്, നിന്റെ സഹോദരങ്ങൾ, നിന്റെ അയൽക്കാര്, നിന്നോടൊപ്പം നോമ്പ് നോറ്റവരെയൊക്കെ കാലം കൊണ്ടുപോയപ്പോഴും നിന്നെ ജീവനോടെ ഇവിടെ ബാക്കി വെച്ചുവെങ്കിൽ ഫമാ അഖറബൽ ഖാസി മിനദ്ദാനി, അകലെയുള്ളവനോട് അടുത്തുള്ളവൻ വല്ലാതെ അടുത്തിരിക്കുന്നു. അടുപ്പം വളരെ കൂടുതലാണ്. ഈ അകൽച്ചയും അടുപ്പവുമൊക്കെ പോയവനിൽ നിന്ന് നമ്മളൊന്നും വളരെ ദൂരത്തല്ല. അവരെയൊക്കെ വിളിച്ചു കൊണ്ടുപോയവൻ നമ്മുടെയും വിളിച്ചു കൊണ്ടുപോകാൻ ഏതു നിമിഷവും ഇന്ന റബ്ബക ലബിൽ മിർസാദ്, വിളികാത്തിരിക്കുന്ന മലക്കുണ്ട്. അല്ലാഹു നിരീക്ഷണ സ്ഥാനത്തു തന്നെയാണ്. ആ റബ്ബിന്റെ നിർദ്ദേശങ്ങൾ പാലിക്കാൻ തയ്യാറായ മലക്കുകളും റെഡിയാണ്. അതുകൊണ്ട് ഒരുപാട് റമദാൻ വരുമെന്ന സങ്കല്പങ്ങൾക്കൊക്കെ വിരാമമിട്ടുകൊണ്ട് ഒരു റമദാൻ കിട്ടിയാൽ അത് മഹാ സൗഭാഗ്യം. ഇതുപയോഗപ്പെടുത്തണം, ഇതുപയോഗപ്പെടുത്തിയേ പറ്റൂ എന്നൊരു തീർച്ച നമുക്കൊക്കെ ഉണ്ടാവണം. യാദല്ലദീ മാ കഫാഹു ദംബു ഫീ റജബി ഹത്താ അസാ റബ്ബഹു ഫീ ശഹരി ശഅബാനി. റജബിൽ അല്ലാഹുവിന് ദോഷം ചെയ്തിട്ട് മതിയാവാതെ ഹത്താ അസാ റബ്ബഹു ഫീ ശഹരി ശഅബാനി, വീണ്ടും ശഅബാനിലും റബ്ബിനോട് എതിർ പ്രവർത്തിച്ച് നടക്കുന്നവനെ തീർച്ചയായും ഇദാ ലഖദ് അദല്ലക ശഹ്റു സ്വൗമി ബഅദഹുമാ, റജബും ശഅബാനും കഴിഞ്ഞിതാ നിനക്ക് റമദാൻ വന്നു കഴിഞ്ഞു. എന്നാലെങ്കിലും ഫലാ തുസയ്യിർഹു അയ്ളൻ ശഹ്റ ഇസ്യാനി, അതും കൂടി ഒരു ദോഷത്തിന്റെ മാസമാക്കരുത് എന്ന് നമ്മേക്കാൾ നമ്മെ സ്നേഹിക്കുന്നവർ നമ്മളോട് വിളിച്ചു പറയുകയാണ്. നമ്മേക്കാൾ നമ്മെ സ്നേഹിക്കുന്നവരാ മുഅ്മിനീങ്ങൾ എല്ലാവരും. ഓരോരുത്തരും മുഅ്മിനീങ്ങളുടെ ബന്ധതാണ്. അന്നബിയു ഔലാ ബിൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങൾ അൽ മുഅ്മിനൂന ബഅദുഹും ഔലിയാഉ ബഅദ്. എന്താണ് മുഅ്മിനീങ്ങളുടെ ഈ ബന്ധം? തന്നെ പോലെ തന്റെ സഹോദരനായ മുഅ്മിനും രക്ഷപ്പെടണമെന്ന മോഹം. എപ്പോഴാണ് തുടങ്ങുക? ഞങ്ങളിവിടെ ഒരു ക്യാമ്പിലാണ്, അന്നൂറിൽ മെഡിക്കൽ സെൻ്ററിലെ. നിങ്ങൾ ഫ്രീ അല്ലല്ലോ? പണി ലാസ്റ്റ് ഇങ്ങോട്ട് അങ്ങോട്ട് വരുന്ന അല്ല, തങ്ങൾ പിന്നെ അങ്ങോട്ട് പോവുകയാണെങ്കിൽ ഇവിടെ നിന്ന് കയറി ഇറങ്ങണോ? നമ്മുടെ കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു വേണ്ട ഒന്നിച്ചോട് പോവുകയും ചെയ്യുന്നു. ആ ഇവിടുന്നാട് പോയാൽ മതിയല്ലോ. അതൊന്ന് പറ്റുകയാണെങ്കിൽ സ്വന്തം കുട്ടിക്ക് സന്തോഷമാണ്. ആയിക്കോട്ടെ ആയിക്കോട്ടെ. അല്ല കെ പി ആണ് നോക്കാൻ തോന്നുന്നു. ഇങ്ങോട്ട് കൊണ്ടുവന്നു, കെ പി കൊണ്ടുവന്നു നോക്കാൻ തോന്നുന്നു. ഇൻഷാ അല്ലാഹ്.
അതുകൊണ്ട് ഷഹറും ഷഅബാനും റജബും ഷഅബാനും ഒക്കെ കഴിഞ്ഞ് വീണ്ടും റമദാൻ നമുക്ക് വരുമ്പോൾ നമുക്കറിയാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആത്മാർത്ഥമായ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് ആത്മാർത്ഥമല്ലാത്തൊരു പ്രാർത്ഥനയില്ല. സിഫത്തുകൾ ചിലപ്പോൾ കാശിഫയാകും, അതുകൊണ്ട് ബാക്കിയുള്ളത് ആത്മാർത്ഥമല്ല എന്നല്ല, എല്ലാം ആത്മാർത്ഥമായ പ്രാർത്ഥനകളാണ്. കൂട്ടത്തിൽ അല്ലാഹു മുബാരിക് ലനാ ഫി റജബിൻ വ ശഅബാൻ വബല്ലിഗ്നാ റമദാൻ. ഒരു സന്തോഷാണല്ലോ അത് കാണിക്കുന്നത്. കാത്തിരിക്കുന്ന, ഒരുപാട് വർഷം നാട്ടിലേക്ക് വരാതെ ഒരു മകനെ ഉമ്മ കാത്തിരിക്കുന്നത് പോലെ വരുന്ന വിവരം കിട്ടുമ്പോൾ എത്ര താല്പര്യത്തോടെയാണ് മാസങ്ങൾ മുമ്പേ ആ കാത്തിരിപ്പ് തുടങ്ങുക. ഒരു 2 ദിവസമാകുമ്പോ നാളെ വരും, മറ്റന്നാൾ വരും. അതൊരു സന്തോഷത്തിന്റെ കാത്തിരിപ്പാണ്. ഈ വിശുദ്ധമായ മാസത്തിന് വേണ്ടി കാത്തിരുന്നത് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാ. പടച്ചവനെ റമദാനിലും റജബിലും ശഅബാനിലും ഒക്കെ ബറക്കത്ത് ചെയ്ത് റമദാനിലേക്ക് നീ എത്തിക്കണമെന്നുള്ള ഒരു പ്രാർത്ഥന. ദുനിയാവിൽ ഒരുപാട് ജീവിക്കാനുള്ള മോഹമൊന്നുമല്ലത്. റമദാന് കിട്ടണം, അത് നഷ്ടപ്പെടരുത് എന്നൊരാഗ്രഹം നമുക്ക് ഈ റജബും ശഅബാനും കഴിഞ്ഞു പോവുകയാണ്. ഈ റമദാൻ മാസം നമ്മൾ ഉപയോഗപ്പെടുത്തണം. വത്ലുൽ ഖുർആൻ ഈ റമദാൻ മാസത്തിൽ പാരായണം ചെയ്യണം. വസബ്ബിഹ് ഫീഹി മുജ്തഹിദ, ഈ വിശുദ്ധമായ റമദാൻ മാസത്തിൽ തസ്ബീഹുകളായി, തിലാവത്തുകളായി, പാരായണങ്ങളായി, ദിക്റിന്റെ ശ്രുതി മന്ത്രണങ്ങളായി ഈ മാസങ്ങൾ കടന്നു പോകാൻ സാധിക്കണം. അള്ളാഹുവിന്റെ ഖുർആൻ കൊണ്ട് കഷ്ടപ്പെട്ടും അധ്വാനിച്ചും ഈ മാസം കഴിക്കാൻ നമുക്ക് സാധിക്കണം. ഫഇന്നഹു ശഹ്റു തസ്ബീഹിൻ വ ഖുർആനി, റമദാൻ എന്നത് തസ്ബീഹിന്റെയും ഖുർആനിന്റെയും മാസമാണ്, ദിക്റിന്റെയും തിലാവത്തിന്റെയും മാസമാണ്. ഫഹ്മിൽ അലാ ജസദിൻ തർജു നജാത ലഹു ഫസൗഫ തുദ്റമു അജ്സാദും ബിനിറാനി. ഏതൊരു ശരീരത്തിന് വേണ്ടിയാണോ നീ അധ്വാനിക്കുന്നത്, ഏതൊരു ശരീരത്തിന്റെ മോചനമാണോ നിന്റെ മനസ്സിൽ ഏറ്റവും വലിയ ആഗ്രഹമായി നിൽക്കുന്നത്, നമ്മുടെയൊക്കെ ശരീരത്തിന്റെ മോചനത്തിന് വേണ്ടി അതിനൊരു പോറൽ വരാതിരിക്കാൻ, അതിനു തന്നെയല്ലേ കാര്യമായ എല്ലാ ശ്രമവും. ചെയ്യുന്ന എല്ലാ ജോലികളുടെയും അന്തിമമായ കണക്കെടുപ്പിൽ നമുക്ക് ബോധ്യപ്പെടുന്ന ഒരു യാഥാർത്ഥ്യം, ശരീരത്തിന്റെ സുഖങ്ങൾക്ക് വേണ്ടി അതിനൊരു പോറൽ വരരുത്. ഒരു വൈറസ് കയറിയാൽ, എന്തെങ്കിലും ഒരു ഇൻഫെക്ഷൻ ഉണ്ടായാൽ ഉടനെ ഓടുകയാണ്, അതെങ്ങനെങ്കിലും ഒഴിവായി കിട്ടണം. ശരീരത്തിനൊരു അപകടമുണ്ടാവരുത്. എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു പോറൽ വന്നാൽ ഉടനെ അത് പരിഹരിക്കാനുള്ള നെട്ടോട്ടമാണ്. നമ്മുടെ ശരീരം തന്നെയല്ലേ എപ്പോഴും നമ്മുടെ ഏറ്റവും മുഖ്യമായ വിഷയം. അതിന് പരിക്ക് പറ്റാതെ, അതിന് കുഴപ്പം വരാതെ, അതിൻ്റെ കാന്തിക്ക് പോലും മങ്ങലേൽക്കാതെ സംരക്ഷിക്കാനുള്ള നെട്ടോട്ടം. എന്നാൽ ആ ഒരു ശരീരത്തെ, ഏതൊരു ശരീരത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി നീ അധ്വാനിക്കുന്നുവോ, നീ ഓർക്കണം ഫസൗഫ തുദ്റമു അജ്സാദും ബിനിറാനി, കുറെ ശരീരങ്ങൾ തന്നെയാണ് തീയിലിട്ട് അഗ്നിക്കിരയാക്കപ്പെടുക, ആളിക്കത്തിക്കപ്പെടുക. കല്ലാ ഇന്നഹാ ലദാ നസ്സാഅതൻ ലിശ്ശവാ തദ്ഉ മൻ അദ്ബറ വതവല്ല വജമഅ ഫഅവ. പിന്തിരിഞ്ഞോടിയത് കൊണ്ട് കാര്യമില്ല. ഇവിടുന്ന് നമുക്ക് വൈറസുകളിൽ നിന്നോടാം, ഇവിടുന്ന് നമുക്ക് കൊതുകുകളിൽ നിന്ന് ഓടി മാറാം, അപകട സാധ്യതകളിൽ നിന്ന് മാറി നിൽക്കാം. പക്ഷേ ഇവിടെ തദ്ഉ മൻ അദ്ബറ വതവല്ല, പിന്തിരിഞ്ഞു പോകുന്നവനെ ഇങ്ങോട്ട് വിളിക്കുന്ന ഒരു നരകമുണ്ട്. രക്ഷപ്പെടാനാവില്ല. ദുനിയാവിൽ പിന്തിരിപ്പനായി ജീവിച്ചവൻ ആഖിറത്തിൽ നരകത്തിൽ നിന്ന് പിന്തിരിഞ്ഞു നിൽക്കാനാവില്ല. കാരണം അവിടെ കാര്യങ്ങൾ നമ്മുടെ കയ്യിലല്ല. യുഖദു ബിന്നവാസി വൽ അഖ്ദാം, കാൽപാദങ്ങളും മൂർധാവും കൂട്ടിപ്പിടിച്ചിട്ട് നരകത്തിലേക്ക് എറിയപ്പെടുന്ന ആ ഒരു ഭീകര നിമിഷങ്ങൾ ഉണ്ടെന്നോർക്കണം. അതുകൊണ്ട് തന്നെ നേരത്തെ പറഞ്ഞതുപോലെ ജീവിതത്തിന് മോഹങ്ങളുമായി നടക്കുന്ന എത്രയോ ആളുകൾ, കവിതകൾ വീണ്ടും തുടർന്നു പോവുകയാണ്. എത്രയെത്ര, ചിലപ്പോൾ ജീവിതത്തിന്റെ മോഹങ്ങളുമായി നടക്കുമ്പോൾ ഓർക്കണം, എത്രയെത്ര കുഞ്ഞുങ്ങളെയാണ് നീ തന്നെ മറവ് ചെയ്തത് എന്ന്. ആർക്കാണ് ഇവിടെ ഒരു ഗ്യാരണ്ടി ഉള്ളത്? നമ്മുടെ ഈ കൈകൾ കൊണ്ട് എത്രയെത്ര കുഞ്ഞുങ്ങളുടെ ഖബറുകളിലേക്ക് മിൻഹാ ഖലഖനാക്കുമെന്ന് പറഞ്ഞ് നമ്മൾ അവസാനത്തെ മണ്ണെറിഞ്ഞിട്ടുണ്ട്. എവിടെ വെച്ചാണ് ഈ ബന്ധം അറ്റുപോവുക, ഈ ജീവിതത്തിന്റെ ചരട് എവിടെയാണ് മുറിയുക എന്നാർക്കും നിശ്ചയിക്കാനാവില്ല.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിരന്തരമായി നമ്മളോട് പറഞ്ഞു, അക്സിറൂ ദിക്റ ഹാസിമിൽ ലദ്ദാത്ത്, എല്ലാ രസങ്ങളെയും വിച്ഛേദിച്ചു കളയുന്ന അൽ മൗത്ത്, മരണത്തെ നിങ്ങൾ ധാരാളമായി ഓർക്കുക. ഈ മരണസ്മരണ തന്നെയാണ് ജീവിതത്തിന്റെ മോക്ഷമായി നിലനിൽക്കുന്ന ഒരേ ഒരു സംഗതി. ഈ ഒരു ഓർമ്മയില്ലാതെ കടന്നുപോയാൽ ജീവിതം തകരുകയാണ്, ജീവിതത്തിന്റെ സുഖങ്ങൾ നഷ്ടപ്പെടുകയാണ്. മരണത്തിന്റെ സ്മരണ കൊണ്ട് ജീവിതത്തിന്റെ സാന്ത്വനവും സുഖവും നഷ്ടപ്പെടുകയല്ല, ജീവിതത്തിന് ശാന്തിയും ലക്ഷ്യബോധവും ഉണ്ടാവുകയാണ്. മറിച്ച് മരണം മറന്നുപോയ ഒരാൾക്ക് ഒരുപാട് പ്രതീക്ഷകളോടെ കടന്നുപോയി എവിടെയെങ്കിലും ഇടിച്ചു നിൽക്കുമ്പോൾ എല്ലാം തകരുകയാണ്, എല്ലാ പ്രതീക്ഷകളും അവസാനിക്കുകയാണ്. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് മരണത്തെ ഓർത്തുകൊണ്ടേയിരിക്കണം. നാം എപ്പോഴും ഓർത്തുകൊണ്ടേയിരിക്കണം ഓരോ അമലിലും, പടച്ചവരെ ഇനി ഈ അമൽ എനിക്ക് അവസരമുണ്ടായില്ലെങ്കിലോ, അതുകൊണ്ട് ഈ അമൽ ഞാൻ കൃത്യമായി ചെയ്യണമെന്ന് ഓരോ സമയത്തും നമ്മൾ ബോധ്യമുള്ളവരായിരിക്കണം. പെരുന്നാളിന്റെ വസ്ത്രങ്ങൾ മുറിക്കാനും അത് വാരകളായി മുറിച്ചു വാങ്ങാനും താല്പര്യമെടുത്ത് എത്ര ആളുകളാണ് മുറിച്ചെടുത്ത പെരുന്നാൾ വസ്ത്രങ്ങൾ കഫൻ പുടവകളായി മാറിപ്പോയവർ. പെരുന്നാൾ ആഘോഷിക്കാൻ വാങ്ങിയ വസ്ത്രങ്ങൾ കഫൻ പുടകളായി മാറിപ്പോകുന്നവർ എത്രയെങ്കിലുമുണ്ട്. അതുകൊണ്ട് ഓരോ റമദാനും കടന്നു വരുമ്പോൾ ഇനിയും വരാനിരിക്കുന്ന ഒരുപാട് റമദാനിന്റെ ശ്രേണിയിലെ ഒന്ന് എന്നല്ല നമ്മൾ കാണേണ്ടത്, ഇതിന്റെ അവസാനത്തെ റമദാൻ ആയിരിക്കുമോ എന്ന ബോധത്തോടെ തന്നെ അതിലെ ഒരു നിമിഷവും നഷ്ടപ്പെടുത്താതിരിക്കുക. ഒരു മാസം റബ്ബിന് വേണ്ടി സമർപ്പിച്ചാൽ ബാക്കി മാസങ്ങൾ അല്ലാഹു തആല നമുക്ക് വേണ്ടി ആക്കിത്തരും. എന്താണ് നമുക്ക് വേണ്ടി ആക്കിത്തരുക എന്ന് പറഞ്ഞാൽ, അള്ളാഹുവിന്റെ തൗഫീഖ് ഉണ്ടാവുക, നല്ലവനായിരിക്കാൻ. നമുക്ക് വേണ്ടി ആവണമെങ്കിൽ നന്മകളിൽ ചെലവഴിക്കാൻ സാധിക്കണം. നന്മകൾക്ക് ഒരു മുഖമേയുള്ളൂ. ومنهم من يقول ربنا آتنا في الدنيا وما له في الآخرة من خلاق فمن الناس من يقول ربنا آتنا في الدنيا وما له في الآخرة من خلاق ومنهم من يقول ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار أولئك لهم نصيب مما كسبوا والله سريع الحساب. ഹജ്ജിന്റെ അമാലുകൾ വിവരിച്ച് അല്ലാഹു തആല അതിനിടയിൽ പറയുന്നത് ഫമിനന്നാസ്, ജനങ്ങളിലുണ്ട് ചില ആളുകൾ യഖൂലു പറയുന്നവർ, റബ്ബനാ ആതിനാ ഫിദ്ദുന്യാ, പടച്ചവനെ ഞങ്ങൾക്ക് ഭൗതിക നേട്ടങ്ങൾ വേണമെന്ന്, ഞങ്ങൾക്ക് ദുനിയാവിൽ തരണമെന്ന്. വമാ ലഹു ഫിൽ ആഖിറതി മിൻ ഖലാഖ്, ആഖിറത്തിൽ അവർക്ക് ഒരു പങ്കും കിട്ടാനുണ്ടാവില്ല. കാരണം അവരുടെ ചോദ്യം ഇത്രയേ ഉള്ളൂ, അവരുടെ ലക്ഷ്യം ഇത്രയേ ഉള്ളൂ, റബ്ബനാ ആതിനാ ഫിദ്ദുന്യാ. സൂറത്തുൻ നജ്മിൽ അല്ലാഹു തആല പറഞ്ഞില്ലേ, ذلك مبلغهم من العلم فأعرض عمن تولى عن ذكرنا ولم يرد إلا الحياة الدنيا ذلك مبلغهم من العلم ولم يرد إلا الحياة الدنيا. ഭൗതിക ജീവിതമല്ലാതെ, ദുനിയാവിലെ ജീവിതമല്ലാത്ത മറ്റൊരു ഉദ്ദേശവുമില്ല, മറ്റൊരു ലക്ഷ്യവുമില്ല. ജീവിതത്തിന്റെ ലക്ഷ്യം മുഴുവൻ ഭൗതിക സുഖങ്ങൾ, ദുനിയാവിന്റെ സൗകര്യങ്ങൾ. ഇതിലപ്പുറം ഒരു ചിന്തയില്ലാത്തവൻ, അവരെ പറ്റി അല്ലാഹു തആല പറഞ്ഞത് ദാലിക മബ്ലഗുഹും മിനൽ ഇൽം, ഈ ഭൗതിക ജീവിതം എന്നത് മാത്രമാണ് അവരുടെ എല്ലാ അറിവിന്റെയും അങ്ങേയറ്റം. അവരുടെ അറിവുകൾ ചെന്നെത്തി നിൽക്കുന്നത് അവിടെയാണ്. എത്ര പഠിച്ചാലും, എത്ര ഡിഗ്രി വാങ്ങിച്ചാലും, ഏതൊക്കെ ലബോറട്ടറികളിൽ എന്തെല്ലാം തീസിസുകൾ, ഏതൊക്കെ ലബോറട്ടറികളിൽ എന്തെല്ലാം പരീക്ഷണങ്ങൾ നടത്തിയാലും, ഏതൊക്കെ യൂണിവേഴ്സിറ്റികളിൽ ഏതൊക്കെ തീസിസുകൾ സമർപ്പിച്ചാലും, അവസാനം ചെന്നു നിൽക്കുന്നത് ഇതിന്റെയൊക്കെ അന്ത്യം ദുന്യവിയായ ജീവിതത്തിന്റെ സൗഖ്യങ്ങൾ മാത്രമാണ്. ഈ ഭൗതിക ജീവിതത്തിന്റെ സങ്കീർണതകളെ പരിഹരിക്കാൻ ഇതിന്റെ അനലൈസുകളുമായി ഇതിനെ വ്യവച്ഛേദിക്കാനുള്ള വഴികൾ തേടി ഇങ്ങനെ ജീവിതത്തിന്റെ, ഭൗതിക ജീവിതത്തിന്റെ ഒരു ലക്ഷ്യം, അവർക്ക് ആഖിറത്തിൽ ഒന്നും കിട്ടാനുണ്ടാവില്ല. അവിടെ അല്ലാഹു തആല വളരെ കൃത്യമായി പറഞ്ഞു, റബ്ബനാ ആതിനാ ഫിദ്ദുന്യ, അത് കട്ട് ചെയ്തോടെ, വമാ ലഹു ഫിൽ ആഖിറതി മിൻ ഖലാഖ്. ഇനി അടുത്ത ആയത്തിൽ വമിൻഹും മൻ യഖൂൽ, പക്ഷേ ജനങ്ങളുടെ ചില ആളുകളുണ്ട്, അവർ പറയും റബ്ബനാ ആതിനാ ഫിദ്ദുന്യ ഹസന വഫിൽ ആഖിറതി ഹസന, പടച്ചവനെ ഞങ്ങൾക്ക് ദുനിയാവിൽ ഹസനത്ത് വേണം, ആഖിറത്തിൽ ഹസനത്ത് വേണം, വഖിനാ അദാബന്നാർ, നരകശിക്ഷയിൽ നിന്ന് ഞങ്ങളെ കാക്കണമെന്ന്. ഉലൈക ലഹും നസീബും മിമ്മാ കസബു, അവർക്കാണ് ആഖിറത്തിൽ അല്ലാഹു തആല ഓഹരി കൊടുക്കുന്നത്.
ഇവിടെ എന്തേ രണ്ടാമത്തെ ആളുകൾ പ്രാർത്ഥിച്ചെടുത്ത റബ്ബന ആതിനാ ഫിദ്ദുന്യ ഹസന എന്ന് പറഞ്ഞിട്ടാണ് ആ ഭാഗം അവസാനിക്കുന്നത്. അതിനോട് ചേർത്താണ് വഫിൽ ആഖിറത്തി ഹസന. ആദ്യത്തെ ആളുകളുടെ പ്രാർത്ഥനത്തിന് റബ്ബന ആതിനാ ഫിദ്ദുന്യ എന്ന് പറഞ്ഞെടുത്ത് നിർത്തി, അവിടെ ഹസനത്തില്ല. എന്താണ് പറഞ്ഞു വന്നതിന്റെ താല്പര്യം? ദുനിയാവിലെ ഹസനത്ത് എന്ന് പറഞ്ഞാൽ ദുനിയാവിലെ സൗകര്യങ്ങളല്ല. അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ കൂട്ടരുടെ പ്രാർത്ഥനയിലും അതുണ്ടാകണമായിരുന്നു. റബ്ബന ആതിനാ ഫിദ്ദുന്യ ഹസന എന്നവർ ചോദിച്ചിട്ടില്ല, റബ്ബന ആതിനാ ഫിദ്ദുന്യ എന്ന് മാത്രമാണ് പറഞ്ഞു വന്നത്. ദുനിയാവിലെ ഹസനത്തുകളല്ല ഇവിടുത്തെ സൗകര്യങ്ങൾ. ദുനിയാവിലെ ഹസനത്ത് ആഖിറത്തിന് ഉപകാരപ്പെടുന്നത് മാത്രമേ ആവൂ. ആഖിറത്തിന് ഉപകാരപ്പെടുന്ന സൗകര്യങ്ങളും സൗന്ദര്യങ്ങളുമാണ് ഹസനത്താവുന്നുള്ളൂ. മറ്റേതൊക്കെ പരീക്ഷണങ്ങളാണ്, അള്ളാഹുവിന്റെ പരീക്ഷണങ്ങളാണ്. അള്ളാഹു തആല ഒരാൾക്ക് ദുനിയാവ് കൊടുത്തു എന്നത് ഹസനത്തായി മാറുന്നില്ല, അത് പരീക്ഷണമാവാം. അള്ളാഹു തആല പറഞ്ഞല്ലോ, കാഫിരീങ്ങളായ ആളുകൾക്ക് അള്ളാഹു തആല ഒരുപാട് സമയം കൊടുക്കുന്നു, സൗകര്യങ്ങൾ കൊടുക്കുന്നു എന്നത് അവർ വിചാരിക്കേണ്ട. അള്ളാഹു തആല അവർക്ക് സൗകര്യങ്ങൾ വർദ്ധിപ്പിച്ചു കൊടുക്കുകയാണ്. അന്നമാ നുംലി ലഹും ഖൈറൻ ലിഅൻഫുസിഹിം വലാ യഹ്സബന്ന അല്ലദീന കഫറു. കാഫിരീങ്ങൾ വിചാരിച്ചു പോവണ്ട അവർക്ക് നാം സൗകര്യങ്ങളും സമയങ്ങളും കൊടുക്കുന്നത് ഖൈറാണ്. ഇവിടെ കുറെ സൗകര്യങ്ങളുണ്ടായി, ഇവിടെ കുറെ സൗന്ദര്യങ്ങളുണ്ടായി. ജീവിതത്തിന്റെ സൗകര്യങ്ങളും സൗന്ദര്യങ്ങളും വർദ്ധിച്ചാൽ അതൊക്കെയും ഖൈറാണെന്ന് ആരും തെറ്റിദ്ധരിക്കരുത്. ഖൈറാവണമെങ്കിൽ ആഖിറത്തിന് ഉപകാരപ്പെടുന്നതാവണം. ആഖിറത്തിന് ഉപകാരപ്പെടുന്ന ദുനിയാവെ ഹസനത്താവുകയും. അതുകൊണ്ട് മരണത്തെ മറന്നുള്ള പോക്കിൽ നമുക്ക് കിട്ടുന്നതൊന്നും ഹസനത്താവില്ല. മരണത്തെ ഓർത്തുകൊണ്ട് കിട്ടുന്നതേ ഹസനത്താവുള്ളൂ. മരണത്തെ ഓർക്കുക. ഒരു റമദാൻ നമുക്ക് അല്ലാഹു തആല കനിഞ്ഞേകുന്ന ഒരു അവസരമാണ്. അവസരങ്ങൾക്ക് പുറകെ അവസരം. ഒരു ജുമുഅ അടുത്ത ജുമുഅ വരെ, ഒരു ഉംറ അടുത്ത ഉംറ വരെ, ഒരു റമദാൻ അടുത്ത റമദാൻ വരെ. എന്താണ് കഫാറത്തുകളായി അല്ലാഹു തആല ഇങ്ങനെ തരികയാണ്. ഓരോ അവസരങ്ങളിലും റബ്ബ് നമുക്ക് തന്നുകൊണ്ടേയിരിക്കുകയാണ്. അള്ളാഹുവിന്റെ വിശാലമായ റഹ്മത്ത്. അള്ളാഹുവിന്റെ റഹ്മത്തിനെ പറ്റി അള്ളാഹു തന്നെ ധാരാളം നമ്മളോട് പറഞ്ഞു. വസിഅത്ത് റഹ്മത്തുഹു കുല്ല ശൈ. സകല വസ്തുക്കൾക്കും വിശാലമാണ് അള്ളാഹുവിന്റെ റഹ്മത്ത്. അതുകൊണ്ട് മഹാന്മാർ ചോദിച്ചു, പടച്ചവനെ നീ എനിക്ക് റഹ്മത്ത് ചെയ്യണം, കാരണം നീ പറഞ്ഞില്ലേ വസിഅത്ത് റഹ്മത്തുക കുല്ല ശൈ, നിന്റെ റഹ്മത്ത് എല്ലാ വസ്തുവിനും വിശാലമാണെന്ന്. വാന ചെയ്യും, ഞാനും ഒരു ശൈയാണല്ലോ, എനിക്കും നിന്റെ റഹ്മത്ത് വിശാലമാവാതിരിക്കില്ലല്ലോ. സബഖത്ത് റഹ്മത്തുക ഗളബക്, പടച്ചവനെ നിന്റെ റഹ്മത്ത് നിന്റെ ഗളബിനേക്കാൾ മുൻകടന്നിട്ടുണ്ടെന്ന് നീ പറഞ്ഞുവല്ലോ. അതുകൊണ്ട് ഞാൻ എന്ത് തെറ്റ് ചെയ്താലും, എന്ത് കോപിക്കപ്പെടാൻ ദേഷ്യപ്പെടപ്പെടാൻ അർഹനാണെങ്കിലും അതിൻ്റെയൊക്കെ മുകളിൽ നിന്റെ റഹ്മത്ത് തന്നെയാണ്. പടച്ചവനെ അല്ലാഹുമ്മ റഹ്മത്തുക ഔസഉ മിൻ ദുനൂബിന, ഞങ്ങൾ എത്ര ദോഷം ചെയ്താലും അതിനെയൊക്കെയും വിശാലമാണല്ലോ നിന്റെ റഹ്മത്ത്. ഇങ്ങനെയൊക്കെ പ്രാർത്ഥിക്കാൻ നമുക്ക് അവസരമുണ്ടായത് അല്ലാഹു തആല അത്രയും റഹ്മത്തുള്ളവനായിട്ടാണ്. അല്ലാഹുവിന്റെ റഹ്മത്ത് 99 ബാക്കി വെച്ച് ഒന്ന് മാത്രമാണ് ഭൂമിയിലേക്ക് ഇറക്കിയത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. 99 മുഅ്മിനീങ്ങൾക്ക് ആഖിറത്തിൽ ചെയ്യാൻ ബാക്കി വെച്ചുകൊണ്ട് ഒന്ന് മാത്രം ഭൂമിയിൽ ഇറക്കിയ ആ ഒരു റഹ്മത്ത് കൊണ്ടാണ് ഒരു ഹിംസ്ര ജന്തു പോലും, ഒരു മൃഗം പോലും അതിന്റെ കുഞ്ഞ് അതിന്റെ കാലിന്റെ കുളമ്പിന്റെ അടിയിൽ പെടാതെ കാത്തു നോക്കുന്നത്. ഒരു എത്ര ഹിംസ്ര ജന്തുവാണെങ്കിലും അതിന്റെ കുഞ്ഞിനെ അതിന്റെ തള്ള ആക്രമിക്കാറില്ല. അതിന്റെ കാലിന്റെ കുളമ്പ് അതിന്റെ മേൽ പറ്റിയിട്ട് എന്തെങ്കിലും ഒരു പ്രയാസം ഉണ്ടാവുന്നതിനെ തൊട്ടത് സൂക്ഷിക്കും. ആ ഒരു കാരുണ്യം പോലും ഏതൊരു ജീവിയും സഹജീവികളോട് കാണിക്കുന്ന കാരുണ്യം. ഇതൊക്കെയും അല്ലാഹു തആല ഭൂമിയിലേക്ക് ഇറക്കിയ കേവലം 1%, 99 ബാക്കി വെച്ച് 1% മാത്രം ഭൂമിയിലേക്ക് ഇറക്കിയത്. അതിൽ നിന്ന് ഓഹരി ചെയ്തുകൊണ്ടാണ് ഈ റഹ്മത്തൊക്കെ കടന്നു പോകുന്നത്. എന്ന് പറഞ്ഞാൽ എത്രമാത്രം റഹ്മത്താണ് ആഖിറത്തിൽ അല്ലാഹു തആല നൽകുന്നത്. അതുകൊണ്ട് തന്നെ ഹദീസുകളിൽ പറഞ്ഞു, ആഖിറത്തിൽ അല്ലാഹു തആല റഹ്മത്ത് ചെയ്യുമ്പോൾ അവസാനം ഇബ്ലീസ് പോലും ലയതതാവൽ, അവൻ താല്പര്യത്തോടെ തല ഉയർത്തി നോക്കും, ഞാനും കൂടി നീ പെട്ടുകിട്ടുമെന്ന്. ഇബ്ലീസിന് പോലും പ്രതീക്ഷയാകുമാർ അല്ലാഹു റഹ്മത്താട് ചെയ്യുന്നെ. കണക്കില്ലാത്ത റഹ്മത്ത്, ഒരു വ്യാമോഹമായി ഇബ്ലീസ് പോലും ഒരിക്കലും അല്ലാഹുവിന്റെ റഹ്മത്തില്ലാത്ത റഹ്മത്തിനെ തൊട്ട് ഫഇന്നക റജീം, എന്നേക്കുമായി എന്റെ റഹ്മത്തിൽ നിന്ന് അകറ്റപ്പെട്ടവനാണ് നീ എന്ന് പറഞ്ഞ് അല്ലാഹു തആല ശപിച്ചാട്ടി ഇബ്ലീസിന് പോലും ആഖിറത്തിൽ അല്ലാഹു ചെയ്യുന്ന റഹ്മത്തിന്റെ വിശാലത കാണുമ്പോൾ എനിക്ക് കിട്ടുമോ എന്നൊരു വ്യാമോഹം വന്നു പോകും. അതിനു മാത്രം അല്ലാഹു തആല ആഖിറത്തിൽ റഹ്മത്ത് ചെയ്യും. അല്ലാഹുവിന്റെ റഹ്മത്ത് വിശാലമാണ്. അല്ലാഹു തആല പറഞ്ഞു, യാ അയ്യുഹല്ലദീന യാ ഇബാദിയല്ലദീന ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം
ലാ തഖ്നതു മിർ റഹ്മത്തില്ലാ. എത്ര ദോഷം ചെയ്തവരാണെങ്കിലും എൻ്റെ അടിയങ്ങളെ, അവരോട് നബിയെ തങ്ങൾ പറയണം, അല്ലാഹു തആല പറയാണ്, തങ്ങൾ അവരെ വിളിച്ചു പറയണം. സ്നേഹപൂർവ്വം അല്ലാഹുവിന്റെ ഒരു നിർദ്ദേശം ഹബീബായ റസൂലിനോട്. ആരാ ഹബീബായ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം? അർ-റഹ്മത്തുൽ മുഹ്ദാത്ത്, മനുഷ്യവർഗത്തിന് മുഴുവനും അല്ലാഹു തആല നൽകിയ കാരുണ്യത്തിന്റെ വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. ആ റഹ്മത്തുൽ ലിൽ ആലമീനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് റബ്ബ് പറയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉമ്മത്തിന്റെ കാര്യം ഇങ്ങനെ ചോദിച്ച് അവസാനം അള്ളാഹ് പറഞ്ഞു, എന്നാ ഉമ്മത്തിനെ നിങ്ങൾക്ക് തന്നെ ഞാനായിട്ട് ഏൽപ്പിച്ചു തരാം. ആഖിറത്തിൽ എൻ്റെ ഉമ്മത്ത് എന്നുള്ള ഒരൊറ്റ ചിന്തയായപ്പോൾ അള്ളാഹ് പറഞ്ഞു, എന്നായിക്കോട്ടെ നിങ്ങളുടെ ഉമ്മത്തിന്റെ കാര്യം ഞങ്ങൾക്ക് ഏൽപ്പിക്കാം. അപ്പോഴും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, പടച്ചവൻ എന്നെക്കാൾ റഹ്മത്ത് അനക്ക് തന്നെയാണല്ലോ, ഇയ്യെന്നെ നോക്ക്. അതൊരു കൗതുകത്തിന്റെയോ ഭംഗി വാക്കോ അല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കറിയാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉമ്മത്തിനെ കൊണ്ട് ഏറ്റവും കാരുണ്യമുള്ളവനാ. പക്ഷേ അതിനേക്കാളും റഹ്മത്ത് അല്ലാഹുവിന് തന്നെയാണ്. അതുകൊണ്ട് ഞാൻ നോക്കുന്നതല്ല, നീ തന്നെ നോക്കലാണ് അവർക്ക് രക്ഷ. അങ്ങനെയുള്ള ആ റഹ്മത്തിന്റെ കേദാരമായ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത്, റഹ്മത്തിന്റെ കടലായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയാണ്, ഖുൽ നബിയെ തങ്ങൾ പറയണം, യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം, സ്വന്തം ശരീരങ്ങളുടെ മേൽ ഒരുപാട് തെറ്റ് ചെയ്ത് കൂട്ടിയ എൻ്റെ അടിമകളെ, ആ അടിമകളെ വിളിച്ച് നബി തങ്ങൾ പറയണം, ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ്, അല്ലാഹുവിന്റെ റഹ്മത്തിൽ നിന്ന് നിങ്ങൾ ആശ മുറിഞ്ഞു പോവരുത്. പടച്ചവന്റെ കാരുണ്യത്തെ പറ്റി നിങ്ങൾക്ക് പ്രതീക്ഷ നഷ്ടപ്പെടരുത്. ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ, തീർച്ചയായും അല്ലാഹു തആല ദോഷങ്ങൾ മുഴുക്കെ പൊറുക്കും. എന്താ ഇതിനേക്കാൾ ഇനി വേണ്ടത്? ഇങ്ങനെയുള്ള റബ്ബ്, എന്തും തരാൻ തയ്യാറുള്ള ഒരു റബ്ബ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ ഒരു വളരെ വയസ്സായ ഒരു മനുഷ്യൻ വടിയൊക്കെ കുത്തിപ്പിടിച്ച് നിൽക്കാൻ കഴിയില്ല, വടിമ്മൽ ചാരി നിൽക്കുകയാണ്. എന്നിട്ട് അയാൾ വന്നിട്ട് പറഞ്ഞില്ലേ, ഒരു ഗോത്രത്തിന്റെ തലവൻ, നേതാവ് വയസ്സൻ, എല്ലാ ദോഷം ചെയ്തു, ചെറുതും വലുതുമായി ചെയ്യാൻ ഒരു ദോഷം ബാക്കിയില്ല, സകല ദോഷം ചെയ്തിട്ടുണ്ട്, ഒരു നന്മയോട്ട് ചെയ്തിട്ടില്ല. ആ വയസ്സൻ അല്ലാഹ് പൊറുക്കുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഖുൽ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഅശ്ഹദു അന്ന മുഹമ്മദൻ റസൂൽ. ഈ വിശുദ്ധമായ മതത്തിലേക്ക് കടന്നു വരിക, ഷഹാദത്ത് കലിമ ചൊല്ലുക. അദ്ദേഹം പറഞ്ഞു, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, കഴിഞ്ഞ ദോഷങ്ങളൊക്കെ പൊറുക്കുക മാത്രമല്ല, കഴിഞ്ഞ് ചെയ്തു പോയ ദോഷങ്ങളൊക്കെ നന്മകളാക്കി അല്ലാഹ് പരിവർത്തിപ്പിച്ചു തന്നിരിക്കുന്നു. അയാൾ പറഞ്ഞു, പടച്ചോൻ എന്റെ ദോഷങ്ങളൊക്കെ നന്മകളും ആക്കോ, ഞാൻ ചെയ്തു കൂട്ടിയ തെറ്റൊക്കെ നന്മകളും ആക്കോ? അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതെ, അത്ഭുതപ്പെടാനില്ല. ആത്മാർത്ഥമായി റബ്ബിലേക്ക് തിരിച്ചു വന്ന ഒരാളുടെ പൂർവ്വ ചെയ്തികളും അല്ലാഹു തആല നന്മകളാക്കി പരിവർത്തിപ്പിച്ചു കൊടുക്കും. അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം അതിനെ അത്ഭുതത്തോടെ, ആശ്ചര്യത്തോടെ സ്വീകരിച്ചുകൊണ്ട് വീണ്ടും തക്ബീർ ചൊല്ലിക്കൊണ്ടിരുന്നു, ആളുകളുടെ കണ്ണിൽ നിന്നാണ് മറയുന്നത് വരെ. അല്ലാഹു തആല പറഞ്ഞില്ലേ സൂറത്തുൽ ഫുർഖാൻ, തെറ്റുകൾ, കഠിനമായ തെറ്റുകൾ പറഞ്ഞിട്ട് ആ തെറ്റുകൾക്കൊക്കെ ശേഷം അല്ലാഹു തആല പറഞ്ഞു, ഇല്ലാ മൻ താബ വ ആമന വ അമില അമലൻ സ്വാലിഹാ, മറ്റുള്ള ആളുകളെ കൊല്ലാത്തവർ, വലാ യസ്നൂന, വ്യഭിചരിക്കാത്തവർ, അങ്ങനെയുള്ള കഠിനങ്ങളായ തെറ്റുകളൊക്കെ പറഞ്ഞ് അതൊക്കെ ചെയ്താലോ, വമൻ യഫ്അൽ ദാലിക യൽഖ അസാമ, അത്തരം തെറ്റുകൾ ചെയ്താൽ വലിയ കുറ്റമുണ്ടാകുമെന്ന് പറഞ്ഞതിന് ശേഷം ഇല്ലാ മൻ താബ യുളാഅഫ് ലഹുൽ അദാബു വ യഖ്ലുദു ഫീഹി മുഹാന, ശിക്ഷ കഠിനമായിരിക്കുമെന്നും വർദ്ധിതമായ ശിക്ഷയുണ്ടാകുമെന്നും നിന്ദ്യനായി ശിക്ഷയിൽ കാലാകാലം വസിക്കേണ്ടി വരുമെന്നും പറഞ്ഞിട്ട് അല്ലാഹു തആല തുടർന്ന് പറഞ്ഞു, ഇല്ലാ മൻ താബ്. പടച്ചോൻ തരുന്ന അവസരങ്ങൾ നമ്മൾ കാണാതിരിക്കരുത്. ഇല്ലാ മൻ താബ്, ഖേദിച്ചു മടങ്ങിയവനല്ലാതെ, വഅമില അമലൻ സ്വാലിഹ, വഅമില അമലൻ സ്വാലിഹ, ഖേദിച്ചു മടങ്ങിയവനല്ലാതെ അല്ലാഹുവിന്റെ കഠിനമായ ശിക്ഷയുണ്ടാവും. ഖേദിച്ചു മടങ്ങിയവൻ ഈ ശിക്ഷയില്ല. പക്ഷെ എന്താണ് ഈ ഖേദിച്ചു മടങ്ങുക? അമില അമലൻ സ്വാലിഹ, ഖേദിച്ചു മടങ്ങുക എന്നതിന്റെ അടുത്ത പടിയാണ്
പിന്നീടുള്ള പ്രവൃത്തികൾ നന്നായി തീരുക എന്ന്. ഇവിടെ റമദാൻ കടന്നു വരുമ്പോൾ ഞാനും നിങ്ങളുമൊക്കെ ചിന്തിക്കേണ്ട ഏറ്റവും വലിയൊരു സംഗതി അതാണ്. റമദാൻ കടന്നു വരിക എന്നത് ചെയ്തു പോയ തെറ്റുകൾ പരിഹരിക്കാനുള്ള ഒരു മാർഗമാണ് എന്ന് നമുക്കൊക്കെ അറിയാം. ഏറ്റവും നല്ല അവസരമാണ് എന്നറിയാം. പക്ഷെ എന്താ, ചെറുപ്പത്തിലെ പഠിച്ചുപോയ ഒരബദ്ധം അല്ലെങ്കിൽ ഒരു സുബദ്ധം അതിൻ്റെ യഥാർത്ഥം ഉൾക്കൊള്ളാതെ പഠിച്ചു തുടർന്നു വരുന്നുണ്ട്. തൗബ എന്ന് പറഞ്ഞാൽ ഒരു തെറ്റ് ചെയ്താൽ അതേപ്പറ്റി ഒരു ഖേദമുണ്ടാവുക, പിന്നെ അള്ളാഹിനോട് പുറത്തു തരണം എന്ന് പറയാം, അതോടെ അതായിട്ട് അവസാനിക്കുകയാണ്. മനുഷ്യൻ ചെയ്തു പോകുന്ന ചെറിയ തെറ്റുകൾ, രണ്ടു തരം തെറ്റുകൾ ഇസ്ലാമിലുണ്ട്. റമദാൻ നമ്മൾ ആലോചിക്കണം, എൻ്റെ ജീവിതം പരിവർത്തിപ്പിക്കാൻ അള്ളാഹ് തന്നതാണ്, ഞാൻ എങ്ങനെയാണ് ഇത് പരിവർത്തിപ്പിക്കേണ്ടത്, ഈ ഒരു റമദാൻ ഞാൻ എങ്ങനെ ഉപയോഗപ്പെടുത്തണം. റമദാനിൽ കുറച്ച് അമലക്കാട് ചെയ്യണം, എല്ലാ മാസത്തേക്കാൾ കൂടുതൽ. അതൊന്നും യഥാർത്ഥ റമദാൻ ഉപയോഗപ്പെടുത്തലാവില്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ റമദാൻ നന്മയുടെ മാസമാണ്, നമുക്ക് ഏറ്റവും വലിയ സൗഭാഗ്യമാണെന്ന് പറഞ്ഞിട്ട് അവസാനിപ്പിച്ചിട്ടൊന്നുമില്ല. നമുക്കത് ഏറ്റവും വലിയ നാശമാണ് എന്ന് പറയുന്ന ആളുകളുണ്ട്. റമദാൻ നാശമാകുന്ന ആളുകൾ ആരാ? 3 ആളുകളെ പറ്റി പറഞ്ഞില്ലേ, അവർക്ക് റമദാൻ കനത്ത നാശമാണെന്ന് മാത്രമല്ല, പ്രതീക്ഷയില്ലാത്ത വിധം അവരുടെ ജീവിതത്തെ തകർത്തു കളയുന്നത്. ഇനി അവർക്ക് പ്രതീക്ഷ പോലുമില്ല. റമദാൻ ഒരാൾക്ക് കടന്നു വന്നു, എന്നിട്ട് അവന്റെ ദോഷം പൊറുപ്പിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അവന് അള്ളാന്റെ റഹ്മത്തിൽ നിന്ന് മാറ്റപ്പെട്ടവനാണെന്ന് ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റമദാൻ ഒരാൾക്ക് കടന്നു വന്നിട്ട് അവന്റെ ദോഷങ്ങൾ പൊറുപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ, റമദാൻ കടന്നു വന്ന് കുറച്ച് അമരക്കാട് ചെയ്താൽ പോയാൽ പോരാ, റമദാൻ കടന്നു വരുമ്പോൾ ദോഷം പൊറുപ്പിക്കാൻ കഴിയണം, അല്ലെങ്കിൽ അത് വലിയ അപകടമായിരിക്കും. ഈ ദോഷം പൊറുപ്പിക്കുക എന്നുള്ളിടത്ത് ഒരു അസ്തഗ്ഫിറുല്ലാഹ് കൊണ്ട് തീരുന്നതാണോ? അല്ലാഹു തആല ദോഷങ്ങളെ പറ്റിയൊക്കെ 2 രീതികളിൽ പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, ഇൻ തജ്തനിബു കബാഇറ മാ തുൻഹൗന അൻഹു നുകഫിർ അൻകും സയ്യിആതികും. ഇൻ തജ്തനിബു, നിങ്ങൾ മാറി നിൽക്കുകയാണെങ്കിൽ, ഒഴിവാക്കുകയാണെങ്കിൽ, കബാഇറ മാ തുൻഹൗന അൻഹു, നിങ്ങളോട് വിരോധിക്കപ്പെടുന്ന വൻദോഷങ്ങൾ, നിങ്ങളോട് നിരോധിക്കപ്പെട്ട വൻദോഷങ്ങൾ നിങ്ങളായിട്ട് ഒഴിവാക്കിയാൽ നുകഫിർ അൻകും സയ്യിആതികും, നിങ്ങളുടെ ദോഷങ്ങൾ നിങ്ങൾക്ക് ഞാൻ പുറത്തു തരുന്നു. ഒരു കണ്ടീഷൻ അവിടെ ഉണ്ട്. നിങ്ങളുടെ വിരോധിക്കപ്പെട്ട വൻദോഷങ്ങൾ നിങ്ങൾ ഒഴിവാക്കാൻ തയ്യാറാണെങ്കിൽ പിന്നെ ദോഷം പുറത്തു തരുന്ന എന്താ ഈ വൻദോഷമല്ലാത്തത്? അതുകൊണ്ട് തന്നെ ഏത് ദോഷത്തിനും ഒരു അസ്തഗ്ഫിറുല്ലാഹ് കൊണ്ട് വിഷയം അവസാനിക്കും എന്ന് വിചാരിക്കരുത്. ദോഷങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ പലതരം ദോഷങ്ങളുണ്ട്. തൗബകൾ പ്രത്യേക തൗബകൾ വേണ്ട ദോഷങ്ങളുണ്ട്, ഹദ്ദ് വേണ്ട ദോഷങ്ങളുണ്ട്. പക്ഷെ ഇവിടെയൊക്കെയും വൻദോഷങ്ങൾ ജീവിതത്തിലായിട്ട് ഒഴിവാക്കിയിട്ട് ഇവിടുന്ന് അങ്ങോട്ട് ഇനി ഞാൻ അത്തരം ദോഷങ്ങൾ ചെയ്യില്ല എന്ന തീരുമാനത്തോടെ ഒരാൾ മുന്നോട്ട് പോയാൽ അയാൾക്ക് അല്ലാഹു തആല സയ്യിആത്തൊക്കെ പുറത്തു കൊടുക്കും. ആ പുറത്തു കൊടുക്കുന്ന കൂട്ടത്തിൽ വൻദോഷങ്ങളും പെടുമെന്ന് തന്നെയാണ് മഹാന്മാരായ ആളുകൾ പലരും പറഞ്ഞത്. അതുപോലെ തന്നെ സൂറത്തുൻ നജ്മിൽ അല്ലാഹു തആല പറഞ്ഞു, وما لهم به من علم يتبعون الا الظن وان الظن لا يغني من الحق شيئا فاعرض عن من تولى عن ذكرنا ولم يرد الا الحياة الدنيا ذلك مبلغهم من العلم. അങ്ങനെ പറഞ്ഞിട്ട് വഇന്ന റബ്ബക الذين يجتنبون كبائر الاثم والفواحش الا اللمم. الذين يجتنبون كبائر الاثم والفواحش. അല്ലാഹു തആല ദോഷങ്ങൾ പുറത്തു കൊടുക്കും. ദോഷങ്ങൾ ചെയ്യാത്ത ആളുകളെ പറ്റി ഇവിടെ പറഞ്ഞു. എന്താണ് അവരുടെ സ്വഭാവം? അല്ലാഹു തആല പറഞ്ഞത് അല്ലദീന യജ്തനിബൂന കബാഇറൽ ഇസ്മി, വൻദോഷങ്ങൾ ഒഴിവാക്കുന്നവർ. നേരത്തെ പുറത്തു തരാനുള്ള ഒരു നിബന്ധനയായി അല്ലാഹു തആല പറഞ്ഞു, ഇൻ തജ്തനിബൂ കബാഇറ മാ തുൻഹൗന അൻഹു. നിരോധിക്കപ്പെടുന്ന വൻദോഷങ്ങൾ ഒഴിവാക്കുകയാണെങ്കിൽ മറ്റു ദോഷങ്ങൾ അല്ലാഹു തആല പുറത്തു തരും. സൂറത്തുൻ നജ്മിൽ അല്ലാഹു പറഞ്ഞു അല്ലദീന യജ്തനിബൂന കബാഇറൽ ഇസ്മി വൽ ഫവാഹിഷ്, വൻദോഷങ്ങളും തെമ്മാടിത്തരങ്ങളായ കാര്യങ്ങളും ഒഴിവാക്കുന്നവർ. ഇല്ലല്ലമം, ലമം ഒഴിച്ച്. ഇന്ന റബ്ബക വാസിഉൽ മഗ്ഫിറ, നിന്റെ റബ്ബ് ധാരാളം പൊറുക്കുന്നവനാണ്. ഞാൻ നേരത്തെ ധാരാളം റഹ്മത്ത് ചെയ്യുന്നവനാണെന്ന് ആയത്തുകൾ പറഞ്ഞു.
ഇവിടെ അല്ലാഹു തആല വാസിഉൽ മഗ്ഫിറത്താണെന്ന് പറയുന്നു. അതിനും ഒരുപാട് ആയത്തുണ്ട് നമുക്കറിയാം. അല്ലാഹു തആല ധാരാളമായി പൊറുക്കുന്നവനാണ്. ഇത് എവിടെയാ പറയുന്നത്? ഇല്ല ലമം എന്ന് പറഞ്ഞിട്ടാണ്. എന്താണ് ലമം? വൻദോഷങ്ങളും തനിത്തമ്മാടിത്തങ്ങളും ഒക്കെ ഒഴിവാക്കുന്ന ആളുകൾ ഇല്ല ലമം, ലമം ഒഴിച്ച്. ഇതിന് മുഫസ്സിരിങ്ങൾക്കിടയിൽ വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങളുണ്ട്. എന്ന് മാത്രമല്ല, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമായി തൊട്ട് തന്നെ രണ്ട് അഭിപ്രായങ്ങൾ വന്നിട്ടുണ്ട്. ഒന്ന്, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ പറഞ്ഞു, അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു വിശ്വാസങ്ങളെ തൊട്ട് റിവായത്ത് ചെയ്യുന്ന ഒരു ഹദീസാണ്. ഇതിലേറ്റവും കൃത്യമായി എനിക്ക് ബോധ്യപ്പെടുന്ന ഒരു അർത്ഥം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ഒരു മനുഷ്യന്റെ ഓരോ അവയവത്തിനും ഓരോ വ്യഭിചാരമുണ്ട്, സിനയുണ്ട്. ഫസിനൽ ഐനി അന്നവർ, കണ്ണിന്റെ വ്യഭിചാരമാണ് നോട്ടം, നാവിന്റെ വ്യഭിചാരമാണ് സംസാരം, കയ്യിന്റെ വ്യഭിചാരമാണ് പിടുത്തം, കാലിന്റെ വ്യഭിചാരമാണ് നടത്തം. ഇങ്ങനെ ഓരോ അവയവവും അത് സംബന്ധമായ വ്യഭിചാര സംബന്ധമായ പ്രവൃത്തികളിൽ ഏർപ്പെടുന്ന ഓരോ അവയവത്തിനും അതിന്റെ ജനയുണ്ട്. എന്നാൽ അവസാനം വൽ ഫർജു യുസദ്ദിഖുഹു ഔ യുകദ്ദിബുഹു, ആ വ്യഭിചാരത്തെ സാധൂകരിക്കുകയോ നിരാകരിക്കുകയോ ചെയ്യുന്നത് ലൈംഗിക അവയവമാണ്. അതുകൊണ്ട് തന്നെ ഈ വ്യഭിചാരം അവസാനമായി അതിന്റെ പൂർണ്ണതയിൽ എത്തിയില്ലെങ്കിൽ അതിനു മുമ്പുള്ള ഒരു നോട്ടം, ഒരു തൊടൽ, ഒരു സ്പർശം, ഒരു വർത്തമാനം, ഇതൊക്കെയാണ് ലമം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്ന് പറഞ്ഞാൽ വൻദോഷങ്ങളായി എണ്ണപ്പെടുന്നത് അല്ലാതെ അതിന്റെ മുഖപുരകളോ അല്ലെങ്കിൽ അതിലേക്ക് വഴിതെളിയിക്കാവുന്ന മറ്റു ചില സംഗതികളുമൊക്കെ ജീവിതത്തിൽ അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു വർത്താനോ, ഒരു നോട്ടോ, ഒരു ചിന്തയോ, ഒരു സ്പർശമോ ഒക്കെ വന്നാൽ അതൊക്കെ അല്ലാഹു തആല പൊറുക്കും, വൻദോഷങ്ങളിലേക്ക് അത് എത്തിപ്പെടാതിരിക്കുമ്പോൾ. ഇതാണ് അതിനൊരർത്ഥം പറഞ്ഞതെങ്കിൽ മറ്റൊരർത്ഥം ഇല്ലാ മാ സലഫ് എന്നൊരർത്ഥം പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞുപോയതല്ലാതെ, കഴിഞ്ഞുപോയത് അല്ലാഹു തആല വിട്ടുതറിയപ്പോ ഇനി അങ്ങനെ ഒന്നും ചെയ്യില്ല എന്ന തീരുമാനമുണ്ടായാൽ. അതാണ് പലരും റാജിഹാക്കിയ അഭിപ്രായം. കാരണം അതിന് ഒരുപാട് ഉപോത്ബലകങ്ങളായ തെളിവുകളുണ്ട്. ഒരു മനുഷ്യൻ ആത്മാർത്ഥമായി എൻ്റെ ജീവിതത്തിൽ കഴിഞ്ഞതൊക്കെയും റബ്ബേ നീ എനിക്ക് പുറത്തു തരണം, ഇനി അതുണ്ടാവില്ല എന്ന ഒരു തീരുമാനത്തിൽ, അതാണ് ഇല്ലാ മൻ താബ വ ആമന വ അമില അമലൻ സ്വാലിഹ. ഇവിടുന്ന് അങ്ങോട്ട് ഇനി നന്നാവണമെന്നൊരു തീരുമാനം വേണം. അല്ലാതെ തെറ്റുകൾ ചെയ്യുന്നു, പിന്നെയും ഒരു തൗബ എന്ന പ്രഹസനം നടത്തുന്നു, പിന്നെയും തെറ്റുകൾ ചെയ്യുന്നു. ഇതൊക്കെ നമ്മുടെ മനസ്സറിയുന്ന റബ്ബിനറിയാം നമ്മുടെ തൗബ ശരിയായിട്ടില്ല. അതുകൊണ്ട് ഈ റമദാൻ നമുക്ക് നൽകേണ്ട സന്ദേശം, എൻ്റെ ജീവിതത്തിൽ ഇനിയൊരു റമദാൻ ഉണ്ടാവുമോ എന്ന് എനിക്കറിയില്ല. ഈ കിട്ടിയ റമദാൻ വെച്ച് ഞാനൊന്ന് മാറുകയാണ്. ഞാൻ എൻ്റെ ജീവിതത്തിൻ്റെ പേജുകളെ മാറ്റി എഴുതുകയാണ്. എൻ്റെ ഏടുകൾ നാളെ റബ്ബിന്റെ മുമ്പിൽ എനിക്ക് വലതു കയ്യിൽ കിട്ടണം, ആളുകൾക്ക് കാണാവുന്ന ഏടാവണം. അതുകൊണ്ട് ഇന്നലെ വരെ ആളുകൾക്ക് കാണാൻ പറ്റാത്ത പ്രവൃത്തികളാണ് ഞാൻ ചെയ്തത്. അത് മാറ്റിമറിച്ചുകൊണ്ട് എൻ്റെ ജീവിതത്തിന്റെ ഏട് ശുഭ്രമാക്കാൻ ഒരു ധവളപത്രമായി എനിക്ക് റബ്ബിന്റെ മുമ്പിൽ ആ ഏടുകൾ ആരുടെ മുമ്പിൽ സമർപ്പിക്കാൻ പറ്റുന്ന ഒരു വൈറ്റ് പേപ്പറായി കിട്ടാൻ ഈ ഒരു റമദാൻ ഞാൻ ഉപയോഗപ്പെടുത്തുന്നു എന്ന ഒരു ധാരണ നമുക്ക് വേണം. ചിന്തയും ആത്മാർത്ഥതയും വേണം. അല്ലാതെ റമദാനിലും അങ്ങനെ കടന്നു പോകുന്നുണ്ട്, കുറച്ചധികം നിസ്കരിക്കുന്നുണ്ട്, കുറച്ചധികം ദിക്റുണ്ട്, ഇതൊന്നുമല്ല. മനസ്സ് സമർപ്പിക്കുക അല്ലാഹുവിന്. പടച്ചവനെ എനിക്കൊന്ന് മാറണമെന്ന തീരുമാനമുണ്ടാവും. ഇന്ന റബ്ബക വാസിഉൽ മഗ്ഫിറ. ഈ ഒരു മാറ്റം നമുക്കുണ്ടെങ്കിൽ പിന്നെ അല്ലാഹു തആല കഴിഞ്ഞതൊക്കെ പുറത്തു തരുമെന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ ഒരു സ്ത്രീ വന്ന് പറഞ്ഞില്ലേ, അല്ലാഹുവിന്റെ റസൂലെ, ഞാൻ വ്യഭിചാരിണിയാണ്, ഫതഹിർനി, എന്നെ അവിടുന്ന് ശുദ്ധീകരിച്ചു തരണമെന്ന് പറഞ്ഞപ്പോ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, പെണ്ണെ നീ പോ, അള്ളാഹുവിനോട് പൊറുക്കലിനൊക്കെ തേടിക്കോ പോയിട്ട്. സത്യത്തിൽ ആ സ്ത്രീക്ക് അത് പോരെ, അള്ളാഹിന്റെ റസൂലല്ലേ പറഞ്ഞത്. പക്ഷേ മനസ്സ് വേദനിച്ച ചെയ്തു പോയ തെറ്റിലെ അങ്ങേയറ്റത്തെ ബോധമുള്ള ആ സ്ത്രീ പറഞ്ഞു, മായിസിനെ തിരിച്ചയച്ചതുപോലെ നിങ്ങൾ എന്നെയും തിരിച്ചയക്കുകയാണോ? ഞാൻ ഗർഭിണിയാണ് റസൂലെ, ഒരു സംശയം എനിക്കില്ല, പൂർണാർത്ഥത്തിൽ ഞാൻ വ്യഭിചാരിണിയാണ് എന്ന് പറയുകയും അങ്ങനെ അതിന്റെ അനുബന്ധ കഥകളൊക്കെ നമുക്കറിയാവുന്നതാണ്, നിങ്ങൾ കേട്ടതാണ്. എന്തായാലും പറഞ്ഞു വന്നത് ആ അർത്ഥത്തിൽ ഒരു ശുദ്ധീകരണത്തിന് വേണ്ടി തയ്യാറാവുകയും അങ്ങനെ ഗർഭം പ്രസവിച്ചതിന് ശേഷം വരാൻ പറഞ്ഞു. പ്രസവിച്ചപ്പോൾ കൈക്കുഞ്ഞിനെയുമായി വരുമ്പോൾ അത് മുലകുടി പ്രായം കഴിഞ്ഞിട്ട് വരാൻ പറഞ്ഞു. അവസാനം മുലകുടിയും കഴിഞ്ഞ് ഒരു റൊട്ടി കഷ്ണം കടിച്ചുകൊണ്ടുവരുന്ന ആ കുട്ടിയുമായി വന്ന് എത്ര വർഷമാണ് ആ സ്ത്രീ മനസ്സിൽ ഈ ഭാരവുമായി നടക്കുന്നത് നമ്മൾ ആലോചിക്കുക. ഇതൊക്കെയായിട്ടും മനസ്സ് മാറുന്നില്ല.
ആരും അങ്ങോട്ട് പോയി പിടിച്ചു കൊണ്ടുവരില്ല, ആരും പ്രേരിപ്പിക്കല്ല. എന്റെ തെറ്റ് ഈ ദുനിയാവിൽ എനിക്ക് പരിഹരിക്കണം എന്ന് തീരുമാനിച്ചിറങ്ങിയ ആ പെണ്ണ് അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു വിട്ടിട്ട് പോലും പിന്നെയും വരികയാണ്. പ്രസവം കഴിഞ്ഞ് പിന്നെയും വരുന്നു, അള്ളാഹുവിന്റെ റസൂലെ ഞാൻ പ്രസവിച്ചു, ഇനി എന്നെ ശുദ്ധീകരിച്ചു തരണം. പിന്നെയും കുട്ടി മുലകുടി മാറി 2 വർഷം കഴിഞ്ഞു വരികയാണ്. ഈ സമയത്തൊന്നും മനസ്സ് അല്പം പോലും പതറാതെ ചെയ്തു പോയ തെറ്റിന്റെ കാഠിന്യം ഓർത്തുകൊണ്ട് തൗബ ചെയ്തു വരുന്ന ആ ഒരു മനസ്സ്, സ്വാഭാവികമായും അള്ളാഹുവിന്റെ ഒരു ഹദ്ദ് അവിടെ നിർവഹിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കടപ്പെട്ടവരാണ്. അവിടുന്ന് എന്തെങ്കിലും വിട്ടുവീഴ്ച ചെയ്താൽ അതൊരു ഹദ്ദിലെ വിട്ടുവീഴ്ചയായി മാറും. അതുകൊണ്ട് സ്വാഭാവികമായും ആ ഹദ്ദ് നിർവഹിക്കേണ്ടി വന്നു. ആ സ്ത്രീ എറിഞ്ഞു കൊല്ലപ്പെടുമ്പോൾ അവരുടെ ശരീരത്തിലെ രക്തം ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ശരീരത്തിലേക്ക് തെറിച്ചപ്പോൾ ഒരു വ്യഭിചാരിണിയുടെ രക്തം എന്റെ ശരീരത്തിലായി എന്ന അർത്ഥത്തിൽ അദ്ദേഹം ആ പെണ്ണിനെ ചീത്ത പറഞ്ഞപ്പോൾ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, യാ ഖാലിദ്, നീ അറിയണം, ഒരു ഉമ്മത്തിന് മുഴുവൻ മോചിപ്പിക്കപ്പെടാനുള്ള തൗബ ആ പെണ്ണ് ചെയ്തു കഴിഞ്ഞു. ആ പെണ്ണിനെ പറ്റി നീ പറയരുത്, അവിടെ സ്വർഗത്തിന്റെ അഹരികാരിയാണ്. അള്ളാഹു തആല തൗബ സ്വീകരിക്കും, പക്ഷെ തൗബ ചെയ്യണം. നമ്മൾ ആലോചിക്കുക, മറ്റേതൊരു സഹാബിയെക്കാളും മറ്റു പല സഹാബികളെക്കാളും ഉയർന്ന ഒരു സ്ഥാനത്ത് ഈ സ്ത്രീ, അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു അവര് സ്വർഗത്തിന്റെ അഹരികാരിയാണെന്ന് മാത്രമല്ല അവരുടെ തൗബ ഒരു ഉമ്മത്തിന്റെ മേലിൽ മൊത്തം വീതിച്ചു കൊടുത്താൽ വസിഅത്തുഹു, അവർക്ക് മുഴുവൻ വിശാലമാകാവുന്ന ഒരു തൗബ ആ സ്ത്രീ ചെയ്തു കഴിഞ്ഞു. ഞാൻ പറയുന്നത്, അള്ളാഹു നമുക്ക് നൽകിയ ധാരാളം സത്റുകളുണ്ട്, അവസരങ്ങളുണ്ട്. ഏറ്റവും വലിയ അവസരം എന്താ? ഇപ്പോ നമ്മളൊക്കെ ജീവിച്ചിരിക്കുന്നു എന്നത്. നമ്മൾ ഇന്നലെ മരിച്ചു പോയിരുന്നെങ്കിൽ, ഇന്ന് ഉച്ചക്ക് മരിച്ചു പോയിരുന്നുവെങ്കിൽ ഒരു തൗബയുടെ അവസരം നമുക്ക് നഷ്ടപ്പെടുകയല്ലേ? ഇനിയും നമ്മുടെ മുമ്പിൽ ഇതാ അവസരം. റബ്ബേ, ഞാനിതാ തിരിച്ചു വരുന്നു. ഒരുപാട് വഴി വിട്ടുപോയി. അതുകൊണ്ട് റബ്ബ് ഒരു ഹദ്ദിന്റെ പരിധിയിലേക്ക് നമ്മെ എത്തിച്ചിട്ടില്ല എങ്കിൽ, അല്ലാഹു തആല എല്ലാ കാര്യങ്ങളും നമ്മളോട് അങ്ങനെ വെളിപ്പെടുത്താൻ ആവശ്യപ്പെട്ടിട്ടില്ല. റബ്ബ് നൽകിയ സത്റുകളെ മാറ്റരുതെന്ന് തന്നെയാണ് റബ്ബ് പറഞ്ഞത്. അള്ളാഹു നൽകിയ നമ്മുടെ ആ ഒരു സംരക്ഷണ വലയം റബ്ബ് നമ്മെ ഇഷ്ടപ്പെട്ട് തന്നതാണോ പരീക്ഷണത്തിന് തന്നതാണോ എന്ന് നമുക്കറിയില്ല. പക്ഷെ അത് റബ്ബിന്റെ ഇഷ്ടപ്പെട്ട സത്റാക്കി മാറ്റാൻ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ട്, റബ്ബേ, നീ എനിക്ക് നൽകിയ സത്റ് നീ പൊളിച്ചു കളയരുതെന്നും ആ സത്റിനിടയിൽ ഇനി എന്റെ ജീവിതം ഖൈറാക്കി മാറ്റണമെന്നും ആത്മാർത്ഥമായി റബ്ബിനോട് പറയുക. എത്രയെത്ര നിഅമത്താ റബ്ബ് നമുക്ക് ചെയ്തത്. നമ്മൾ ആലോചിക്കും, നമ്മൾ ഓരോരുത്തരുടെയും കാര്യം എടുത്താൽ നമ്മൾ ചെയ്ത തെറ്റിനേക്കാൾ ചെറിയ തെറ്റ് ചെയ്ത് ശിക്ഷിക്കപ്പെടുന്നവർ ഈ ലോകത്ത് എത്രയുണ്ട്? നമ്മൾ ഓരോരുത്തരും സ്വന്തം മനസ്സിനോട് ചോദിക്കുക. നമ്മളൊക്കെ ചെയ്തു പോയ തെറ്റിനേക്കാൾ ചെറിയ തെറ്റിനായിരിക്കും ജീവിതത്തിൽ പലരും പല ശിക്ഷയും ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പോഴും മാന്യന്മാരായി നമ്മൾ നടക്കുകയാണ്, അപ്പോഴും അപകടമില്ലാതെ നമ്മൾ ജീവിച്ചു പോവുകയാണ്. നമ്മളിൽ വന്നുപോയ കൈപ്പിഴകളേക്കാൾ ചെറിയ കൈപ്പിഴകളിൽ എത്ര അപകടത്തിൽപ്പെട്ടു പോയവരുണ്ട്. തെറ്റുകളാവട്ടെ, പ്രതിസന്ധികളാവട്ടെ, നമ്മളെക്കാൾ ശ്രദ്ധക്കുറവ്, നമ്മളുടെ അടുത്ത് വന്ന അത്രയും ശ്രദ്ധക്കുറവ് വന്നിട്ടുണ്ടാവില്ല ചിലരുടെ അടുത്ത്. എന്നാലും അത് വലിയ അപകടത്തിലും ദുരന്തത്തിലും കലാശിക്കാറുണ്ട്. നമ്മളെല്ലായിടത്തും നിന്ന് രക്ഷപ്പെട്ട് അങ്ങനെ വരികയാണ്. എന്തിനാണ് റബ്ബ് നമുക്ക് ഈ അവസരം തരുന്നത്? പിന്നെയും പിന്നെയും റബ്ബ് തന്ന അവസരങ്ങളെ നമ്മൾ ഒരു സൗകര്യമായി കാണരുത്. പടച്ചവനെ, നീ ഇത്രയും തന്നു, അതുകൊണ്ട് ഇനിയെങ്കിലും ഞാൻ നിന്നിലേക്ക് തിരിച്ചു വരണം, അതെന്റെ ബാധ്യതയാണ് എന്ന ഒരു ഓർമ്മയോടുകൂടി അള്ളാഹുവിലേക്ക് തിരിച്ചു നടക്കാനുള്ള ഏറ്റവും നല്ല അവസരമാണ് റമദാൻ. ഈ റമദാനു ശരീഫിൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഒരു തീരുമാനം എടുക്കുക. റമദാൻ എന്നത് അസ്സൗമുലി വ അന അജ്സി ബിഹി എന്ന രീതിയിൽ അല്ലാഹു തആല പറഞ്ഞ ഒരേ ഒരു കാര്യമാണ്. മറ്റൊരു ഇബാദത്തിനും റബ്ബ് പറയാതെ ലിസ്സായിമി ഫർഹത്താൻ, നോമ്പുകാരൻ 2 സന്തോഷം. ഒന്ന് ഫർഹത്തുൻ ഇൻദ ഫിത്രിഹി, നോമ്പ് തുറക്കുമ്പോഴാണ് ഒരു സന്തോഷമെങ്കിൽ നോമ്പുകാരന്റെ പ്രാഥമികമായ ഒരു സന്തോഷമാണ് നോമ്പ് തുറക്കുമ്പോഴെങ്കിൽ, ഇനി അടുത്ത സന്തോഷം നേരെ പോകുന്ന എവിടുക്കാന്ന് നമ്മൾ നോക്കണം. ഫർഹത്തുൻ ഇൻദ ലിഖാഇ റബ്ബിഹി, റബ്ബിനെ കണ്ടുമുട്ടുമ്പോഴുള്ള ഒരു സന്തോഷം. ഒരു മുഅ്മിനാണെങ്കിൽ അത് ജീവിതത്തിൽ ഏറ്റവും വലിയ സന്തോഷമായി കൊണ്ടു നടക്കാൻ കഴിയണില്ലെങ്കിൽ അത്രയൊക്കെ നമുക്ക് റബ്ബിനെ സ്നേഹിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. സ്നേഹം കുറവാണെങ്കിൽ ഈമാൻ ഗണ്യമായി കുറയും. ലാ യുഅ്മിനു തന്നെയാണല്ലോ പറഞ്ഞത്. പിന്നെ നമ്മളിങ്ങനെ അതിന് അർത്ഥം വെക്കുമ്പോൾ ഈമാൻ പൂർണ്ണാവില്ല എന്ന് വെക്കല്ലേ? അല്ലാഹുവിന്റെ റസൂൽ അങ്ങനെ പറഞ്ഞു. ലാ യുഅ്മിനു അഹദുക്കും, നിങ്ങൾ ഒരാൾ മുഅ്മിനാവില്ല എന്ന് നമ്മൾ അള്ളാഹുവിന്റെ റസൂൽ നമ്മെ പഠിപ്പിച്ചത്. അല്ലാഹു മത്താ യകൂന അല്ലാഹു വറസൂലുഹു അഹബ്ബ ഇലൈഹി മിമ്മാ സിവാഹുമാ,
അള്ളാഹുവും അവന്റെ റസൂലും മറ്റെന്തിനേക്കാളും മനസ്സിന് ഇഷ്ടമുള്ളവരാവണം. ഇഷ്ടം എന്നത് വാക്കിലല്ല, നാവിലല്ല, നാവിൻ തുമ്പത്തല്ല, ആധരത്തിലല്ല. ഇഷ്ടമെന്നത് മനസ്സിൽ മാത്രമുള്ള ഒരു വികാരമാണ്. നമ്മുടെ മനസ്സിൽ ഏറ്റവും ഇഷ്ടം അള്ളാഹുവിനോടും റസൂലിനോടും ആവാതെ മുഅ്മിനാവുന്ന പ്രശ്നമില്ലെന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇഷ്ടമുണ്ടെങ്കിൽ കാണാൻ കൊതി ഉണ്ടാവില്ലേ? കാണാൻ കൊതിക്കാത്ത ഒരു ഇഷ്ടമുണ്ടോ? നമുക്ക് അള്ളാഹുവിനോട് ഇഷ്ടമാണ് എന്ന് പറയുമെങ്കിൽ തീർച്ചയായും അള്ളാഹുവിനെ കാണാനുള്ള ഒരു മോഹവും ഉണ്ടാവണം. റബ്ബിന്റെ ലിഖാ മനസ്സിലെ ഒരു വല്ലാത്ത ആഗ്രഹമായി കൊണ്ടു നടക്കാൻ സാധിക്കണം. ഹബീബായ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാനുള്ള ഒരു മോഹമുണ്ടാവണം. അള്ളാഹുവിനെ കാണാൻ ദുനിയാവിൽ സാധിക്കില്ല, ഹബീബായ റസൂലിനെ ദുനിയാവിൽ കാണാൻ സാധിക്കുന്നവരുണ്ട്. സഹാബത്തിന് നേരെ കാണാൻ കഴിഞ്ഞു, സഹാബത്തിന് ശേഷമുള്ളവരും ഹയ്യം വ മൈത്ത രണ്ട് രീതിയിലും കണ്ടവരുണ്ട്. എന്തായാലും അതൊക്കെ മനസ്സിലൊരു മോഹമാകുമ്പോൾ തന്നെയല്ലേ ഇഷ്ടമെന്ന വാക്ക് സാധൂകരിക്കപ്പെടുന്നുള്ളൂ. അല്ലെങ്കിൽ അത് കേവലം ഒരു വാക്കല്ലേ. അള്ളാഹുവിനെ കാണാനുള്ള റബ്ബിന്റെ ലിഖാ, മൻ കാന യർജു ലിഖാ അല്ലാഹ്, റബ്ബിന്റെ ലിഖാ ഒരാൾ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ അതൊരു മനസ്സിലെ മോഹമാണെങ്കിൽ ആ ഒരു അമല്, ആ ഒരു താല്പര്യത്തെ സാക്ഷാത്കരിക്കുന്ന ഏറ്റവും പുണ്യപ്പെട്ട അമലാണ് അസ്സൗം, നോമ്പ്. റമദാന്റെ നോമ്പിനെ പറ്റി മാത്രമല്ലല്ലോ പറഞ്ഞത്. നോമ്പ്, ധാരാളമായി നോമ്പ് നോക്കുക. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശഅബാനിലാണ് റമദാൻ കഴിഞ്ഞ ഏറ്റവും നോമ്പ് പറ്റിയിരുന്നത്. നമ്മൾ ഈ ശഅബാനിൽ എത്ര നോമ്പ് പറ്റു? മിക്കവാറും ആളുകൾ ഒരു നോമ്പ് പറ്റുണ്ടാവും. കാരണം ഇതിൽ ബറാത്ത് വന്നിട്ടുണ്ട്. എന്നാൽ നമുക്കിടയിൽ തന്നെ ഇല്ലേ ഒരു മാസം കൃത്യമായി എല്ലാ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും നോമ്പ് നോക്കുന്നവർ? അതും പോരാതെ അയ്യാമുൽ ബീദിൽ നോമ്പ് നോക്കുന്നവരിൽ കൊല്ലത്തിൽ എത്ര മാസം നോമ്പ് അവർക്ക് വേറെ തന്നെ ഉണ്ട് റമദാൻ കൂടാതെ. നോമ്പ് എന്നത് അള്ളാഹുവിനെ കാണാനുള്ള ഏറ്റവും നല്ലൊരു സംഗതിയാണ്. കാരണം നോമ്പുകാരന്റെ സന്തോഷം അള്ളാഹു തആല തന്നെ പറഞ്ഞത് എന്താ? ഖുദ്സിയ ഹദീസിൽ വഅന അജ്സി ബിഹി. ഇവിടെ ബഹുമാനപ്പെട്ട ഹുദവി നേരത്തെ പറഞ്ഞു വഅന ഉജ്സാ ബിഹി, നോമ്പിന്റെ പ്രതിഫലം ഞാൻ തന്നെയാകുക. വേറെ നേരെ സംസാരിക്കണ്ടേ? അതുകൊണ്ട് ഈ ഏറ്റവും പുണ്യപ്പെട്ട ഒരു അമലാണ് വിശുദ്ധമായ നോമ്പ്. ഇത് റമദാനിലെ നോമ്പാകുമ്പോഴോ പറയാനുമില്ല. അതുകൊണ്ട് ഈ വിശുദ്ധമായ റമദാൻ മാസത്തിൽ നോമ്പ് പോൽ കിടന്നിപ്പോൾ ഇസ്ലാമിക് സെന്ററിൽ വരുന്നവരോടൊന്നും പറയേണ്ടതില്ല. റമദാനിലെ ഒരു നിമിഷവും വെറുതെ കളയാതിരിക്കുക, ഉറങ്ങുന്നത് പോലും ഇബാദത്താക്കുക. റമദാനിൽ നമ്മൾ എപ്പോഴും പറഞ്ഞത് തന്നെയാണ്. പക്ഷെ ഈ പറയുന്നത് പുതിയ ആയത്ത് ഹദീസൊന്നും ഓരോ കൊല്ലം ഇറങ്ങൂല. അതുകൊണ്ട് പുതിയ ഒന്നും പറയാനില്ല. പറയാനുള്ളത് ഇത് മാത്രമാണ്. ഒരു തീരുമാനം ഉണ്ടാവുക. ഈ റമദാനിൽ TV എൻ്റെ കൈ കൊണ്ട് ഞാൻ എന്തായാലും ഓണാക്കൂല എന്ന് ഒരു തീരുമാനം എടുക്കുക. അതിൽ എന്ത് വന്നാലും വേണ്ടില്ല. ഇനി ആരെങ്കിലും ഓണാക്കിയാൽ ഞാനത് കാണാനിരിക്കൂല എന്ന് മറ്റൊരു തീരുമാനം എടുക്കുക. റമദാൻ ആയിരുന്നു അല്ലേ ഇമാം സുഹരി എന്നൊക്കെ പറഞ്ഞ ഹദീസിന്റെ വമാ അദ്റാക മാ സുഹരി, ഹദീസിന്റെ അയിമ്മത്തിൽ ഏറ്റവും പ്രഗത്ഭനായ ഇമാം സുഹരി തങ്ങള് റമദാൻ മാസത്തിൽ ഹദീസിന്റെ ഒരു ക്ലാസ് കൊടുക്കാറില്ലായിരുന്നു. ഹദീസ് ഒന്നും ചോദിച്ചാൽ പറയലെന്നല്ലേ, ചോദിക്കാൻ അവസരം ഉണ്ടാവില്ല. റമദാൻ ഷഹറുൽ ഖുർആൻ, സുഫിയാൻ സൗരി തങ്ങളെ തൊട്ടും അങ്ങനെ തന്നെയാ വന്നത്. ഖുർആൻ അവതാനുള്ള മാസം, ഷഹറു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. അതിന് കടപ്പാടില്ലേ? ഒരു ഖുർആൻ വാർഷിക ആചരണം. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഖുർആൻ ജീവിതത്തിൽ ആണ്ടിലെ 360 ദിവസവും നമ്മളോടൊപ്പം ഉണ്ടാവേണ്ടതായതുകൊണ്ടാണ് നമുക്കിങ്ങനെ രാമായണ മാസം എന്ന് പറഞ്ഞാൽ ഒരു ഖുർആൻ മാസം വേണ്ടി വരാതെ പോയത്. നമുക്ക് അതിനത് കൂട്ടി വെച്ചിട്ടൊരു മാസം മാത്രം എടുക്കാനുള്ള ഗ്രന്ഥമല്ല. പക്ഷെ എന്നാലും ഷഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ എന്ന് അല്ലാഹു തആല പരിചയപ്പെടുത്തിയപ്പോൾ എല്ലാ മാസത്തേക്കാൾ കൂടുതൽ ഒരു മികവ് എന്തായാലും റമദാനിലെ ഖുർആനിന് വേണം. അതുകൊണ്ടാണ് ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി അടക്കമുള്ള ഹദീസിന്റെ മഹാപണ്ഡിതന്മാരൊക്കെ അവർ നിർത്തിവെച്ചത് എന്താ? ഹദീസാണ്. നമ്മൾ നിർത്തിവെക്കേണ്ടത് എന്താ? മലയാളം ന്യൂസും ഗൾഫ് മാധ്യമമാണ്. ചെയ്തൂടെ? എന്താ പൈമര് വരിക? ഒരു മാസം പത്രം വായിക്കുന്നില്ല, ഒരു മാസം TV നോക്കുന്നില്ല, ഒരു മാസം ബൈലക്സിനോടും വിട. ഹൈറായ കാര്യം ഖുർആന് ഹൈറ് കുറവാ.
അതിനേക്കാൾ ഖൈറുള്ളത് കൊണ്ടാ പറഞ്ഞത്, ഇത് ഖൈറില്ലാഞ്ഞിട്ടല്ല. റമദാനിൽ ഖുർആൻ, നിസ്കാരം, തറാവീഹ്, സക്കാത്ത്, പിന്നെ അങ്ങനെയുള്ള ഇത്തിക്കാഫ് അതൊക്കെ മതി. കാരണം ഇതൊക്കെ നോക്കി നിൽക്കേണ്ട മോളിന്ന് അല്ലാഹുവും മലായിക്കത്തും എന്റെ അമല് നോക്കുന്നുണ്ട്. ധാരാളമായ അവസരം നൽകിയിട്ട് അറ്റമില്ലാത്ത പ്രതിഫലം വാഗ്ദാനം ചെയ്തിട്ടും അവനിതാ കണ്ട വാർത്തകൾ വീണ്ടും കാണാൻ വേണ്ടി അവിടുത്തെ അച്യുതാനന്ദൻ എന്ത് പറയുന്നു, ഇപ്പുറത്ത് തോമസ് ഐസക് എന്ത് പറയുന്നു, ഉമ്മൻചാണ്ടി എന്ത് പറയുന്നു, ഇതാണ് ഇപ്പോഴും ഓന്റെ മനസ്സിലുള്ളത്. കവർ സ്റ്റോറിയാണ് മനസ്സിൽ, പൊളിട്രിക്സ് ആണ് താല്പര്യം. അള്ളാന്റെ കിതാബ് നോക്കുന്നുണ്ട്, മതിയോ? അങ്ങനെ 2 വരി 4 പേജ്, സ്കാരൊക്കെ കഴിഞ്ഞാൽ 2 പേജ്, അതൊക്കെ സാധാ ദിവസങ്ങളിൽ. റമദാനിൽ അത് മതിയോ? റമദാൻ ഇമാം ബുഖാരി തങ്ങൾ എല്ലാ പകലും ഒരു ഖത്മ് ചെയ്തിരുന്നു എന്ന് പറയുമ്പോൾ ആരാ? ഹദീസ് കൊണ്ട് തന്നെ ജീവിതം ശുഗലാവാൻ ഓരോ ഹദീസും എഴുതാൻ വെവ്വേറെ വുളു എടുത്ത് 2 റക്അത്ത് റൗള ഷരീഫിൽ നിസ്കരിച്ചിട്ടാ ബുഖാരി ഇമാം ബുഖാരിയുടെ ഹദീസുകൾ രേഖപ്പെടുത്തിയത്. ആലോചിച്ച് നോക്കി, മദീനത്തെ റൗള ഷരീഫിൽ നിന്ന് ഓരോന്നിനും പുതിയ വുളു എടുക്കാൻ പോകണം. ഇന്നത്തെ അടുത്തൊന്നുമല്ല ഹമ്മാമ്, അത്ര ദൂരം പോകേണ്ടി വരില്ല എന്നേക്കാരം. ഇന്നത്തെ അത്ര സൗകര്യം ഉണ്ടാവില്ല, അതും വേണം ആലോചിക്കുക. പൈപ്പുകളില്ല, സംവിധാനങ്ങളൊന്നുമില്ല അന്നത്തെ വുളുവിന്. അന്നത്തെ വെള്ളത്തിന് എന്ത് ബുദ്ധിമുട്ടുണ്ടാവും? ഓരോ ഹദീസ് എഴുതാൻ പുതിയ വുളു കൊണ്ട് 2 റക്അത്ത് റൗള ഷരീഫിൽ നിസ്കരിച്ചിട്ട് ആണ് ബുഖാരിയിൽ ഓരോ ഹദീസും അദ്ദേഹം എഴുതി വെച്ചത്. അത്ര ഹദീസിന്റെ സേവകനായ മഹാനായ അബു അബ്ദുല്ലാഹി ബുഖാരി തങ്ങളും റമദാൻ മാസാവുമ്പോൾ അതും കൂട്ടി വെച്ചിട്ട് ഒരു പകലിലൊരു ഖത്മ്, 3 രാത്രി തറാവീഹ് കഴിഞ്ഞാൽ 3 രാത്രികളിൽ വേറെ നിസ്കാരത്തിൽ വേറെ ഖത്മ്, ഓരോ 3 രാത്രിയിലും. ഇമാമുന ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി പകലൊരു ഖത്മ്, രാത്രി ഒരു ഖത്മ്. ആർക്കാണ് മത്സരിക്കാനാവുക? വഫീ ദാലിക ഫല്യതനാഫസിൽ മുതനാഫിസൂൻ. ഇവിടെയൊക്കെയായിരുന്നു മത്സരം ഉണ്ടായിരുന്നത് മുമ്പ്. ചെറുപ്പത്തിൽ നമ്മുടെ പാപ്പാരുമാരും ഒക്കെ അങ്ങനെ പഠിപ്പിച്ചത്. റമദാനിൽ എത്ര ഖത്മ് ഓതി തീർക്കുന്നു, അങ്ങേ വീട്ടിലെ കുട്ടിയേക്കാൾ കൂടുതൽ ഓതണം. മത്സരത്തിന്റെ അവസരങ്ങളൊക്കെ മാറി. ഇന്ന് മത്സരം എവിടെയാ? ഇന്ന് സൂപ്പർ സ്റ്റാർ ആണോ, മെഗാ സ്റ്റാർ ആണോ? ഇവിടെയൊക്കെയാ മത്സരം. നമ്മൾ ആലോചിക്കുക, നമ്മുടെ മക്കൾ വളർന്നു വരുന്ന സാഹചര്യങ്ങൾ അങ്ങനെയായി. അള്ളാഹുവിന്റെ അഹിലും ഹാസ്വത്തുമാണ് അഹിലുൽ ഖുർആൻ. പടച്ചോന് കുടുംബക്കാരുണ്ടെങ്കിൽ അതന്നല്ലേ ഏറ്റവും നല്ലത്. അള്ളാഹുവിന്റെ കുടുംബക്കാർ ഖുർആന്റെ അഹിലുകാരാണ്. റബ്ബിന്റെ കുടുംബക്കാരാവാൻ സാധിക്കുമോ? റബ്ബിന്റെ പ്രത്യേകക്കാരാകാൻ കഴിയുമോ? റമദാൻ അതിനു വേണ്ടി ചെലവഴിക്കുക, എല്ലാം നിർത്തിവെക്കുക. ഉംറത്തുൻ ഫി റമദാന താജിൽ ഹജ്ജ്. എത്ര കേട്ടതായി ഹദീസ്. റമദാനിലെ ഒരു ഉംറ, വഫീ റിവായത്തിൻ ഹിജ്ജത്തൻ മഅി, സ്വഹീഹായ റിവായത്ത് തന്നെ, എന്നോടൊപ്പമുള്ള ഒരു ഹജ്ജിന് തുല്യമാണ് റമദാനിലെ ഒരു ഉംറ എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമ്പോൾ അങ്ങനൊന്നുമില്ല. ഉംറത്തുൻ ഫി റമദാന, റമദാനിലെ അവസാനത്തെ 10 എല്ലാ അമലിനും പുണ്യം കൂടും. റമദാനിൽ എന്നൊരു ഉംറ ചെയ്താലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പമുള്ള ഒരു ഹജ്ജിന്റെ പ്രതിഫലം ആലോചിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇന്നുണ്ടാവുകയും അവിടുന്ന് ഒരു ഹജ്ജ് ചെയ്യാന്ന് പറഞ്ഞാൽ എല്ലാം വലിച്ചെറിഞ്ഞ് പോവില്ലേ? നമ്മൾ പോകുന്നൊക്കെ ഇപ്പൊ പറയും, കാരണം അങ്ങനെ വേണ്ടാത്തതുകൊണ്ട്. പണ്ടേതോ ബൈബിൾ കഥകളിൽ പറയാറുള്ള മാതിരി 2 വീടുണ്ട്, ഒരു വീട് കൊടുക്കുന്നു പറഞ്ഞതും അങ്ങനെ കുറെ പറഞ്ഞപ്പോ 2 പശു ഉണ്ടെങ്കിൽ ഒരു പശു കൊടുക്കുന്നു പറയാൻ പോയപ്പോ അവിടെ നിർത്തി തരണല്ലോ, കാരണം അത് ഉണ്ട്, കൊടുക്കേണ്ടി വരും എന്ന് പറഞ്ഞ മാതിരി. നമ്മളിതൊക്കെ പറയുന്നല്ല, സത്യത്തിൽ ഈ പറയുന്ന ഒരു സ്നേഹമൊക്കെ ഉണ്ടോ? ഉണ്ടാവുമായിരിക്കും അല്ലേ? വിചാരൊന്നും പോരണ്ടെന്ന് നമ്മുടെ നഫ്സിൽ നിന്ന് നമുക്കത് ബോധ്യപ്പെടുത്താൻ സാധിക്കണം. അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കുന്ന അവിടുത്തെ ഇഖ്വാനാവാൻ സാധിക്കണം. വർത്താനത്തിൽ എന്താ ഉഷാർ? ഒരു മുടിയുടെ കഷ്ണം പോലും അള്ളാഹുവിന്റെ റസൂലിന്റെ കാര്യത്തിന് വിട്ടുവീഴ്ച ചെയ്യാതെ മരിക്കാൻ തയ്യാറാ. വർത്താനത്തിൽ നമ്മളൊക്കെ കാര്യത്തിലെത്തുമ്പോ ആരൊക്കെ എവിടൊക്കെ ഉണ്ടാവും? ഒരു കൂട്ടര് ഇതിനൊക്കെ വേണ്ടി മരിച്ച് കാണിച്ചു തന്നിട്ടുണ്ട്. നമ്മൾ ആലോചിക്കണം. അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള മഹബത്ത് അത് വാക്കുകളിൽ ഒതുങ്ങരുത്, മനസ്സിൽ ആത്മാർത്ഥമായ മഹബത്തായി നിലനിൽക്കണം. അങ്ങനെയൊക്കെ നിലനിൽക്കുമെങ്കിൽ ഇത്തരം സ്ഥലങ്ങളിൽ അതിന്റെ
പ്രകടന സ്ഥലങ്ങളാണ് ഇതൊക്കെ. അത് വെളിപ്പെടുന്ന അതിന്റെ മദ്ഹറുകളാണ്. അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെയുള്ള ഒരു ഹജ്ജിന്റെ അവസരം കിട്ടുമ്പോഴും ഈ വെളിപ്പാടകലെ ജിദ്ദയിൽ ഇരുന്ന് നമ്മളിങ്ങനെ TV കണ്ടു, പത്രം വായിച്ചു, കഥ പറഞ്ഞും രാക്കഥകൾ പറഞ്ഞു സമയം കളയുന്നതിന് പകരം ഒരവസരമെങ്കിലും ഒരവസരം കിട്ടുമ്പോൾ പടച്ചവനെ അത് സ്വീകരിച്ചു കൊള്ളണമെന്നില്ലല്ലോ. ധാരാളം വീഴ്ച എൻ്റെ അടുത്തില്ലേ, ഒന്നുകൂടി ശ്രമിക്കട്ടെ, വീണ്ടും ശ്രമിക്കട്ടെ, കൂടുതൽ കൂടുതൽ കൂടുതൽ. അങ്ങനെയുള്ള ശ്രമങ്ങളുമായി അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഹലോ വരുമല്ലേ? ആയിക്കോട്ടെ, ഞങ്ങളിങ്ങനെ നീട്ടിക്കൊണ്ടുപോകണമെങ്കിൽ വരാൻ വേണ്ടി ആയിക്കോട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള സ്നേഹം ഇവിടെയൊക്കെയാ പ്രകടമാവേണ്ടത്. റമദാനിൽ നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയ പുണ്യപ്പെട്ട അമലുകളൊക്കെ നിങ്ങൾക്കറിയാം. ആ കൂട്ടത്തിൽ നമുക്കറിയാവുന്ന വലിയൊരു കാര്യമാണ് ഇവിടെ നേരത്തെ പറഞ്ഞ സക്കാത്ത്. ഈ തൗബയെ പറ്റിയാണ് ഞാൻ നേരത്തെ പറഞ്ഞു വന്നത്. ക്രമമൊക്കെ വിഷയമൊക്കെ വിട്ടുപോകാറുണ്ട്. എന്നാൽ പോലും റമദാനിൽ നമ്മളൊന്ന് ശരിയാക്കി എടുക്കുകയും തുടർന്നുള്ള ജീവിതം ശരിയാവുമെന്നൊരു പ്രതിജ്ഞ ഉണ്ടാകുകയും വേണം. പക്ഷെ ഇങ്ങനെയൊക്കെ ശരിയാക്കി എടുക്കുമ്പോൾ പടച്ചോൻ ഇത്രയൊക്കെ റഹ്മത്തുള്ളവനാണ് എന്നതുകൊണ്ട് തന്നെ അല്ലാഹു തആല ഒരാളുടെയും ഒരു അവകാശത്തെയും ഹനിക്കുകയില്ല. ഇന്നല്ലാഹ ലാ യദ്ലിമു മിസ്ഖാല ദർറ. അള്ളാഹുവിന്റെ റഹ്മത്താണ്. നിങ്ങൾക്ക് ഒരാൾ 10,000 1,00,000 റുപ്യ തരാണ്ട് നിങ്ങൾ വളരെ കഷ്ടപ്പെടുകയാണ്, അയാൾ തരുന്നില്ല. അയാൾക്ക് പടച്ചോനത് വിട്ടുകൊടുത്താല് അത് അയാളോട് ചെയ്യുന്ന റഹ്മത്താണെന്ന് അയാൾക്ക് തോന്നാമെങ്കിലും നിങ്ങളോട് ചെയ്യുന്ന അനീതിയോ. അതുകൊണ്ട് അള്ളാഹ് അനീതി ചെയ്യില്ല. അല്ലാഹു തആല ഒരു മനുഷ്യന്റെ ഹക്കിൽ ഇടപെടില്ല. അതുകൊണ്ട് തന്നെ അള്ളാഹുവിനോട് ഇങ്ങനെയൊക്കെ തൗബ ചെയ്യാം. ഞാൻ നേരത്തെ പറഞ്ഞു 2 രീതിയിലുണ്ട് തൗബ. ഒന്ന്, ചെയ്തു പോയ കഴിഞ്ഞു പോയ എല്ലാ ദോഷവും പുറത്തു തരുമെന്ന ഒരുറച്ച വിശ്വാസത്തോടെ ഇനി ഒരിക്കലും തെറ്റ് ചെയ്യില്ലെന്ന് ഉറപ്പുവരുത്തുക. അല്ല, വൻദോഷങ്ങൾക്ക് അതിന്റെ ഹദ്ദ് തന്നെ സ്വീകരിച്ചുകൊണ്ട്, അതിപ്പോ നമുക്കൊന്നും എളുപ്പത്തിൽ അങ്ങനെ വൻദോഷം വന്നു പോയവർക്ക് പ്രായോഗികമല്ല ഇന്നത്തെ കാലത്ത്. മാത്രമല്ല അങ്ങനെ ചെയ്യണമെന്നും ഇസ്ലാമിൽ അത്രം എല്ലായിടത്തും നിർദ്ദേശമല്ല. അല്ലാഹു തആല തന്ന സത്ർ സ്വീകരിച്ചുകൊണ്ട് തന്നെ ആ ഒരു വിശ്വാസം മുന്നോട്ട് പോകാനേ പലപ്പോഴും കഴിയുള്ളൂ. അങ്ങനെയാണെങ്കിൽ പല പണ്ഡിതന്മാരും റാജിയാക്കിയ അനുസരിച്ച് ഹജ്ജ് കഴിഞ്ഞു പോയി എല്ലാ ദോഷവും വൻദോഷം പെടുന്നതാണ്, പൊറുപ്പിക്കുന്നു. എന്നതുപോലെ റമദാൻ കഴിഞ്ഞു പോയ നമ്മുടെ എല്ലാ ദോഷം പൊറുപ്പിക്കുമെന്ന ഒരു ഉത്തമ വിശ്വാസത്തോടെ. പക്ഷെ ആ പൊറുപ്പിക്കണമെങ്കിലും അവരൊക്കെ പറഞ്ഞ ഷർത്ത്, ഖുർആൻ മനസ്സിലാകുന്ന ഷർത്ത്, അല്ലാഹു തആല നേരത്തെ പറഞ്ഞ ആയത്തിന്റെ തുടർന്ന് എന്താ പറഞ്ഞത്? എല്ലാ ദോഷം പുറത്തു തരുന്നു. അവിടുന്നാണ് നമ്മൾ ഈ വഴിയിലേക്ക് വന്നത്. ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ. നിങ്ങൾ ഒരിക്കലും നിരാശരാവേണ്ട, എല്ലാ ദോഷവും അല്ലാഹ് പുറത്തു തരുന്നു പറഞ്ഞിട്ട് പിന്നെ അല്ലാഹു തആല പറയുന്നത് എന്താ? അനീബു ഇലാ റബ്ബിക്കും. പുറത്തു തരുന്നു പറഞ്ഞിട്ട് ഇങ്ങനെ ഉഷാറായിട്ട് നടക്കാനല്ല. നമ്മൾ അവിടെയാണ് ആ ആയത്തുമിലോട്ട് നിർത്തല. ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ. പടച്ചോ മുഴുവൻ ദോഷം പുറത്തു തരും, നിരാശരാണ്ടെന്ന് പറഞ്ഞിട്ട് അതിനെ തുടർന്നുള്ള നമ്മളോടൊരു കാര്യം പറയുന്നുണ്ട്. അത് പുറത്തു തരണമെങ്കിൽ ഇനി പറഞ്ഞു ചെയ്യണം. അനീബു ഇലാ റബ്ബിക്കും വഅസ്ലിമൂ ലഹു. പടച്ചവനിലേക്ക് നിങ്ങൾ ഇങ്ങോട്ട് ഖേദിച്ച് മടങ്ങി ഇങ്ങോട്ട് വന്നിട്ട് അള്ളാഹ്ക്ക് നിങ്ങളായിട്ട് സമർപ്പിക്കണം. അള്ളാഹ് മുഴുവൻ ദോഷം പുറത്തു വരും ഇവിടുന്ന് അങ്ങോട്ട് നന്നാകാൻ തയ്യാറാണെങ്കിൽ. ഇതാണ് തൗബ. അല്ലാതെ തൗബ എന്ന് പറഞ്ഞാൽ എണ്ണം കണക്കാക്കി ചൊല്ലി പിന്നെയും പഴയ ജീവിതമല്ല. ഇതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ ചെറുപ്പത്തിൽ പഠിച്ചു പോയൊരു അബദ്ധമാണ്. നമ്മുടെ കേരളീയരായ ഒരുപാട് ആളുകൾ ആ ഒരു അബദ്ധം റമദാനിൽ കുറച്ചായിട്ട് ചൊല്ലി പറഞ്ഞ ദോഷമൊക്കെ പുറത്തു. അത് നമ്മളെ ക്രിസ്ത്യാനികളും തമ്മിൽ പിന്നെ ഇപ്പം എന്താ വ്യത്യാസം? ദോഷമൊക്കെ ചെല്ലുക, ചെയ്യുക, അച്ഛൻ്റെ അടുത്ത് ചെല്ലുക, ഒരു കുർബാന നടത്തുക, കുറച്ച് ചൊല്ലി പറയാ. അതിനൊന്നും അള്ളാനെ കിട്ടൂല. അതൊന്നുമല്ല തൗബ. അനീബു, അവിടുന്ന് ഇങ്ങോട്ട് ആ വഴി തെറ്റായിരുന്നു, ഞാൻ പോയ വഴി തെറ്റാണ്, അത് ഞാൻ തിരിച്ചു നടക്കുകയാണ്, ഇനി അങ്ങനൊന്നും ഉണ്ടാവില്ല. ജീവിതത്തിന്റെ ശൈലിയോട് മാറണം, ജീവിതത്തിന് പുതിയൊരു ചാലുണ്ടാവണം. ആ അർത്ഥത്തിലേക്ക് പരിവർത്തിപ്പിക്കാൻ ഏറ്റവും നല്ല അവസരമാണ് റമദാൻ. അതിന് പറ്റുന്ന ധാരാളം സാഹചര്യം റമദാനിൽ ഒരുക്കി തന്നിട്ടുണ്ട്. ശൈത്താന്മാരെ മുഴുവൻ പിടിച്ചു കെട്ടിട്ട് തന്നു. അല്ലാഹു തആല നമ്മൾക്ക് എല്ലാ സൗകര്യം ചെയ്തു തരുന്നുണ്ട്. റഹ്മത്തിന്റെ വാതിലുകളൊക്കെ തുറന്നു തന്നു, സ്വർഗത്തെ അലങ്കരിച്ചു തന്നു,
മുഅ്മിനീങ്ങളുടെ മനസ്സൊരു ഇൻഷിറാഹ് ഉണ്ടാവുന്നുണ്ട്, നന്മകളിലേക്ക് ആഭിമുഖ്യം ഉണ്ടാവുന്നുണ്ട്. ഇതൊക്കെ റബ്ബ് ചെയ്തു തരുമ്പോൾ അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അള്ളാഹുവിന്റെ മാർഗത്തിലേക്കാട്ട് പോവാൻ തയ്യാറായാൽ കഴിഞ്ഞു പോയ ദോഷം എത്ര വലുതാണെങ്കിലും അള്ളാഹു തആല പുറത്തു തരും. അങ്ങനെയൊക്കെ പുറത്തു തരുമ്പോഴും ഇടയിൽ ആ പാതയിലും കല്ലുകളായി തടസ്സങ്ങളായി നിൽക്കുന്നതാണ് മനുഷ്യനോടുള്ള ഹക്ക്. അതവിടെ പൂർത്തിയാക്കി തന്നെ വേണ്ടിയിരുന്നു. അതുകൊണ്ട് റമദാന്റെ മുമ്പായിട്ട് ജനങ്ങളോട് എന്തെങ്കിലും ഹക്കുണ്ടെങ്കിൽ അത് പൂർത്തിയാക്കി തന്നെ. അത് പടച്ചോൻ പുറത്തു തരില്ല. എങ്ങനെയാണെങ്കിലും അതിൽ അല്ലാഹു തആല വിട്ടുവീഴ്ച ചെയ്യില്ല. അത് നിങ്ങൾ പൊടിപ്പിച്ചാളിയാറ്. കാരണം അത് അവരുടെ അവകാശമാണ്. അള്ളാന്റെ റഹ്മത്തിന്റെ ഭാഗം തന്നെയാണത്. നിങ്ങളോട് കരുണ കാണിക്കുമ്പോൾ മറ്റൊരാളോട് അനീതി കാണിക്കാൻ പാടില്ല. അതുകൊണ്ട് അവരുടെ അവകാശം അല്ലാഹു തആല പുറത്തു തരൂല. നിങ്ങൾ അവരോട് പറയണം, കൊടുക്കാനുള്ളത് കൊടുത്ത് വീട്ടുക തന്നെ വേണം. എത്രയോ മഹാന്മാരായ മനുഷ്യർ, ഇബാദത്ത് ബിൻ സാമിത്ത് റളിയല്ലാഹു തആല അൻഹു മരിക്കുന്നതിന്റെ തലേ ദിവസം അല്ലെങ്കിൽ ആ രാത്രി അദ്ദേഹം പറഞ്ഞു, എന്റെ കട്ടില് വീട്ടിന്റെ മച്ചിൻ പുറത്തേക്ക് എടുത്തു വെക്കണം, എന്നിട്ട് അയൽക്കാരെയും പരിചാരകരെയും ഞാനുമായി ബന്ധപ്പെട്ടിരുന്ന നിങ്ങൾക്കറിയാവുന്ന ആളുകളൊക്കെ വിളിച്ചു വരുത്തണം. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഞാൻ ഇന്ന് എന്റെ ദുനിയാവിലെ അവസാനത്തെ രാത്രിയാണെന്നും ആഖിറത്തിലെ ആദ്യ രാത്രിയാണെന്നുമാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് ഇന്നോളം നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഞാൻ എന്റെ പെരുമാറ്റത്തിലോ പ്രവൃത്തിയിലോ എന്തൊക്കെ കടപ്പാടുകൾ നിങ്ങളുമായുണ്ടോ അതിന് മുഴുവൻ നിങ്ങൾ പ്രതികാരം ചെയ്യണമെന്ന് പറഞ്ഞപ്പോ വീട്ടുകാരും അയൽക്കാരും പരിചാരകരടക്കമുള്ളവരൊക്കെ പറഞ്ഞു, നിങ്ങൾ കുന്ത അബർ റഹീമൻ ബർറ, നിങ്ങൾ അങ്ങേയറ്റ കാരുണ്യമുള്ള പിതാവായിരുന്നു, അയൽക്കാരനായിരുന്നു, നിങ്ങൾ ഏറ്റവും കാരുണ്യമുള്ള യജമാനനായിരുന്നു, ഒരു തെറ്റും നിങ്ങളുടെ ഭാഗത്ത് നിന്നുണ്ടായിട്ടില്ല എന്ന് പറഞ്ഞവർ വിതുമ്പിക്കരയാൻ തുടങ്ങിയപ്പോഴും അദ്ദേഹം പറഞ്ഞു, നിങ്ങളോട് ഞാൻ ആവശ്യപ്പെട്ടത് കണ്ണീരല്ല. നാളെ റബ്ബിന്റെ മുമ്പിലെത്തുമ്പോ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറഞ്ഞതായി ഖുദ്സിയ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്, അനദ്ദയ്യാൻ, ഞാനാണ് കാര്യങ്ങളെല്ലാം ഭരിക്കുന്ന, എല്ലാം അടക്കി ഭരിക്കുന്നവൻ, എല്ലാ കടപ്പാടുകളും ചോദിച്ചു വാങ്ങിക്കൊടുക്കുന്നവൻ. അതുകൊണ്ട് എന്റെ സ്വർഗത്തിലേക്ക് ആർക്കെങ്കിലും കടക്കണമെങ്കിൽ ഒരു മനുഷ്യനോടുള്ള കടബാധ്യതയോടെ, ഒരു മനുഷ്യനോടുള്ള ഹക്കടപാടോടുകൂടി എന്റെ സ്വർഗത്തിലേക്ക് ഒരാളും കടക്കണ്ടെന്ന് നാളെ റബ്ബുൽ ഇസ്സത്ത് പറയുമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അള്ളാന്റെ സ്വർഗത്തിലേക്ക് കടക്കാൻ നിങ്ങളുടെ കണ്ണീർ എനിക്ക് ഉപകാരം ചെയ്യൂല. പ്രതികാരം ചെയ്യാനുണ്ടെങ്കിൽ ചെയ്യണം, മുതൽ തിരിച്ചു തരാനുണ്ടെങ്കിൽ പറയണം. അവർ പറഞ്ഞു, ഇല്ല, ഒരിക്കലും ഇല്ല. അദ്ദേഹം പറഞ്ഞു, അല്ലാഹുമ്മ ഫഷ്ഹദ്, പടച്ചവനെ നീ സാക്ഷിയാവണമെന്ന് പറഞ്ഞ് എല്ലാവരോടും ഒന്നുമില്ലെന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്തി റബ്ബിനെ സാക്ഷി നിർത്തി അവരൊക്കെ കടന്നുപോയത്. പ്രിയപ്പെട്ടവരെ, അവിടെ ആർക്കും സഹാബിയായിട്ട് കാര്യമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബത്തിന്റെ കാര്യത്തിൽ തന്നെയാ പറഞ്ഞത്. സ്വല്ലു അലാ സാഹിബിക്കും, കടണ്ട് എന്ന് പറഞ്ഞപ്പോ നിങ്ങളുടെ ആളുടെ പേര് നിങ്ങൾ നിസ്കരിച്ചോളൂ. നമ്മൾ ആലോചിക്കണം എത്ര ഗൗരവമാണ്. അതുകൊണ്ട് ബാധ്യതകൾ തീർക്കുക. സക്കാത്ത് കൊടുത്ത് വീട്ടാണ്ടെങ്കിൽ വർഷങ്ങളായി കുന്നുകൂടി കിടക്കുന്ന സക്കാത്ത് ഉണ്ടെങ്കിൽ കൊടുത്ത് വീട്ടുക. അത് മനുഷ്യരുടെ ബാധ്യത, അള്ളാന്റെ ബാധ്യത അല്ല. സക്കാത്ത് അള്ളാന്റെ ബാധ്യത അല്ല. നിങ്ങളുടെ മുതൽ, മറ്റുള്ളവരുടെ മുതൽ നിങ്ങൾ കയ്യിൽ വെക്കുന്നതാണ്, ഞാൻ കയ്യിൽ വെക്കുന്നതാണ്. അത് അവർക്ക് കൊടുത്തെങ്കിൽ തന്നെ വീടുള്ളൂ. അത് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. അത് കൊടുത്ത് വീട്ടെന്നെ വേണ്ടി വരും. എത്ര വർഷത്തെ സക്കാത്ത് ഉണ്ടാകുമോ, അല്ലെങ്കിൽ കണക്ക് കൂട്ടാൻ കഴിയില്ലെങ്കിൽ അത് കവർ ചെയ്തിട്ടുണ്ടാകുമെന്ന് ബോധ്യപ്പെടുന്നത് വരെ കൊടുക്കുക. ബാധ്യതകൾ നിർവഹിക്കുക. റമദാന് മുമ്പ് അതൊക്കെ തീർക്കുക. റമദാനായ പിന്നെ അതിനൊന്നും സമയമെടുക്കരുത്. റമദാന് മുമ്പ് ഇതൊക്കെ തീർത്തിട്ട് റമദാനും കേട്ടായാൽ പിന്നെ ഇതാ വന്നു കിട്ടിയല്ലോ, ശഅബാന്റെ അവസാനത്തെ രാത്രിയിൽ ലഖദ് അളല്ലക്കും ശഹ്റുൻ അളീം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സന്തോഷത്തോടെ അവരോട് പറഞ്ഞില്ലേ, ഇതാ മഹത്തായ മാസം വന്നു കഴിഞ്ഞു. അങ്ങനത്തെ അതിമനോഹരമായ മാസം റബ്ബേ നീ എനിക്കൊന്നുകൂടി തന്നല്ലോ എന്ന സന്തോഷത്തോടെ റബ്ബിനോട് ശുക്ർ ചെയ്തുകൊണ്ട് ആ ഒരു മാസം 100% ഉപയോഗപ്പെടുത്താൻ തീരുമാനിക്കും. ധാരാളമായി ഖുർആൻ ഓതുക. ഏറ്റവും എളുപ്പമുള്ള, ഏറ്റവും ചെയ്യേണ്ട ഒരു സംഗതി തന്നെയാണ്. ഓതന്നെ ഓതുക. എത്ര ക്ഷീണം വന്നാലും പിന്നെയും ഏതെങ്കിലും അർത്ഥത്തിൽ ആ ക്ഷീണത്തെ അതിജയിച്ചുകൊണ്ട് ഖുർആൻ ഓതിക്കൊണ്ടേയിരിക്കുക. ധാരാളമായി ഉംറ വർദ്ധിപ്പിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദറത്തിൽ ഈ വിശുദ്ധ റമദാനിലൊക്കെ പോകാൻ നമുക്ക് ഇത്രയൊന്നും അവസരം നാട്ടിൽ പോയാൽ ഉണ്ടാവില്ലല്ലോ. അതൊക്കെ ഉപയോഗപ്പെടുത്തുക. സ്വതക്കകൾ ചെയ്യുക. ബന്ധപ്പെട്ടവർക്ക് ചെയ്യുന്ന സ്വതക്കയാണ് ഏറ്റവും വലുത്. ഫലഖ്തഹമൽ അഖബത വമാ അദ്റാക മൽ അഖബ ഫക്കു റഖബത്തിൻ ഔ ഇത്ആമുൻ ഫീ യൗമിൻ ദീ മസ്ഗബ യതീമൻ ദാ മഖറബത്തിൻ ഔ മിസ്കീനൻ ദാ മത്രബ.
അങ്ങേയറ്റം കഷ്ടപ്പെടുന്ന മണ്ണ് കപ്പിപ്പോയ പാവപ്പെട്ട അങ്ങേയറ്റത്തെ വിഷമിക്കുന്ന അഗതികൾക്കും അതുപോലെ ബന്ധുജനങ്ങളായ അനാഥർക്കുമൊക്കെ എന്താണ് അവർ ചെലവ് ചെയ്യാത്തത്? അതാണല്ലോ ഏറ്റവും പ്രയാസകരമായ വഴിയിലൂടെ കടന്നു പോകാൻ അല്ലാഹു തആല 2 വഴി കാണിച്ചു തരുമ്പോൾ കുറച്ചൊക്കെ കഷ്ടപ്പെട്ടുകൊണ്ട് നന്മയിൽ ഉറച്ചു നിൽക്കാൻ സാധിക്കണം. അതിന്റെ വഴിയാണ് അല്ലാഹു പറഞ്ഞു തന്നത്. റമദാൻ മാസത്തില് നമുക്ക് പണ്ടത്തെ മാതിരിയല്ല. ഇപ്പം നമ്മുടെയൊക്കെ കാര്യം തന്നെ വലിയ വിഷമത്തിലാണ്. ഗൾഫുകാരന്റെ തന്നെ വിഷയം വലിയ വിഷമത്തിലാണ്. പല നിറങ്ങൾ നമ്മെ തുറിച്ചു നോക്കുകയാണ്. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് ഏറ്റവും സ്വതക്കക്ക് കൂലിയിട്ടലപ്പെടാ. ഹദീസൊക്കെ നബി തങ്ങൾ ഇങ്ങനെ സ്നേഹിക്കുന്നു എന്ന് പറയുമ്പോ ആ ഹദീസൊക്കെ ഇങ്ങനെ അമലർ ചെയ്ത സ്നേഹങ്ങൾ കാണിക്കണം. ആരോഗ്യമുള്ള സമയത്ത് കൊടുക്കാൻ നല്ല പ്രയാസമുള്ള സമയത്ത് തഖ്ശൽ ഫഖറ, ദാരിദ്ര്യം വരുമോന്ന് പേടി, ജോലിക്ക് സ്ഥിരത ഉണ്ടോ, ബിസിനസ്സുകളുടെ പ്രശ്നം, അവിടെ പ്രശ്നം ഇവിടെ പ്രശ്നം, തഖ്ശൽ ഫഖറ, ദാരിദ്ര്യം വരുമോന്ന് പേടിക്കുന്ന സമയത്ത് കൊടുക്കുന്ന സ്വതക്കയാണ് ഏറ്റവും വലിയ സ്വതക്ക. വതഅ്മലുൽ ഗിന, കുറച്ചും കൂടിയൊക്കെ കാശ് ഉണ്ടാക്കണം എന്ന് മോഹിക്കുന്ന സമയത്ത് കൊടുക്കണം. അല്ലാതൊക്കെ തഴഞ്ഞിട്ട് കൊടുത്താലേ ആ കൂലി കിട്ടൂല. കൊടുക്കാൻ ഏറ്റവും നല്ല സമയമാണ് ഇതൊക്കെ. ഇതിനുള്ളൊരു ഉദാരത അല്ലാഹു തആല മനസ്സിനിങ്ങോട്ട് തരണം. ഇതൊക്കെ തന്നെയാണ് ഏറ്റവും വലിയ കാര്യം. ഉദാരത റബ്ബ് ഇങ്ങോട്ട് തന്നാൽ ഒരുപാട് ആളുകൾ ആവശ്യക്കാരായി. നമ്മുടെയൊക്കെ കുടുംബത്തിൽ തന്നെ ഞാൻ പറഞ്ഞില്ലേ, കുടുംബത്തിൽ കഷ്ടപ്പെടുന്നവൻ ഇല്ലാതിരുന്നാൽ സമൂഹത്തിൽ കഷ്ടപ്പെടുന്നവരുണ്ടാവില്ല. അവിടുന്ന് തന്നെ ഇസ്ലാം തുടങ്ങിയത്. അവനവന്റെ കുടുംബങ്ങളിലും ബന്ധങ്ങളിലും ധാരാളം കഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ അവരെ കാണാതെ അപ്പുറത്തുള്ളവരെ കാണണമെന്ന് ഇസ്ലാം പറഞ്ഞിട്ടില്ല. അവിടുന്ന് തുടങ്ങണം. പക്ഷേ അവർക്ക് ടിവിയും ഫ്രിഡ്ജും തേച്ചിട്ട് തികയണില്ല എന്നതല്ല കഷ്ടപ്പാട്. കഷ്ടപ്പാട് തന്നെ വേറെ തന്നെയാണ്. അങ്ങനെ ആർക്കും തികയില്ല. ഇല്ലാത്ത ആവശ്യമില്ലാത്ത ആചാരങ്ങൾക്ക് വേണ്ടിയും അനാവശ്യമായ ആർഭാടങ്ങൾക്ക് വേണ്ടിയും ചെലവഴിക്കുന്നതിന് പകരം ന്യായമായി കഷ്ടപ്പെടുന്നവർ സ്വന്തം കുടുംബങ്ങളുണ്ടെങ്കിൽ അവരെ കൊണ്ട് തന്നെ തുടങ്ങണം. അത് കഴിഞ്ഞ് നമ്മുടെ സമുദായത്തിൽ 100 കൂട്ടം പ്രശ്നങ്ങളുണ്ട്. എന്തായാലും ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഒരുപാട് വിഷയങ്ങൾ ഈ റമദാനെ പറ്റി നമുക്കൊക്കെ അറിയാവുന്നത് കൊണ്ട് ഞാൻ കൂടുതൽ അതൊന്നും പറയുന്നില്ല. പറഞ്ഞു വന്നത് ഇത് മാത്രമാണ്. റമദാൻ പരിവർത്തനത്തിൻ്റെ ഒരു സമയമാണ്. അത് തൗബ ചെയ്തുകൊണ്ട് മനസ്സ് മാറ്റി ജീവിത ശൈലി മാറ്റി റബ്ബിലേക്ക് അടുക്കാനുള്ള ഒരു സമയം. എപ്പോഴും തിരിച്ചു പോകേണ്ടി വരാം, എപ്പോഴും തിരിച്ചു പോകേണ്ട ഒരു ജീവിതത്തിലാണ് നമ്മളുള്ളത്. ഈ റമദാനിൻ്റെ അവസാനത്തെ റമദാൻ ആയിരിക്കും എന്ന ഒരു ധാരണയോടുകൂടി ഓരോ റമദാനിനെയും സമീപിക്കാൻ സാധിക്കണം. അങ്ങനെ ഇനിയൊരു റമദാൻ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചല്ല ഓരോ റമദാനെയും വരവേൽക്കേണ്ടത്. ആ ഒരു ബോധത്തോടെ റമദാനെ വരവേൽക്കുകയും കിട്ടിയ അവസരം ഉപയോഗപ്പെടുത്തുകയും ചെയ്യണം. ബഹുമാനപ്പെട്ട തങ്ങളെത്തും അതിനു മുമ്പ് നമ്മുടെ ഖാസിമുൽ ഖാസിമി നിങ്ങൾക്ക് പലർക്കും അറിയുന്ന ആൾ തന്നെയാണ്. നാട്ടിലെ ഒരുപാട് നല്ല സാമൂഹിക സാംസ്കാരിക പ്രവർത്തനങ്ങളിലൊക്കെ സജീവമായി ഉള്ള, അവിടെ ഒരു സാംസ്കാരിക കേന്ദ്രം, വ്യത്യസ്തമായ ഒരു സാംസ്കാരിക കേന്ദ്രം നടത്തിക്കൊണ്ടിരിക്കുന്ന ബഹുമാനപ്പെട്ട ഖാസിമുൽ ഖാസിമി അവർ ഇവിടെ ഉണ്ട്. ബഹുമാനപ്പെട്ട അബ്ദുൽ ഗഫൂർ ഖാസിമിയുടെ അനുജനാണ് അദ്ദേഹം. നിങ്ങളെ വിളിച്ച് ഏതാനും നിമിഷങ്ങൾ ചെറിയ ചില ഉപദേശങ്ങൾ നൽകും. അദ്ദേഹം ഒരു ആവശ്യത്തിന് വേണ്ടി കൂടിയാണ് വന്നത്. ബഹുമാനപ്പെട്ട സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങളുടെ ജിദ്ദ ഇസ്ലാമിക് സെന്ററിന് പ്രത്യേകമായി ഒരു എഴുത്ത് കൊടുത്ത് അദ്ദേഹത്തെ പറഞ്ഞയച്ചിരിക്കുകയാണ് അവരുടെ ആ പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും നമുക്ക് അദ്ദേഹത്തോടും ആ പ്രസ്ഥാനത്തോടും കടപ്പാടുണ്ട്. അപ്പോൾ അത് സംബന്ധമായി എന്നതല്ല, മൊത്തത്തിൽ അദ്ദേഹം നിങ്ങളെ അഭിസംബോധന ചെയ്യും. ഈ വിഷയത്തിൽ നമ്മൾ സഹകരിക്കേണ്ടവരാണ്. ഞാൻ അദ്ദേഹത്തോട് തന്നെ സൂചിപ്പിച്ചിരുന്നു, ഒരു വലിയ ഇടവേളയ്ക്ക് ശേഷം നമ്മൾ രണ്ടാമതൊന്ന് തുടങ്ങുകയാണ്. അന്ന് തന്നെ ഇത്തരം കാര്യങ്ങൾ പറയാൻ പ്രയാസമുണ്ട്. എന്നാലും ഞാനീ പറഞ്ഞ മാതിരി ഇതൊക്കെ ഒരു ഹൈറാണ്. ഇതിനൊക്കെയാണല്ലോ അല്ലാഹു തആല നമുക്ക് അവസരം തരേണ്ടത്. അപ്പോൾ ഹൈറ് തന്നെയാണ് ഇത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അദ്ദേഹം നിങ്ങളോട് ഈ വിഷയം ഒരല്പം നേരം സംസാരിക്കും. തങ്ങൾ എത്തുന്നത് വരെ അദ്ദേഹം സംസാരിക്കുമെന്ന് പ്രതീക്ഷിക്കുകയും അതിനുവേണ്ടി ആദരപൂർവ്വം അദ്ദേഹത്തെ ക്ഷണിക്കുകയും ചെയ്യുകയാണ്. വിശുദ്ധമായ റമദാനു ശരീഫ് അള്ളാഹുവിന് പൊരുത്തപ്പെട്ട നിലയിൽ നമുക്ക് അനുഭവിക്കാനും അള്ളാഹുവിന് നമ്മളിൽ നിന്ന് സന്തോഷമുണ്ടാകുന്ന നിലയ്ക്ക്, റബ്ബിനെ നമ്മളിൽ നിന്ന് അവൻ പൊരുത്തപ്പെട്ട നിലയ്ക്ക് അമലുകൾ കാണാനും സ്വീകരിക്കാനും റബ്ബ് തൗഫീഖ് ചെയ്യുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. വിശുദ്ധമായ റമദാനു ശരീഫിലേക്ക് നമ്മളെ എല്ലാവരെയും അല്ലാഹു തആല ബാക്കിയാക്കി തരികയും നമ്മുടെ ബന്ധപ്പെട്ട മുഴുവൻ ആളുകളെയും റമദാനു ശരീഫിലും തുടർന്നും ജീവിത സൗഭാഗ്യങ്ങൾ നൽകി അവസാനം ഈമാനോടുകൂടി വഫാത്താക്കി ഒന്നിച്ച് ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി തരുമാറാവട്ടെ. ആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഖാസിമുൽ ഖാസിമിയെ ആദരപൂർവ്വം
നിങ്ങളെ അഭിസംബോധന ചെയ്യുന്നതിനായി ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനപ്പെട്ട സലാം ഫൈസബുകളെ, മറ്റു പണ്ഡിതന്മാരെ, സഹോദരന്മാരെ, ഇവിടെ ഒരു പ്രഭാഷണത്തിന് ഒരു പ്രസക്തിയുമില്ലാത്തൊരു സന്ദർഭമാണ്. കാരണം വളരെ ആത്മീയമായി നമ്മുടെ മനസ്സിൽ തട്ടുന്ന രൂപത്തിലുള്ളൊരു പ്രഭാഷണത്തിന് ശേഷം മറ്റൊരു പ്രഭാഷണം ഇല്ലാതെ ദുആ ചെയ്ത് പിരിഞ്ഞാൽ ആ ആത്മീയത നിങ്ങളെല്ലാവരുടെയും മനസ്സിലത് തട്ടും. അതുകൊണ്ട് ഒരു പ്രഭാഷണത്തിന് എന്തായിരുന്നാലും ഞാൻ മുതിരുന്നില്ല. ഞാനിവിടെ കടന്നു വരുമ്പോൾ ബഹുമാനപ്പെട്ട സലാം ഉസ്താദ് പറഞ്ഞിരുന്ന വിഷയം മരണവുമായി ബന്ധപ്പെട്ട വിഷയമാണ്. സത്യത്തിൽ മരണത്തെ സംബന്ധിച്ച് നാം ഓരോ ദിവസവും ഒരർത്ഥത്തിൽ അല്ലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ ബോധവാന്മാരാണ്. ഇന്ന് നമുക്കറിയാം, കൊണ്ടോട്ടിയിൽ ഒരു വാഹനാപകടത്തിൽ 4 ആൾ മരണപ്പെടുകയും 4 ആൾ വളരെ അത്യാസന്നതയിൽ മെഡിക്കൽ കോളേജിൽ പ്രാണന് വേണ്ടി പൊരുതുകയാണ്. ഇതൊക്കെ അതിൻ്റെയൊക്കെ ബന്ധുക്കളും സ്വന്തക്കാരുമൊക്കെ ഈ സൗദി അറേബ്യയിൽ നമ്മളെപ്പോലെ പല ആളുകളും ഇപ്പോൾ ടിക്കറ്റ് എടുത്ത് എങ്ങനെയെങ്കിലും നാട്ടിലെത്താൻ വേണ്ടിയൊക്കെ വെപ്രാളപ്പെട്ട് പ്രയാസപ്പെട്ട് പോകുന്ന ആളുകളൊക്കെ ഉണ്ടാവുമെന്ന് നമുക്കറിയാം. എന്തായിരുന്നാലും നമുക്ക് മരണം ആർക്ക് എപ്പോൾ വരുമെന്നൊന്നും ഒരിക്കലും പ്രവചിക്കാൻ സാധ്യമല്ല. ഞാനൊരു സന്ദർഭം ഓർമ്മിക്കുകയാണ്. അതായത് 2 ദമ്പതിമാർ ഒരു കാറിൽ യാത്ര ചെയ്യുകയാണ്. യാത്ര ചെയ്യുന്ന സന്ദർഭത്തിൽ പുഴയിൽ നിന്ന് വിൽക്കുന്ന മത്സ്യം, മാല കോർത്തിങ്ങനെ വിൽക്കുന്ന മത്സ്യം ഈ 2 ദമ്പതിമാരും കണ്ടു. അപ്പോൾ ഈ മത്സ്യ വിൽപ്പനക്കാരൻ ഈ മത്സ്യത്തിന് അല്പം ഇങ്ങനെ വെള്ളം ഇങ്ങനെ ഒഴുക്കി കൊടുക്കുന്നുണ്ട്. കാരണം അത് ഇടയ്ക്കിടയ്ക്ക് ജീവിക്കാൻ വേണ്ടി. അപ്പോൾ ഇങ്ങനെ വെള്ളം ഒഴുകുന്ന, അപ്പോൾ പുനർജീവനൊക്കെ ഇങ്ങനെ കിട്ടും. ഈ 2 ദമ്പതിമാർ വലിയ പൈസയ്ക്ക് ഈ മത്സ്യം വാങ്ങി. അപ്പോൾ അവർ പറയാണ്, നിങ്ങൾ മത്സ്യത്തോട് പറയാം, ഇത്ര അധികം തുള്ളിച്ചാടൊന്നും വേണ്ട, ഇനി പരമാവധി വരാനുള്ളത് ചട്ടിയിലേക്കാണ്, എൻ്റെ ആയുസ്സൊക്കെ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ഈ 2 ദമ്പതിമാർ കാറിൽ നിന്ന് ഇങ്ങനെ പറയാം. അത് കഴിഞ്ഞ് ഏറെക്കുറെ ഒരു 20 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ആ വണ്ടി മറിയുകയും ഈ 2 ദമ്പതിമാരിൽ ഒരാൾ, ഭർത്താവ് ഉടനെ മരണപ്പെടുകയും ഭാര്യ ഏതാനും ദിവസങ്ങൾക്ക് ശേഷം മരണപ്പെടുകയും ചെയ്തു. ഇതൊരു സംഭവമാണ്. ഇപ്പം നമ്മൾ പറഞ്ഞു വരുന്നത് ആര് ആദ്യം മരിക്കും ആര് പിന്നെ മരിക്കും എന്നൊന്നും നമുക്കൊരിക്കലും പറയാൻ സാധ്യമല്ല. താടി നരച്ച മുത്തപ്പന്മാരൊക്കെ ഉണ്ടാകുമ്പോഴും ചെറുപ്പക്കാരായ ആളുകൾ മരണപ്പെടുന്ന കാര്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായിരുന്നാലും അതിനെ സംബന്ധിച്ച് ഞാൻ സുദീർഘമായി സംസാരിക്കുന്നില്ല. നേരത്തെ സലാം ഫൈസി പറഞ്ഞതുപോലെ ഞാൻ ഒരു ചെറിയൊരു ദൗത്യവുമായിട്ടാണ് ഞാനിവിടെ എത്തിയിട്ടുള്ളത്. സാധാരണ നമ്മളൊക്കെ എല്ലാ ആളുകളോടും ഉപദേശം നൽകാറുള്ളത് ചെറുപ്പക്കാരെ ചിന്തിക്കണം, ആലോചിക്കണം എന്നൊക്കെയാണ് പറയാറുള്ളത്. സത്യത്തിൽ ഈ പ്രായം ചെന്ന ആളുകൾ സമൂഹത്തിൽ എത്ര അധികം വിഷമങ്ങൾ സഹിക്കുന്നവരാണ്. കാരണം അവർക്കൊക്കെ അറിയാം, ചെറുപ്പക്കാർ മരിക്കുമെങ്കിലും മരണത്തോട് വളരെ പ്രയാസം അടുത്തുകൊണ്ടിരിക്കുന്നൊരു സന്ദർഭം. മക്കളിൽ നിന്നുള്ള അവഗണന, സമൂഹത്തിൽ നിന്നുള്ള അവഗണന, എല്ലാ വിഭാഗത്തിൽ നിന്നും അവഗണന സഹിക്കുന്ന ഒരു വൃദ്ധൻ്റെ ശരാശരി ഒരു അവസ്ഥകളൊന്ന് ചിന്തിച്ചു നോക്കും. ഇത് നമ്മൾ സാധാരണ ആളും ഉടമയൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ, ഒന്നുമില്ലാത്ത ആളുകളാണെങ്കിൽ അവരുടെ കഷ്ടപ്പാട് പറയേണ്ടതില്ലല്ലോ. ഈ അടുത്ത് ഒരു സഹോദരൻ, 2 കാല് മുറിഞ്ഞൊരു സഹോദരൻ, അദ്ദേഹം കോഴിക്കോട് കല്ലായിക്ക് അപ്പുറത്തുള്ള കടപ്പുറത്തുള്ളൊരു സ്ഥലമാണ് ചക്കുംകടവ് എന്ന് പറഞ്ഞ സ്ഥലം. അങ്ങനെ ഈ സഹോദരനെ എൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. അങ്ങനെ ഈ സഹോദരൻ്റെ മകനാണ് എൻ്റെ അടുക്ക് വരുന്നത്. മകൻ, എൻ്റെ വാപ്പ ജീവിതത്തിൽ ഒരു വക്ത് പോലും നിസ്കരിച്ചിട്ടില്ല, നോമ്പ് നോറ്റിട്ടില്ല, ഇസ്ലാമിനെ സംബന്ധിച്ചൊന്നും അറിയില്ല, വയസ്സ് 70 വയസ്സായിട്ടുണ്ട്, നിങ്ങൾക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ കഴിയുമെന്ന് ചോദിച്ചു. ഈ മകൻ വളരെ സങ്കടത്തിലാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ പറഞ്ഞ ആളൊന്ന് കാണണം, കണ്ട് സംസാരിച്ച് നോക്കട്ടെ. അങ്ങനെ ഇയാളെ കൊണ്ടുവന്നു. അപ്പോൾ ഇയാൾ 2 കാലിങ്ങനെ കുത്തി ഇങ്ങനെ നടക്കണം. ഞാൻ ചോദിച്ചു, എവിടെയും ഇതാക്കാം, ഞാൻ അയാളെ പേര് പറയുന്നില്ല, എവിടെയും നിങ്ങൾ ഇത്ര കാലങ്ങളെന്തോ ഇസ്ലാമിനെ പറ്റിയൊന്നും പഠിക്കുന്നു. അപ്പോൾ അവൾ പറഞ്ഞു, ഞാൻ ചെറുപ്പം മുതലേ ഇങ്ങനെ ഈ ഫോറിൻ സാധനങ്ങളൊക്കെ അങ്ങാടിയിൽ വന്ന് വിൽക്കും,
അതിൽ നിന്ന് കിട്ടുന്ന പൈസ കൊണ്ട് കുറച്ചൊക്കെ കഞ്ചാവ് വാങ്ങി, കുറച്ച് മയക്കുമരുന്നൊക്കെ വാങ്ങി അത് വിൽക്കുകയും ഉപയോഗിക്കുകയും ഒക്കെ ചെയ്ത് എൻ്റെ ജീവിതം അങ്ങനെ പോയി. എനിക്കൊന്നും അറിയില്ല ഇസ്ലാമിനെ പറ്റി. നിങ്ങൾ എനിക്കൊരു അഭയം തരികയാണെങ്കിൽ, സ്വന്തം മക്കളെ പോലെ നിങ്ങൾ എന്നെ നോക്കുകയാണെങ്കിൽ, ഞാൻ 100 വട്ടം ഇസ്ലാമിനെ സംബന്ധിച്ച് പഠിക്കാൻ തയ്യാറാണ്. അതുകൊണ്ട് നിങ്ങൾ അതിന് എന്തെങ്കിലും ഏർപ്പാടുണ്ടാക്കി തരണം. അപ്പോൾ നമ്മുടെ സ്ഥാപനത്തിൽ കുറേ ആളുകൾ, അത്തരത്തിലുള്ള ആളുകൾ പഠിക്കുന്നുണ്ട്, വയസ്സന്മാരായ ആൾക്കാർ. അപ്പോൾ അങ്ങനെ ഇയാൾ വസ്തുതാപരമായിട്ട് നോക്കാൻ അയാൾ പറഞ്ഞു വളരെ ശരിയാണ്. ലുഹറിൻ്റെ സമയത്താണ് ഇയാൾ ആദ്യമായിട്ട് നമ്മുടെ സ്ഥാപനത്തിലേക്ക് വരുന്നത്. ബാങ്ക് കൊടുത്തപ്പോൾ അയാൾക്ക് ഒരേ ഒരു കാര്യം മാത്രമേ അറിയുള്ളൂ, നിസ്കരിക്കണമെങ്കിൽ ഒതു വേണമെന്നും ഒതു എടുക്കണമെങ്കിൽ വെള്ളം വേണമെന്നുള്ള അറിയാം. ഈ ഒരു വിവരമല്ലാതെ വേറൊരു വിവരം ഞാൻ വെറുതെ പറയല്ല. ഇയാൾ പൈപ്പിൻ്റെ മുന്നിൽ ഇങ്ങനെ നിൽക്കണം. അപ്പം എനിക്ക് ഇയാളെ വിഷമം മനസ്സിലായി. ഞാനങ്ങനെ ഇയാൾക്ക് ഒതുവൊക്കെ എടുത്ത് ഇങ്ങനെ കാണിച്ചു കൊടുത്തു, എല്ലാം കാണിച്ചു കൊടുത്തു. അയാൾ ഒരു മാസം അവിടെ നിന്നപ്പോൾ അയാൾക്ക് ഭയങ്കര ആവേശമായി. അയാൾ ജീവിതത്തിൽ ഒരു സലാത്ത് ചെല്ലുക അല്ലെങ്കിൽ ഒരു ദിക്റ് ചെല്ലുക, ഇതൊരു വസ്തുതയാണ്. നമുക്ക് തോന്നിപ്പോകും കോഴിക്കോടൊക്കെ പഴയ ഇസ്ലാമിയത്തിൻ്റെ നാടല്ല, അല്ലെങ്കിൽ കൊയിലാണ്ടി ഇസ്ലാമിയത്തല്ല, മലപ്പുറം ഇസ്ലാമിയത്തല്ല, അതൊക്കെ ശരിയാണെങ്കിലും സമൂഹത്തിൻ്റെ മുമ്പിൽ അവഗണിക്കപ്പെടുന്ന, ശ്രദ്ധിക്കപ്പെടാതിരിക്കുന്ന അത്തരത്തിൽ ഒരുപാട് മുഹമ്മദുമാരും കുഞ്ഞാലന്മാരും നമ്മുടെ സമൂഹത്തിലുണ്ട്. അപ്പം അങ്ങനെ ഇദ്ദേഹം ശരിക്കും പറഞ്ഞാൽ ഒരു മാസം കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞ്, ഞാനൊരു അറ്റാക്ക് രോഗിയാണ്, വൈദ്യശാസ്ത്രത്തെ പോലും ഞാൻ അതിൻ്റെ നിയമങ്ങളൊക്കെ പോയി ഞാൻ 7 പ്രാവശ്യം അറ്റാക്ക് ഉണ്ടായ ഒരാളാണ്. അറ്റാക്ക് ഉണ്ടാകുമ്പോൾ എനിക്ക് ശരീരത്തിലൊരു പനി വരും. ആ പനി വന്നാൽ എനിക്ക് അന്ന് അറ്റാക്ക് ഉണ്ടാവും. അപ്പോൾ ഇയാൾ എന്നെ വിളിച്ചിട്ട്, അപ്പോൾ ഞാൻ എൻ്റെ പള്ളിയിലാണ് നിൽക്കുന്നത്. പള്ളിയിൽ നിന്ന് ഞാൻ അവിടെ ഓഫീസിലാണ് പറഞ്ഞ് നിങ്ങൾ വേഗം വരണം എന്നാണ്. അങ്ങനെ ചെന്നു. അപ്പോൾ അവിടുന്ന് പനി തുടങ്ങിയിട്ടുണ്ട്, നാളെ എനിക്ക് അറ്റാക്ക് ഉണ്ടാവുന്നതാണ്. ഇയാൾ വളരെ വലിയൊരു കറാമത്തുള്ള മാതിരി. അങ്ങനെ ഞാൻ അയാളെ മോനെ വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ സംഭവം ഉണ്ടാകുന്ന കൊണ്ടുപോയി. ഇയാൾ പിന്നെ ഒരു ആഴ്ച കഴിഞ്ഞപ്പോഴേക്കും ഇയാൾ മരണപ്പെട്ടു. ഇയാൾ മരണപ്പെട്ടപ്പോൾ ഇയാളെ വീട്ടുകാർ, ആ നാടിനെ സംബന്ധിച്ച് വളരെ, ഇയാളെ വീട്ടുകാരും തൊട്ട അയൽവാസികളൊക്കെ പറയും, ഇയാൾ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു 8 ദിവസം സലാത്തും സിക്റും അയാൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ അയാൾ ചൊല്ലി അയാൾ ശരിക്കും പറഞ്ഞാൽ ഒരു മുസ്ലിമായി മരിച്ചു. എൻ്റെ അടുത്ത് കൊണ്ടാക്കി അബുദാബിയിലുള്ള അയാളെ മകനോട് പറഞ്ഞ്, എൻ്റെ വാപ്പ മരണപ്പെട്ടു, പക്ഷെ എനിക്ക് ഭയങ്കര സന്തോഷമായി, വാപ്പ മുസ്ലിമായി മരിച്ചല്ലോ എന്നുള്ളൊരു സന്തോഷമായി. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്നത്, നമ്മളെ നാട്ടിലൊക്കെ യത്തീംഖാനകളുണ്ട്, അറബി കോളേജുണ്ട്, ഹിഫ്ള് കോളേജുണ്ട്, മറ്റ് ആർട്സ് ആൻഡ് സയൻസ് കൂടി എല്ലാ കോളേജും നമ്മളൊക്കെ നടത്തപ്പെടുന്നെങ്കിലും നമ്മളൊരു കുട്ടീൻ്റെ ഒരു സ്ഥലത്തേക്ക് പറഞ്ഞേക്കുമ്പോൾ നമ്മളെന്താ പറയുക, ഓനേതായാലും പഠിച്ചു വരട്ടെ, ഓനെങ്കിലും ഒന്ന് നന്നാവട്ടെ, ഓൻ കാരണം വേറെ ആരെ, അങ്ങനെ നമ്മൾ സ്വന്തത്തിലൊരു നന്നാവുന്നതിനെ സംബന്ധിച്ച് നമ്മളാരും ചിന്തിക്കാറില്ല. അപ്പോൾ അതുകൊണ്ട് അത്തരത്തിലുള്ള ഒരു സ്ഥാപനത്തിൽ ക്രിസ്തു മതത്തിൽ നിന്ന്, ഹിന്ദു മതത്തിൽ നിന്ന്, അതുപോലെ തന്നെ നായർ തീയർ പല ജാതിയിൽ നിന്നും വന്ന ആളുകൾ പഠിക്കുന്ന ഒരു സ്ഥാപനമുണ്ട് എന്ന് ഞാൻ നിങ്ങൾ ആദ്യമായി പരിചയപ്പെടുത്തുകയാണ്. ഞങ്ങൾ പിന്നെ കഴിഞ്ഞ കോഴിക്കോട് മാവൂർ പഞ്ചായത്തിലും അതുപോലെ തന്നെ പെരുവേൽ പഞ്ചായത്തിലൊക്കെ സുന്നി മഹല്ല് ഫെഡറേഷൻ്റെ യോഗം കൂടിയിട്ട് ഏതെങ്കിലും ഒരു മഹലിൽ ആരെങ്കിലും ഒരാൾ ഖുർആൻ പഠിക്കാൻ, ഇപ്പം നേരത്തെ ഫൈസി അവർ ഖുർആൻ്റെ മഹത്വമൊക്കെ പറഞ്ഞല്ലോ, ഈ ഖുർആൻ്റെ മഹത്വം പറയും, ഇത് ഓതാൻ അറിയാൻ എന്താ ചെയ്യുക, മഹത്വം അറിയുന്നവനല്ലേ ഓതാൻ കഴിയുള്ളൂ. അറിയാത്ത എത്രയോ ആയിരക്കണക്കിന് സഹോദരന്മാർ നമ്മുടെ മുന്നിലുണ്ട്. ഖുർആൻ നോക്കിയോതും, നോക്കാതെ ഓതും, യാസീൻ ഓതും, ഇതാവക്കായത്തേക്ക് ഓതും, പക്ഷെ നോക്കിയിട്ടൊന്നും ഓതാൻ കഴിയില്ല. അത് വലിയൊരു പ്രശ്നമല്ലേ. നമ്മൾ ശരിക്കും പറഞ്ഞാൽ സാക്ഷരത നമ്മൾക്ക് വേണ്ടിയൊക്കെ ശ്രമിക്കുമ്പോഴും എന്തുകൊണ്ട് നമ്മളെ മഹല്ലുകളിൽ ഒരാളെങ്കിലും ഖുർആൻ ഓതാത്ത ഒറ്റൊരാൾ ഉണ്ടാവരുത് എന്ന് നമ്മൾ മഹല്ലൊക്കെ വളരെ ശക്തമായി നമ്മൾ ഒരു ശരിയായ രൂപത്തിൽ ഒരു ഇത് ചെയ്യേണ്ടതിന് പകരം പറ്റും അത്തരത്തിലുള്ള സംവിധാനങ്ങൾ നമ്മുടെ നാട്ടിലൊന്നുമില്ല. അതുകൊണ്ട് നമ്മൾ ഇത്തരത്തിലുള്ള ആളുകൾക്കും അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ ഈ കൺവെർട്ട് ചെയ്ത് വരുന്ന ഇപ്പോൾ ക്രിസ്തു മതം, ഹിന്ദു മതം അവിടെയൊക്കെ വരുന്ന ആളുകൾ അവരൊക്കെ നമ്മൾക്ക് അറിയാം. അവരെ പറ്റി ശരിക്കും സംഭവം ചരിത്രം പഠിക്കുകയാണെങ്കിൽ പല ആൾ ഇസ്ലാമിലേക്ക് വരുന്നു, അവർ പെണ്ണിട്ടണു, അല്ലെങ്കിൽ അവർ പിന്നെ വീണ്ടും തിരിച്ചു പോകുന്നു, പിന്നെ ഓരോ കാര്യങ്ങൾ നടന്നില്ലെങ്കിൽ വേറെ പഴയ രൂപത്തിൽ നടക്കുന്നു. ഇങ്ങനെ അലക്ഷ്യമായി നടക്കുന്ന ഒരു വലിയ വിഭാഗം ആളുകളെ അൽഹംദുലില്ലാ ഖുർആൻ എന്ന ആ ഒരു മാസ്മരികതയുടെ മുമ്പിൽ അവരെ പഠിപ്പിച്ച് അൽഹംദുലില്ലാ ഒരു ഫസ്റ്റ് അതിൻ്റെ പ്രഥമ ബാച്ച് കഴിഞ്ഞ 2-3 മാസങ്ങൾ മുമ്പ് പുറത്തിറങ്ങി 10 വിദ്യാർത്ഥികൾ എന്ന് പറഞ്ഞാൽ 70 വയസ്സ്, 60 വയസ്സ്, 50 വയസ്സൊക്കെ ഉള്ള ആളുകൾ അക്ഷരം പോലും അറിയാതെ അവരെ ഖുർആൻ പഠിപ്പിച്ചു വിടുന്ന വലിയൊരു സംഭവം കോഴിക്കോട് ഈ പൂവാട്ടുപറമ്പ് മജ്ലിസ് തൗഹീദ് സേവന കേന്ദ്രം എന്നതിൽ നിന്ന് സർട്ടിഫിക്കറ്റ് വാങ്ങി പുറത്തിറങ്ങി. ബഹുമാനപ്പെട്ട ചെറുശ്ശേരി ഉസ്താദ് അവർകളാണ് അതിൻ്റെ സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്തത്. അതിലേറ്റവും അത്ഭുതകരമായ ഒരു കാര്യം, ഒരു ക്രിസ്ത്യൻ പണ്ഡിതൻ അതിൽ ഖുർആൻ പഠിച്ച് അയാൾ ഖുർആൻ പഠിച്ച സർട്ടിഫിക്കറ്റൊക്കെ വാങ്ങി 3-ാമത്തെ ദിവസം അയാൾ നമ്മുടെ സ്ഥാപനത്തിൽ നിന്ന് തന്നെ വീഴുകയും
3 ദിവസം അയാൾ ബോധാവസ്ഥയിലും അബോധാവസ്ഥയിലൊക്കെ അയാൾ ഖുർആൻ ഓതുന്നത് കണ്ടപ്പോൾ മുസ്ലിമായി ജനിച്ച നമുക്ക് പോലും അത്ഭുതം തോന്നിപ്പോകും. കാരണം ഇയാളും ഈ ബോധാവസ്ഥയിലും അബോധാവസ്ഥയിലും അയാൾ പഠിക്കാത്തത് പോലും നമ്മളിപ്പോൾ അവരിപ്പോൾ അമ്മ മുതൽ താഴെയുള്ള ഏതാനും ചില സൂറത്തുകളെ കാണാതെ പഠിപ്പിക്കാറ്, മറ്റൊക്കെ നോക്കി ഓദിപ്പിക്കാറ്. പക്ഷെ ഇദ്ദേഹം അബസവത്തവല്ലിയും അതുപോലെ തന്നെ നമ്മൾ പഠിപ്പിക്കുക അങ്ങനെ അറിയില്ല, അദ്ദേഹം ഓതുന്ന ഒരു വലിയൊരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു സംഭവം കേരളത്തിൽ സുന്നികൾക്ക് എന്തായിരുന്നാലും ഇല്ല എന്നുള്ള കാര്യത്തിൽ തർക്കമില്ലാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് ഒരു സംഭവമാണ്. നമ്മളൊക്കെ മഹല്ലുകളിൽ ആരെങ്കിലും ഖുർആൻ ഓതാൻ അറിയാത്തവരുണ്ടെങ്കിൽ അവരെ നിങ്ങൾ എന്നെ അറിയിക്കാം, സലാം വൈസിനെ അറിയിച്ചാലോ അല്ലെങ്കിൽ ആരറിയിച്ചാലുമായുള്ള സംവിധാനം ഇൻഷാ അല്ലാഹ് ആ സ്ഥാപനത്തിൽ പഠിക്കാനുള്ള സൗകര്യപ്പെടുത്തി കൊണ്ടുവന്നൊരു പരിപാടിയാണ് ഞങ്ങളോട് തുടങ്ങിയിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മൾ ഏറ്റവും വലിയൊരു വിഷയമാണ് നമ്മുടെ ഈ വളരുന്ന തലമുറ. നമുക്കറിയാം ലഹരി എന്നുള്ളത് ഒരു വളരെ വലിയൊരു ജ്വരമായി മാറിയിരിക്കുകയാണ്. ചെറിയ കുട്ടികൾ, 6ാം ക്ലാസ് പഠിക്കുന്ന കുട്ടികൾ, 8ാം ക്ലാസ് പഠിക്കുന്ന കുട്ടികൾ ഇത് മുതൽ ലഹരിക്കടിമപ്പെട്ട് ജീവിക്കുന്ന വലിയ ഒരു തലമുറയാണ് നമുക്കിനി വരാൻ പോകുന്നത്. അപ്പോൾ നമ്മളൊക്കെ ഗൾഫിൽ നിന്ന് എത്ര വീട്ടിലേക്കൊക്കെ അയക്കുന്ന പൈസകളിൽ നിന്ന് പല കുടുംബങ്ങളിലും അതിലൊരു ശതമാനം പാൻപരാഗിൽ നിന്ന് തുടങ്ങി വലിയ വലിയ ലോകത്തേക്ക് എത്തിപ്പെടുന്നൊരു വലിയൊരു സംഭവമാണ് നമ്മുടെ നാട്ടിലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനെതിരെ നമ്മൾ എന്താ വെച്ചാൽ ചികിത്സ അല്ല നമ്മൾ ചെയ്യുന്നത്. നമ്മൾ ആ ഒരു കുട്ടി എങ്ങനെ ലഹരിയിലേക്ക് എത്തിപ്പെടും എന്നുള്ളത് അതിൻ്റെ സാഹചര്യമൊക്കെ മനസ്സിലാക്കി ആ കുടുംബത്തിൽ ചെന്ന് ആ കുട്ടിയെ കൗൺസിലിങ് ചെയ്ത് ആ കുടുംബത്തിൻ്റെ സാഹചര്യം എന്താ മനസ്സിലാക്കി ആ സാഹചര്യം മാറ്റിയെടുത്ത് അത് ചിലപ്പോൾ അയൽവക്കത്തിൻ്റെ കൂട്ടുകെട്ടാവാം, അതല്ലെങ്കിൽ കുടുംബത്തിൻ്റെ തന്നെ പോരായ്മ ഉണ്ടാവാം, അല്ലെങ്കിൽ മതപരമായ കുറവുകൾ എന്താണോ അത് മനസ്സിലാക്കിക്കൊണ്ട് അതിനുവേണ്ടി വലിയൊരു സാഹചര്യം ഇപ്പം നമ്മൾ കഴിഞ്ഞ 2 വർഷമായി നടത്തിക്കൊണ്ടിരിക്കുന്നു. അൽഹംദുലില്ലാ ഇതൊന്നും ഒരു അധികവും പബ്ലിസിറ്റി ചെയ്യാൻ പറ്റാത്ത ചില കാര്യങ്ങളാണ്. അപ്പോൾ ഞാനൊരു 10-15 വർഷമായിട്ട് പല പള്ളികളിലും ദർസ് നടത്തുന്ന ഒരു സുഹൃത്താണ്. അപ്പോൾ സാധാരണ നമ്മൾ ഈ ദർസ് നടത്തുന്ന മുതല്ലിമീങ്ങളും അവരിൽ നിന്ന് പിന്നീട് ഖത്തീബന്മാരായിരിക്കുന്ന ആളുകളൊക്കെ അവരൊക്കെ ഒരു പള്ളിൻ്റെ മൂലയിൽ ഇങ്ങനെ ഒതുങ്ങി ഇരിക്കുന്നൊരു സാഹചര്യമാണ് നമ്മളൊക്കെ സാധാരണയിൽ കണ്ടുവരുന്നത്. ഞാൻ ആക്ഷേപിക്കല്ല, അങ്ങനെ ഉണ്ടാവാറ് അങ്ങനെ ഒരു റിസ്ക് ഉള്ളൊരു കാര്യത്തിന് സാധാരണ ഇറങ്ങാറില്ല. അൽഹംദുലില്ലാ അപ്പം നമ്മളെ ദർസിൽ നിന്ന് പഠിച്ചൊരു 10-60 വിദ്യാർത്ഥികൾ അവർ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ചെയ്യുന്ന വലിയൊരു സേവനം നമ്മൾ ഈ ബസ് സ്റ്റാൻഡ്, റെയിൽവേ സ്റ്റേഷൻ, അതുപോലെ തന്നെ നമ്മളെ ഈ ബീച്ച് ഇവിടങ്ങളിലൊക്കെ നമ്മൾ ഒരു ആഴ്ചയിൽ 1-2 ദിവസങ്ങൾ നമ്മൾ കുട്ടികളെ ഫുള്ള് ഓരോ ഭാഗത്തേക്കും വിടും. അങ്ങനെ അവരിൽ നിന്ന് അലക്ഷ്യമായി ജീവിക്കുന്ന നടക്കുന്ന മുസ്ലിം കുട്ടികളെ തേടി അവരുടെ അഡ്രസ്സ് മനസ്സിലാക്കി അവരെ ശരിക്കുള്ളൊരു ദിശയിലേക്ക് കൊണ്ടുവരുന്ന വലിയൊരു പ്രൊജക്റ്റാണ് നമ്മൾ ഇതിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന മറ്റൊരു സംഭവം. ഇത് നമ്മൾ ലഹരി നിവാരണ പദ്ധതികളെന്ന പദ്ധതി പറയുകയാണെങ്കിലും ഇത് വളരെ വലിയൊരു പ്രശ്നമാണ്. ഈ അടുത്ത് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ എൻ്റെ ഒരു ശിഷ്യൻ റഫീഖ് എന്ന് പറഞ്ഞ ഒരു പാങ് സ്വദേശിയായ ഒരു കുട്ടി ഒരാളെ കണ്ടുമുട്ടി. അപ്പോൾ ഇവനോട് പറഞ്ഞ എന്താ അപ്പോൾ ഇവൻ എന്താ പറഞ്ഞാൽ ഇങ്ങനെ കുറച്ചിങ്ങനെ കഞ്ചാവൊക്കെ അടിച്ച് ഇങ്ങനെ വീട്ടിൽ നിന്നൊക്കെ ഇറങ്ങിപ്പോകുന്ന ഒരാൾ, അതൊന്നും നമുക്കറിയില്ല. എന്തായിരുന്നാലും നമ്മളെ സ്ഥാപനത്തിലേക്ക് ഈ കുട്ടീനെ കൊണ്ടുവന്നു. അപ്പോൾ ഇവനെ പറഞ്ഞാൽ അവർക്ക് പഠിക്കണം എന്നൊക്കെ അങ്ങനെ പഠിച്ചു. ഇവനൊന്നും അറിയില്ല, അൽഫബാവ് പോലും അറിയാത്ത ഒരു 22-23 വയസ്സായിട്ടുണ്ടാവും. അങ്ങനെ ഇവനെ അന്നത്തെ ഓനെ കിട്ടി. അങ്ങനെ എൻ്റെ അടുക്കൽ കൊണ്ടുവന്ന് അങ്ങനെ ഞങ്ങൾ ചർച്ച ചെയ്തു, ഇവനെ കാര്യങ്ങളൊക്കെ നടത്തി. അങ്ങനെ ഇവന് റമദാനിൽ ഞാൻ മുസ്ലിം സമൂഹത്തിൻ്റെ അവസ്ഥ പറയാൻ ഇതൊക്കെ മലപ്പുറം ജില്ലകളിലാണ്. ഇവൻ ജീവിതത്തിൽ മുൻപ് പോയിട്ടില്ല. അങ്ങനെ നോമ്പ് വന്നു, സ്ഥാപനത്തിലാവുള്ള ഇങ്ങനെ എന്തൊപ്പോ ആകെ 2 ടെൻഷനാണ്. ഒന്ന് ഇത് വലിക്കുന്നത് കിട്ടാത്തുള്ള ടെൻഷൻ, ഇങ്ങനെ ഒരു ടെൻഷൻ. എന്തായിരുന്നാലും റമദാനൊക്കെ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ പോയി. അപ്പോൾ ഇവനെ കാണാനില്ല എന്ന് പറഞ്ഞ് TV-യിലും പത്രത്തിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് പരസ്യം ഉണ്ടാവില്ല. നമ്മൾ പിന്നെ TV കാണാത്തതുകൊണ്ട് എനിക്ക് അറിയില്ല, പത്രത്തിലും പരസ്യം കണ്ടിട്ടില്ല. എന്തായിരുന്നാലും ഇവനെ ഒരു ദിവസം എന്നോട് ചോദിക്കാതെ അവൻ വീണ്ടും റെയിൽവേ സ്റ്റേഷനിൽ പോയപ്പോൾ ഇവൻ്റെ അയൽവാസിയായ ഒരാൾ പിടിച്ചു ഇവനെ. അപ്പം ചോദിച്ചു എന്താ പിടക്കുന്നത്. അപ്പം എന്നോട് ഞാനൊരു ഉസ്താദിൻ്റെ കീഴിൽ മജ്ലിസ് എന്ന് പറഞ്ഞ സ്ഥാപനത്തിൽ പഠിക്കണം. അപ്പോൾ ഞാൻ പഠിക്കണമൊക്കെ നല്ല തന്നെയാണ്, എൻ്റെ അവസ്ഥ എന്താ എനിക്കറിയുമെന്ന് ചോദിച്ചു. അപ്പോൾ ഇവൻ്റെ വാപ്പ മരണപ്പെട്ടിട്ട് 2 മാസമായിട്ട് ഓനത് അറിഞ്ഞിട്ടില്ല. അങ്ങനെ ഇവരെന്നോട് പറഞ്ഞു ഇവൻ്റെ സ്ഥിതി വളരെ മോശം അവസ്ഥ, ഇവന് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവാൻ 2 കുട്ടികളും ഭാര്യയുള്ള ഒരാളാണ്. അതുകൊണ്ട് നിങ്ങൾ ഓനെ നമുക്കൊന്ന് വിട്ട് തന്നെ, നമ്മൾ 100% വിട്ടറിയാം, നമ്മളെ ആളെ കിട്ടാത്തതുകൊണ്ട് നിൽക്കല്ലേ. അങ്ങനെ നോക്കുമ്പോൾ ഇവൻ വളരെ തിരൂർ ഭാഗത്തുള്ള വലിയൊരു സമ്പന്ന കുടുംബത്തിൽപ്പെട്ട ഇവർ ബഹ്റൈനിലൊക്കെ ഭയങ്കര ടോപ്പ് കച്ചവടമൊക്കെ ഉള്ള വലിയ ആളുകളാണ്. അങ്ങനെ ഇവന്
അൽഹംദുലില്ലാ ഇപ്പോൾ ഓനെ വീണ്ടും അങ്ങനെ കൊണ്ടുവന്ന് ഒരു 3-4 മാസമൊക്കെ വീണ്ടും നിർത്തി. ഇപ്പോൾ നല്ല എനിക്ക് കുടുംബജീവിതമൊക്കെ നയിച്ച് നല്ല നിലയിൽ മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ നമ്മൾ ഈ ലഹരി നിവാരണ പ്രവർത്തനം നമ്മൾ എത്തിപ്പെടുന്നത് വലിയ പല പോക്കറ്റുകളിലേക്ക് നമ്മൾ ചെല്ലുകയാണ്. അതിന് പറ്റുന്ന സ്ഥാപനത്തിന്റെ പേരും അഡ്രസ്സും ഒന്ന് പറയാൻ ആൾക്കാരും പറയുന്നു. മജ്‌ലിസ് തൗഹീദ് സേവന കേന്ദ്രം, പൂവാട്ടുപറമ്പ്, കോഴിക്കോട് ആണ് അതിൻ്റെ ശരിക്കുള്ള ഒരു ഇത്. ഞാൻ ഇവിടെയുള്ള ആളുകൾക്കൊക്കെ വേണമെങ്കിൽ അതിൻ്റെ അഡ്രസ്സും കാര്യമൊക്കെ ഞാൻ തരാം. അപ്പം ഇങ്ങനെ നമ്മൾ സമൂഹം ഇതൊക്കെ ഭയങ്കര പ്രയാസമുള്ള ഇതിൻ്റെ കമ്മിറ്റിൻ്റെ ബഹുമാനപ്പെട്ട പാണക്കാട് സാദിഖൽ ശിഹാബ് തങ്ങളാണ് ഇതിൻ്റെ പ്രസിഡന്റ്. പിന്നെ ഞാൻ ഈ ഉള്ളവൻ അതിൻ്റെ ചെറിയൊരു സെക്രട്ടറിയാണ്. പിന്നെ അതുപോലെ തന്നെ പ്രൊഫസർ മുഹമ്മദ് ഹസൻ, അതുപോലെ ഡോക്ടർ വീരാൻ മൊയ്തീന്, ഇങ്ങനെ കുറേ ഉയർന്ന ആളുകളാണ്. ഇതിലൊരു ലോക്കലായിട്ടുള്ള ഒരാളെ ഞാനേ ഉള്ളൂ, ജസ്റ്റിസ് അബ്ദുൽ ഗഫൂർ, ഇങ്ങനെ കുറേ ആൾക്കാരാണ് ഉള്ളത്. അപ്പോൾ ഇങ്ങനെ ഒരു പദ്ധതിയിലൂടെ നമുക്കൊരുപാട് സമൂഹത്തിൻ്റെ കാര്യങ്ങൾ ഉള്ളോട്ട് കടന്നു ചെല്ലാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സമൂഹത്തിലുള്ള വലിയൊരു പ്രശ്നമാണ്, നമ്മളിപ്പോൾ ഒരാൾ വന്നു, ഇപ്പോൾ ഞാൻ പോരുന്നതിൻ്റെ 4 ദിവസം മുമ്പ് ഒരാൾ വന്നു. അപ്പോൾ ഇയാൾ ക്രിസ്ത്യൻ ഒരു സ്ഥാപനമുണ്ട് ഈ വൃദ്ധന്മാർ പഠിക്കുന്നത്, അതിൽ നിന്ന് നമ്മളിങ്ങനെ സ്ഥാപനം ഉണ്ടെന്നാണ്. അപ്പോൾ ആ സ്ഥാപനത്തിൽ നിന്ന് തട്ടിക്കൊടുന്ന ഒരാളാണ്. അയാൾ അവിടെ നിന്ന് ഇറക്കി കൊടുത്തിട്ട് നമ്മളെ സ്ഥാപനത്തിൽ ചേർത്തു. അപ്പോൾ ഇയാൾ പറയാണ് ഇയാൾക്ക് ആ ക്രിസ്ത്യൻ സ്ഥാപനത്തിൽ നിന്ന് പോകുന്ന ഇയാൾക്ക് പോകാനൊരിടമില്ല. ഇയാൾ വന്നിട്ട് പറഞ്ഞു, ഞാൻ അവിടുന്ന് പോകും, നിങ്ങൾ എനിക്കൊരു അഭയം തരുമോ? എനിക്ക് 2 പെൺകുട്ടികളാണ്. 2 പെൺകുട്ടികൾക്കും ഞാൻ എൻ്റെ സ്വത്തൊക്കെ ഓരി വെച്ച് കൊടുത്ത് എനിക്ക് ഒന്നുമില്ല, അവരെൻ്റെ വീട്ടിലേക്ക് ഒരു മരുമനെ എപ്പോഴും അടിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ക്രിസ്ത്യത്തിലേക്ക് പോയത്. നിങ്ങൾ എന്നെ പഠിപ്പിക്കാൻ തയ്യാറാവും, എനിക്ക് മരിക്കുകയാണെങ്കിൽ എനിക്ക് മുസ്ലിമായി മരിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കി തരും. അപ്പോൾ ഞാൻ പറഞ്ഞു ഇൻഷാ അല്ലാഹ് ചെയ്യാൻ. അപ്പോൾ അയാൾ വന്നിട്ട് ഒരാഴ്ച ആയിട്ടുള്ളൂ, ഞാൻ പോയതിൻ്റെ ഏതാനും ദിവസം മുമ്പാണ് അയാൾ വന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞത് ഒരു സമൂഹത്തിൽ കുറേ വിഭാഗം ആളുകൾക്ക് അഭയം കൊടുക്കണം. ഈ അഭയം കൊടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മളതിനത്ര സാമ്പത്തികമായിട്ട് കഴിവോ മറ്റൊന്നുമില്ല. നമ്മളുടെ ശരിക്കും പറഞ്ഞാൽ ഫീൽഡിലുള്ള ഹാർഡ് വർക്ക് ആയ ഒരു കാര്യം കൊണ്ടാണ് ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ഒരുപാട് ആളുകൾക്ക് അഭയം കൊടുക്കാൻ കഴിയുന്നു. ഏത് വിഷയം ഉണ്ടായാലും ആ വിഷയത്തിൽ ഒരു അത്താണി എന്നുള്ള നിലക്ക് മജ്‌ലിസ് തൗഹീദ് സേവന കേന്ദ്രത്തിന് അത് പ്രവർത്തിക്കാൻ കഴിയുന്നുണ്ട് എന്നുള്ളത് ഞാൻ വളരെ അഭിമാനത്തോടെ തന്നെ നിങ്ങളുടെ മുമ്പിൽ ഞാൻ പറയുകയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു നമ്മളെ കേരളത്തിൽ അങ്ങനെ ഒരു മതസ്ഥാപനത്തിൽ അങ്ങനത്തെ ഒരു പരിപാടികളൊന്നും എവിടെയും നടക്കാറില്ല. ഇതിൻ്റെ ഒരു പോരായ്മ 10 കൊല്ലം മുമ്പേ നമ്മൾ കണ്ടെത്തി ഒരു പ്രൊജക്റ്റ് എഴുതി. ആ പ്രൊജക്റ്റിലൂടെയാണ് പിന്നെ നമ്മൾ ഇതിലേക്ക് ഇത് വികസിച്ചു കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ സമൂഹത്തിൽ വലിയൊരു പ്രശ്നമാണ്. ഇപ്പോൾ നമ്മൾ റമദാനൊക്കെ ആയപ്പോൾ നമ്മളെ പൈസ അവർ പറഞ്ഞല്ലോ, നമ്മളെ ഈ കുടുംബ ബന്ധങ്ങൾ, പിന്നെ അതുപോലെ തന്നെ അവശര സഹായിക്കൽ, നമ്മളെ സ്വന്തം കുടുംബത്തിൽ ഭാര്യയും അതുപോലെ തന്നെ അമ്മായിമ്മ, അമ്മോഷാക്ക, അങ്ങനെ കുറേ വിഷയങ്ങൾ, പുറത്ത് പറയാൻ പറ്റാത്ത വിഷയങ്ങൾ. ഈ അടുത്ത് എൻ്റെ അടുക്കൽ ഒരു സഹോദരൻ വന്നിട്ട് പറഞ്ഞു, അയാൾ മഹലിൻ്റെ സെക്രട്ടറിയാണ്. ഇയാൾ ഭാര്യയുമായി യോജിപ്പാണ്, പക്ഷേ ഭാര്യയും അദ്ദേഹത്തിൻ്റെ ഉമ്മയും കൂടി ഒരിക്കലും ഒരു വീട്ടിൽ താമസിക്കില്ല. വലിയ പ്രശ്നമാണ്. അപ്പോൾ ഇയാൾ പറഞ്ഞു, ഞാൻ കാസിം ഇത് ആരോടെ പറയുക, ഞാൻ മഹലിൻ്റെ സെക്രട്ടറി, എനിക്കിത് ആരോടെ പറയാൻ പറ്റുമോ? ഞാൻ പറഞ്ഞ പിന്നെ ഇന്നെന്തിനെ പറ്റുക, അതുകൊണ്ട് നിങ്ങളതിന് പരിഹാരം കാണുന്നതാണ്. അപ്പോൾ ഞാൻ ഈ തള്ളൻ്റെ സ്വഭാവം കാര്യമൊക്കെ ചോദിച്ചപ്പോൾ തള്ള ഇടയ്ക്കിടയ്ക്ക് പാണക്കാട്ട് പോകുന്ന ഒരാളാണെന്നുള്ള ചെറിയൊരു പുറത്തിന് കിട്ടി. പാണക്കാട് ഇടയ്ക്കിടയ്ക്ക് ചെന്ന് കണ്ട് സങ്കടം പറഞ്ഞ ആളാണ്. അപ്പോൾ ഞാൻ രാത്രി ഒരു മഗ്‌രിബിൻ്റെ സമയത്ത് ഈ മകനെ സഹായമില്ലാതെ, കാരണം മകനെ കൂട്ടിയാൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ വേറെ ആളെ കൂട്ടിയാൽ തള്ളൻ്റെ വീട്ടിൽ ചെന്ന് ഞാൻ പറഞ്ഞു, പാണക്കാട് തങ്ങൾ എന്നെ പറഞ്ഞേച്ചാണ്, നിങ്ങൾക്ക് കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആ സഹോദരി അതിൻ്റെ ആ ദുശാഠ്യത്തിൽ നിന്ന് വിരമിക്കുകയും ഇപ്പോൾ നല്ലൊരു കുടുംബജീവിതം നയിക്കാൻ അവർക്ക് സാധിക്കുകയും ചെയ്തു. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ ഇത് ഈ കുടുംബ തർക്ക പരിഹാര വേദി എന്ന് പറഞ്ഞ പ്രശ്നത്തിലൂടെ കഴിഞ്ഞ 2010 മാത്രം 81 കേസുകൾക്ക് പരിഹാരം കാണാൻ കഴിഞ്ഞു. 146 കേസ് ഞങ്ങളെടുത്ത് അപേക്ഷ വന്നതിൽ 81 കേസുകൾക്ക് പരിഹാരം കാണാൻ കഴിഞ്ഞു. ഇതിൻ്റെ തുടക്കത്തിൽ ഞങ്ങൾ ആദ്യമൊക്കെ അമ്മി കൊത്താണ്ടോ എന്ന് പറഞ്ഞ് പോകണ വഴി ഞങ്ങൾ അങ്ങോട്ട് പോലെ നിങ്ങളെ കേസ് വല്ലതും ഉണ്ടോ. ഇപ്പോൾ ആ അവസ്ഥയൊക്കെ വിട്ട് ഇപ്പോൾ നമുക്ക് കേസുകൾ പരിഗണിക്കപ്പെടാൻ കഴിയാത്തതുകൊണ്ട് മലപ്പുറം ജില്ലയിലുള്ള ആളുകൾക്ക് വേണ്ടി മാത്രം മലപ്പുറം ജില്ല ഇതിനൊരു കമ്മിറ്റി രൂപീകരിക്കുകയും ബഹുമാനപ്പെട്ട അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ അതിൻ്റെ പ്രസിഡന്റും അഡ്വക്കേറ്റ് NK മജീദ് സെക്രട്ടറിയുമായ ഒരു കമ്മിറ്റി മലപ്പുറം ജില്ലയിലും, ഇത് കോഴിക്കോട് 40 അഡ്വക്കേറ്റുമാരും അതുപോലെ ജസ്റ്റിസും ഉൾക്കൊള്ളുന്ന വലിയൊരു സമിതിയാണ് പ്രവർത്തിക്കുന്നത്. ഞാനിതൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാൽ ഞാനിതുപോലെ കുവൈറ്റ് KMCCക്ക് വലിയൊരു സ്വീകരണം നൽകിയിരുന്നു. അപ്പോൾ ഈ കുവൈറ്റ് KMC സ്വീകരണം നൽകിയപ്പോൾ ഞാനതിൽ ഈ വിഷയങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ശരിക്കും പറഞ്ഞാൽ പിന്നെ കുറേ കാലം കുവൈത്തിലുള്ള പ്രവാസികളുടെ കേസ് പരിഹരിക്കൽ എൻ്റെ പരിപാടി. കാരണം ഓരോ ആളുകൾക്കും ഓരോ പ്രയാസങ്ങളുണ്ടാവും, അത് ഇറക്കിയേക്കാൻ കഴിയില്ല. കാരണം പിന്നെ കുറേ ആൾക്കാർ 2 കൊല്ലം കഴിഞ്ഞ് നാട്ടിലേക്ക് വരുമ്പോൾ ഇനിയിപ്പോൾ ഏതായാലും ഇങ്ങനെ പോട്ടെ, ഓൻ്റെ ആയുസ് അങ്ങനെ തെറ്റും കുറ്റുമായിട്ട് അങ്ങനെ ഒരു ജീവിതത്തിൽ ഒരു സന്തോഷമില്ലാതെ നീങ്ങുന്നൊരവസ്ഥയാണ്. പലതും തെറ്റിദ്ധാരണകളാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു സ്ഥാപനം കൂടി
നടത്തുന്ന ഒരു എളിയ സേവകൻ എന്നുള്ള നിലയിൽ ഞാൻ നിങ്ങൾ അക്കാര്യമൊക്കെ ഓർമ്മിപ്പിക്കുകയാണ്. അത്തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഒരു പരിധി വരെയൊക്കെ പരിഹരിക്കാൻ കഴിയുമെന്നുള്ള ശുഭാപ്തി വിശ്വാസം എനിക്കതിലുണ്ട്. അതുപോലെ തന്നെ വേറെ ഒരുപാട് കാര്യങ്ങൾ ഈ സ്ഥാപനത്തെ സംബന്ധിച്ച് പലതും നമുക്ക് ഇൻഷാ അല്ലാഹ് അതിൻ്റെ രേഖകളും കാര്യമൊക്കെ എൻ്റെ കയ്യിലുണ്ട്. നമുക്ക് അതൊക്കെ റമദാനിന് മുമ്പിൽ പരിഹരിക്കപ്പെടേണ്ടുന്നൊരു വിഷയമാണ്. നമ്മളൊക്കെ ചിന്തിക്കേണ്ടുന്ന വിഷയം, മനുഷ്യരായ നമുക്ക് വളരെ ദുർബലരാണ്. ഒരിക്കൽ ഇൻസാനു ലഈഫ എന്നാണല്ലോ, മനുഷ്യൻ വളരെ ദുർബലനാണ്. ഈ ദൗർബല്യതയാണ് മനുഷ്യൻ്റെ പൈശാചിക ചിന്തയിലേക്ക് എത്തിപ്പെടുന്നത്. നമുക്കറിയാം, ഇപ്പോൾ നേരത്തെ സലാം വഹിച്ച് പറഞ്ഞതുപോലെ നമ്മൾ ഒരു ദിവസം പത്രവും ടെലിവിഷനും ഇല്ലെങ്കിൽ നമ്മൾ സത്യത്തിൽ വളരെ സമ്പൂർണ്ണമായ മുഅ്മിനായി ജീവിക്കാൻ നമുക്ക് സാധിക്കും. പക്ഷെ പത്രങ്ങൾ നമ്മുടെ വീടുകളിലെത്തുമ്പോൾ, ഇപ്പോൾ നമുക്കറിയാം 4 വയസ്സായ കുട്ടിയെ 6ാം ക്ലാസ് പഠിക്കുന്ന ഒരു കുട്ടി ബലാത്സംഗം ചെയ്ത് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത് അമേരിക്കയിലും റഷ്യയിലൊന്നുമല്ല. നമ്മൾ സാധാരണ മുമ്പൊക്കെ പറഞ്ഞിരുന്നു ചൈനയിൽ എന്ത് സംഭവിച്ചു, റഷ്യയിൽ എന്ത് സംഭവിച്ചു, അമേരിക്കയിൽ എന്ത് സംഭവിച്ചു, പോളണ്ടിൽ എന്ത് സംഭവിച്ചു, ഇതൊക്കെ നമ്മൾ അന്ന് പറഞ്ഞിരുന്നു. ഇപ്പം അതല്ല. ഇപ്പം നമുക്ക് പറയാനുള്ളത് കൊണ്ടോട്ടിയിൽ എന്ത് സംഭവിച്ചു, വളവട്ടൂർ എന്ത് സംഭവിച്ചു, ഓണാമ്പാറക്ക് എന്ത് സംഭവിച്ചു, ഇവിടെ എന്ത് ഇതാണ് ഇപ്പം നമ്മൾ പറയുന്നത്. കാരണം നമ്മളെ നാട് അത്രയും ഈ ചെറിയ കുട്ടികൾ പോലും പത്രത്തിൻ്റെയും ടിവിയുടെയും സ്വാധീനത്തിൽ വളരെ മോശമായ അന്തരീക്ഷത്തിലുള്ള വളർന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങൾ നമുക്കൊരു ആശ്വാസമാകുന്നതും അതുപോലെ തന്നെ നമ്മുടെ ഈ ദുഃഖകരമായ അവസ്ഥയിൽ നമുക്ക് ചെയ്യാനുള്ളത് ഈ വിശുദ്ധ റമദാനിൽ നമ്മൾ ഇതിനൊക്കെ വേണ്ടി നമ്മുടെ സമൂഹത്തിന് വേണ്ടി മൊത്തത്തിലൊന്ന് പ്രാർത്ഥിക്കുക, അതുപോലെ തന്നെ ദുആ ചെയ്യുക എന്നൊക്കെ ഉള്ളത് നമ്മെ സംബന്ധിച്ചിടത്തോളം വളരെ ആവശ്യമായൊരു കാര്യമാണ്. അതുകൊണ്ട് ഞാൻ സുദീർഘമായി അവസാനിപ്പിക്കല്ലേ? തുടർന്നല്ല ഞങ്ങൾ തുടരണോ? അപ്പം അതുകൊണ്ട് ഈ സ്ഥാപനത്തെ സംബന്ധിച്ച് ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ 1-2 കാര്യങ്ങൾ കൂടി പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. സഹോദരന്മാരെ, നമ്മൊക്കെ ആഖിറത്തിന് വേണ്ടി എന്ത് ചെയ്യുന്നു എന്നുള്ളത് നമ്മളൊക്കെ ഒന്ന് ചിന്തിക്കേണ്ടുന്ന വിഷയമാണ്. ഇന്ത്യ രാജ്യത്ത് ഒരു രാജാവ് ഉണ്ടായിരുന്നു. ഇപ്പം ഇന്ത്യയിൽ മുമ്പൊരു നിയമം ഉണ്ടായിരുന്നു, 10 കൊല്ലം ഒരു രാജാവ് രാജ്യം ഭരിച്ചാൽ പിന്നെ അയാളെ എല്ലാവരും കൂടിയിട്ട് പുഴയുടെ അക്കരെ കടത്തി അതിനങ്ങേപ്പുറം ഒരു കാടുണ്ട്, ആ കാട്ടിലൂടെ കടത്തി വിടലാണ് രാജാക്കന്മാർ സാധാരണ ചെയ്യാറുള്ളത്. അപ്പോൾ ഈ രാജാവിൻ്റെ 10 കൊല്ലത്തെ ഭരണം കഴിഞ്ഞാൽ പിന്നെ സ്വാഭാവികമായിട്ടും ഈ രാജാവിന് വളരെ പ്രയാസം, പിന്നെ അയാൾക്ക് ജീവിക്കാൻ കഴിയൂല. കാരണം അയാൾ ഭയങ്കര പ്രയാസപ്പെട്ടപ്പോൾ എല്ലാവരും കൂടി ദുഃഖത്തോടു കൂടെ ഇയാൾ എങ്ങനെ യാത്ര അയക്കും. ഒരു രാജാവ് ഇയാളെ കാലാവധി കഴിഞ്ഞപ്പോൾ ഇയാൾ ഭയങ്കര സന്തോഷമാണ്. അങ്ങനെ ഇയാളെ യാത്രയാക്കി, കുതിരപ്പുറത്തൊക്കെ ഇയാളെ യാത്ര അയക്കുമ്പോൾ ഇയാൾ ചിരിക്കുക, പിന്നെ ഇതൊക്കെ അങ്ങനെ ഇയാളോട് സംഭവം ചോദിച്ചപ്പോൾ ഇയാൾ നിങ്ങൾ ഇതിൻ്റെ ഒപ്പം പോരി, ഞാൻ ഇതുകൾ കാണിച്ചു തരാൻ തന്നു. അപ്പോൾ ഇങ്ങനെ ഇയാൾ എല്ലാവരും കൂടിയാണ്ട് ഇയാളെ കുതിരപ്പുറത്ത് പുഴയുടെ അക്കരെ കടത്തി കാട്ടിലെത്തി നോക്കുമ്പോൾ ഇയാൾ കാട്ടിൽ വളരെ വലിയൊരു കൊട്ടാരം അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. അയാൾക്ക് 10 തലമുറക്ക് ജീവിക്കാനുള്ള സൗകര്യങ്ങൾ കാട്ടിൻ്റെ ഉള്ളിൽ അയാൾ ഉണ്ടാക്കി. നമ്മളിപ്പോഴത്തെ മന്ത്രിമാരും ഇവരൊക്കെ മാതിരി ഒരു വളരെ വലിയതാണ് ഉണ്ടാക്കിയുള്ളത്. അപ്പോൾ ഇയാളെ സംബന്ധിച്ച് ഒരു ടെൻഷനും ഇല്ല. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്നത് എന്താ പറഞ്ഞാൽ, നമ്മൾ പാരത്തെങ്ങൾ മരിച്ചു പോകുമ്പോൾ ഒരു മരണാനന്തര ജീവിതത്തിൽ വലിയൊരു സൗധം കെട്ടിപ്പടുക്കേണ്ടുന്ന ആളുകളാണ് മുഅ്മിനീങ്ങൾ. പക്ഷെ നമ്മെ സംബന്ധിച്ചിടത്തോളം പാരത്രിക വിശ്വാസമൊക്കെ നമുക്ക് കുറഞ്ഞു പോയിട്ടുണ്ടോ സംശയം. പല മുസ്ലിം സഹോദരന്മാർക്കും എനിക്ക് തോന്നുന്നത് പരലോക വിശ്വാസം എന്ന് പറഞ്ഞത് നമ്മളെ ചിന്തയിലേ വരുന്നില്ല. അപ്പം നാളെ നേരത്തെ സലാം വൈസിയൊക്കെ അതൊക്കെ പറഞ്ഞു. പക്ഷെ നമ്മൾ ഇറങ്ങുന്നത് പുറത്തേക്കാണ്. നമ്മൾ ഇറങ്ങി പുറത്ത് നമ്മൾ കാണുന്ന കാഴ്ചകളും മറ്റോൻ്റെ റിയൽ എസ്റ്റേറ്റും ഓൻ്റെ സമ്പത്തും അതുപോലെ തന്നെ ഓൻ്റെ ആ ആർഭാടൊക്കെ കാണുമ്പോൾ നമ്മൾ പരലോകം സ്വാഭാവികമായി മറന്നു പോവുകയാണ്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ശരിക്കൊരു ആഖിറത്തിലുള്ള യൗമുൽ കൊണ്ടുള്ള വിശ്വാസം ശരിക്കും പറഞ്ഞാൽ നമ്മൾ പരാജയപ്പെട്ട ഒരു സാഹചര്യമാണ് നമുക്കുള്ളത്. അതുകൊണ്ട് നമ്മൾ ഇന്നിൻ്റെ നമ്മുടെ ജീവിതം എന്ന് പറഞ്ഞാൽ വളരെ ദുർബലമാണ്. വളരെ ഇപ്പോൾ ഏത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, ഇപ്പോൾ ഞാനൊരു മെഡിക്കൽ കോളേജിൻ്റെ അടുത്തുള്ള ഒരാളാണ്. വളരെ ഒരു 10 വർഷമായിട്ട് മെഡിക്കൽ കോളേജിൽ വരുന്ന ഇപ്പോൾ ഈ CH സെൻ്ററൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നമ്മളൊക്കെ കാര്യമായിട്ടുള്ള പണി പറഞ്ഞാൽ മെഡിക്കൽ കോളേജിൽ രോഗികൾ, ആൾ നോക്കാനില്ലാത്ത രോഗികൾ, അവർക്ക് ഭക്ഷണം കൊടുക്കുക, അല്ലെങ്കിൽ അവർക്ക് വേണ്ടുന്ന സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക എന്നുള്ള ചില രോഗികളോടൊക്കെ നമുക്ക് സംസാരിക്കുമ്പോഴാണ് നമ്മൾ ശരിയായ അയാൾ വെറുതെ ചെക്കപ്പിന് വന്നാണ്. ചെക്കപ്പിന് വന്നപ്പോഴേക്കും അയാൾക്ക് പിന്നെ രോഗം മൂർച്ഛിച്ച് ക്യാൻസറായി, ക്യാൻസറിൻ്റെ വാർഡിലേക്ക് തള്ളി. ഇത്തരത്തിലുള്ള രോഗിയെ നമ്മൾ കാണാൻ ചെല്ലുമ്പോൾ അതിൻ്റെ ഒരു പ്രയാസങ്ങൾ ആലോചിച്ച് നോക്കി. ഇതൊക്കെ നമുക്കൊക്കെ ആവാമല്ലോ. ഇന്നൊരാൾക്ക് ഇന്ന രോഗം ഉണ്ടാവുക, ഇന്നാൾക്ക് ഇന്ന രോഗം ഇല്ലാതിരിക്കുക, അതൊന്നും കുടുംബപരമായിട്ടോ മറ്റൊന്നും സംഭവിക്കുന്നൊരു കാര്യമല്ല. മറിച്ച് അത് ഓരോ ആളുകൾക്കും അല്ലാഹു തആല മാ ഖുദ്ദിറ യകൂനു, അള്ളാഹു എന്താണോ കണക്കാക്കപ്പെട്ടത്
ആ കണക്കാക്കപ്പെട്ട് സംഭവിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് നമ്മൾ ഈ ദുന്യാവ് നമ്മളൊരു ശാശ്വതമായൊരു വലിയൊരു സംഭവമാക്കി മാറ്റി പാരത്രികമായി ജീവിതത്തെ അവഗണിക്കുന്ന ആ ഒരു സാഹചര്യത്തിലേക്ക് നമ്മൾ എത്തപ്പെടാതെ വിശുദ്ധ റമളാൻ എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു പക്ഷേ നമ്മുടെ അവസാനത്തെ റമളാനാവാം, നമ്മുടെ നിസ്കാരം അവസാനത്തെ നിസ്കാരമാവാം. ആ ഒരു കാഴ്ചപ്പാടിലൂടെ നമ്മൾ ഈ ജീവിതത്തെ വളരെ സിമ്പിളായി, പല ആളുകളും നമുക്കറിയാം വളരെ കഴിവുള്ള എത്രയോ ആളുകളുണ്ട്, പക്ഷെ അവരുടെ കഴിവ് ആസ്വദിക്കാൻ കഴിയാത്ത എത്രയോ ആളുകൾ നമുക്ക് കാണാൻ കഴിയും. നേരത്തെ റിനന്നഫ്സ് എന്ന് പറഞ്ഞതുപോലെ നമ്മളെ സമ്പന്നതൊന്നും അല്ലെങ്കിൽ നമ്മുടെ കഴിവ് അതൊന്നും നമുക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയാതെ എപ്പോഴും ഈ അലസതയും ഈ ലുബ്ധതയും അതുപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങളൊക്കെമായി നടക്കുന്ന ഒരുപാട് ഇത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് സഹോദരന്മാരെ നമ്മൾ ചിന്തിക്കേണ്ടത്, ഞാൻ സുദീർഘമായി സംസാരിക്കുന്നില്ല, ഞാൻ വിഷയത്തെ സംബന്ധിച്ച് സംസാരിക്കുന്നില്ല, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ ബോധവാന്മാരാണെന്ന് ഒരിക്കൽ കൂടി ഉണർത്തിക്കൊണ്ട് വിശുദ്ധ റമളാനെ നല്ല നിലക്ക് സ്വീകരിക്കാനും അതിനെ നല്ല നിലക്ക് യാത്ര പറഞ്ഞേക്കാനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അള്ളാഹു തആല നമ്മളെയും ഈ ഉമ്മത്തിനെയും എല്ലാ സന്ദർഭത്തിലും ഇസ്സത്തോടു കൂടെ മുന്നേറാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അതുപോലെ തന്നെ നമ്മളെ ഹജ്ജും ഉംറയും നമ്മുടെ മറ്റ് സൽക്കർമ്മങ്ങളെല്ലാം അള്ളാഹു തആല സ്വീകരിക്കുമാറാവട്ടെ. റബ്ബന ആതിന ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും. തങ്ങളുടെ റൂമിലെത്തിയിട്ടുണ്ട്, പെട്ടെന്ന് എത്തുമെന്ന് പറഞ്ഞു. അതുകൊണ്ട് എല്ലാവരും